Hello everyone! Welcome to India's first animated live tuition. Yes, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളോട് നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് യൂട്യൂബ് ലൈവ് ആണ് പോകുന്നത്. സോ നമ്മുടെ മാത്സ് മെഗാ മാരത്തോണിന്റെ ഫസ്റ്റ് പാർട്ടാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 എക്സാമിന്റെ റിവിഷൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്വിക്ക് ആയിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് ആണ് കാണുന്നത്. ചാപ്റ്റേഴ്സ് 1, 2, 3, 5, 6, 7 and 8. സോ ആദ്യത്തെ 8 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാം എഴുതി, അത് കഴിഞ്ഞിട്ട് മോഡൽ എക്സാം എഴുതി, പിന്നെ അങ്ങനെ കുറെ എക്സാം ഒക്കെ എഴുതി. യെസ്, യൂട്യൂബിൽ കുറച്ച് കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. യെസ്, അങ്ങനെ കുറെ എക്സാംസ് എഴുതി തഴക്കവും പഴക്കവും വന്ന ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ ചാപ്റ്റേഴ്സിന്റെ മാരത്തോൺ ഓട്ടമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ബൈ ദ വേ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ കണ്ടിട്ട് കുറച്ച് നാളായി. എന്നുണ്ട് വിശേഷം? സുഖമാണോ? തലയൊക്കെ ആട്ടുന്നുണ്ട്. സുഖമാണെന്ന്. യെസ്, ഇന്നലെ ഏതായിരുന്നു? മലയാളമായിരുന്നോ? മലയാളം, ഹിന്ദി, ലാംഗ്വേജ്. യെസ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഇന്നലത്തെ എക്സാം? ഓക്കെ, നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ആസ് യൂഷ്വൽ സൂമിൽ തന്നെ കമന്റ് ചെയ്യാം. പിന്നെ യൂട്യൂബിൽ നമ്മുടെ ലൈവ് പോകുന്നുണ്ട്. സോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, അതിൽ കയറി കമന്റ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പം വേഗം പറഞ്ഞു, ഇന്നലത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സാം അല്ലായിരുന്നു ഇന്നലത്തെ? യെസ്, എല്ലാവരും തലകുലുക്കലാണ്. എക്സാം ഇന്നായിരുന്നു. യെസ്, ഇന്നായിരുന്നു എക്സാം മലയാളത്തിന്റെ. യെസ്, മലയാളത്തിന്റെ എക്സാം ഇന്നായിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്നു. വാസ് ഈസി. ഇന്നലെ അല്ല, ഇന്നായിരുന്നു. ഓക്കെ. യെസ്, അഞ്ജന അഷ്ന, വാസ് ഈസി. വെരി ഗുഡ്. അപ്പൊ ഇനി അതിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്ട് എക്സാം ആണ് നമുക്ക് ചൊവ്വാഴ്ച. സിവിൻ സാർ ഇവിടെ നിന്നുകൊണ്ട് നോക്കുന്നു, അതിനെക്കാട്ടിലും ഈസി ആയിട്ടുള്ള എക്സാം ആണ് അല്ലേ? മാത്സിലെ ഏറ്റവും എളുപ്പമുള്ള സബ്ജക്ട്. അഷ്ണയുടെ ഒരു നോട്ടം ഉണ്ടായിരുന്നു, ആണോന്നൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അധികം സമയം വൈകാതെ നമ്മുടെ മെഗാ മാരത്തോണിലേക്ക് നമ്മൾ പല തവണയായിട്ട് ബ്രഷപ്പ് ചെയ്ത സാധനം ഒന്നുകൂടെ നമ്മൾ ഫൈനൽ ആയിട്ട് ബ്രഷപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇസ് സെറ്റ്സ്. അപ്പോൾ സെറ്റ്സിൽ എന്തൊക്കെയാ മെയിൻ ആയിട്ട് കണ്ടത്? യെസ്, 2 types of sets, roster form or tabular form and set builder form. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, ചിലപ്പോൾ എക്സാമിന് റോസ്റ്റർ ഫോം എന്ന് ചോദിക്കാതെ ടാബുലാർ ഫോം എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ഫോം ആണെന്ന് ആലോചിച്ചിരിക്കുന്നത്? ഇറ്റ്സ് അനദർ നെയിം ഓഫ് റോസ്റ്റർ ഫോം വിച്ച് ഈസ് ടാബുലാർ ഫോം ആൻഡ് അതർ വൺ ഈസ് സെറ്റ് ബിൽഡർ ഫോം. സോ സെറ്റ് ബിൽഡർ ഫോം ആണെങ്കിൽ എങ്ങനെ എഴുതും? സെന്റൻസ് ഓർ ഇക്വേഷൻ. റോസ്റ്റർ ആണെങ്കിൽ എലമെന്റ്സ് കോമ ഇട്ട്, ഇതറിയാലോ, സെറ്റ് സെന്റൻസ്. ഓക്കെ, അതറിയാവുന്ന കാര്യമാണ്. പിന്നെ ഈക്വൽ സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് ദേ ഹാവ് എക്സാക്ട്ലി സെയിം എലമെന്റ്സ് ആണെങ്കിൽ ഈക്വൽ ടു ബി. ഓർഡർ വിഷയമല്ല, നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഓക്കർ വിഷയമല്ല, ആകെ സെയിം എലമെന്റ്സ് ആണെങ്കിൽ we can say that these two sets, the two sets are equal sets. Then we saw subsets. എപ്പോഴാണ് സബ്സെറ്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റിലെ എല്ലാ എലമെന്റും മറ്റൊരു സെറ്റിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സബ്സെറ്റ്. ഇഫ് എ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടെങ്കിൽ എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. ദാറ്റ് ഈസ് ദ മെയിൻ കോൺസെപ്റ്റ്. ആൻഡ് ദിസ് വൺ, ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്, പലതവണ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇന്റർവെൽ എഴുതാൻ നമുക്ക് ഓപ്പൺ ഇന്റർവെൽ ആൻഡ് ക്ലോസ്ഡ് ഇന്റർവെൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ പറയും. നമുക്കറിയാം എന്താണ് ആ ഇക്വേഷൻ ഫോമിൽ കിടക്കുന്നതാണ് സെറ്റ് ബിൽഡർ ഫോം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് ഇന്റർവെൽ എഴുതാൻ പറയും, ഇന്റർവെൽ തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം എഴുതാൻ പറയും. സോ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ, ലെസ് ദാൻ ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ, ഈക്വൽ ടു ആണെങ്കിൽ മാത്രം അവിടെ എന്ത് വരും? ക്ലോസ്ഡ് ഇന്റർവെൽ വരും. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? വെൻ ഡയഗ്രംസ് പറഞ്ഞു. എന്തായിരുന്നു? യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെന്റഡ് ബൈ എ റെക്ടാംഗിൾ ആൻഡ് അതിനകത്ത് ഓരോ സെറ്റ്സും റെപ്രസെന്റഡ് യൂസിങ് സർക്കിൾസ്. ഇതെന്താണ്? ഇത് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം ആണ്. അതുപോലെ ഇത് എ ഇന്റർസെക്ഷൻ ബിയുടെ വെൻ ഡയഗ്രം ആണ്. കോമൺ elements which are common to both A and B. അതുപോലെ A യൂണിയൻ ബിയുടെ വെൻ ഡയഗ്രം ഉണ്ട്, A minus ബിയുടെ വെൻ ഡയഗ്രം ഉണ്ട്. സോ വെൻ ഡയഗ്രാംസ് ആർ റിയലി ഇമ്പോർട്ടന്റ്, അത് പഠിക്കാതെ പോകരുത്. Then we saw operations. First one is union. യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 സെറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ യൂണിയൻ എന്ന് പറയുന്നത് 2 സെറ്റിലെ എലമെന്റ്സ് കമ്പൈൻ ചെയ്ത് എഴുതുക, provided we do not repeat any elements. A എന്ന് പറഞ്ഞ സെറ്റിൽ സെറ്റ് 2, 3, 4 ആണെങ്കിൽ B എന്ന് പറഞ്ഞ സെറ്റിൽ സെറ്റ് 2, 5 ആണെങ്കിൽ A യൂണിയൻ B will be 2, 3, 4, 5. യെസ്, റിമൽ അഗസ്റ്റിൻ 8ാം ക്ലാസ്സിലെ. യെസ്, 8th റിമൽ അഗസ്റ്റിൻ. ഐ നോ യു.
ഓക്കെ, ഹായ് കുറെ ഹായ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? സെറ്റ് 2 3 4 5 ആയിരിക്കും. വി ഡു നോട്ട് റിപ്പീറ്റ് ദ എലമെന്റ് 2 because we have already written that element once. Okay, പിന്നെ ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? Common to both elements which are common to both the sets A and B. Set 2 3 5 and set 2 5 ആണെങ്കിൽ set 2 5 will be A intersection B, which is a set of elements which are common to both A and B. Then difference of sets. Directly നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് A but not B. A but not B, which means this is the same as A minus B. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടാണ് A minus B നെ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. എയിലുണ്ട് ബിയിലില്ല. അതാണ് A minus B യുടെ മെയിൻ കോൺസെപ്റ്റ്. എയിലുണ്ട് ആൻഡ് ബിയിലില്ല. എയിലുള്ളത് ഇത് കോംപ്ലിമെന്റ് നമുക്ക് വരുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് ഓർത്തപ്പോൾ പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ടൈമിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. A minus B സബ്ട്രാക്ട് ചെയ്യാൻ നമുക്കറിയാം. Then we saw complement. Complement of a set എന്ന് പറഞ്ഞാൽ ആ സെറ്റിൽ ഇല്ലാത്തതല്ല. എ എന്ന് പറഞ്ഞ സെറ്റിൽ എന്തൊക്കെയുണ്ടോ അതിലില്ലാത്ത യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതെല്ലാം. Keep that in mind. യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതെല്ലാം. വേറെ ഒരു സെറ്റും അല്ല കൺസിഡർ ചെയ്യേണ്ടത്. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നുമാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ദ സെറ്റ് എ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. Then main properties. ഈ പ്രോപ്പർട്ടീസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഡിമോഗൻസ് ലോ. ഡിമോഗൻസ് ലോ വെച്ചിട്ട് എന്തായാലും ക്വസ്റ്റ്യൻ കാണും. എന്താണ് ഡിമോഗൻസ് ലോ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആൻഡ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ലെഫ്റ്റ് സൈഡിൽ യൂണിയൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ ഇന്റർസെക്ഷൻ, ലെഫ്റ്റ് സൈഡിൽ ഇന്റർസെക്ഷൻ ആണെങ്കിൽ റൈറ്റ് സൈഡിൽ യൂണിയൻ. അതാണ് നമ്മുടെ മെയിൻ ഡിഫറൻസ്. ഇത് പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. വെൻ ഡയഗ്രാം വരയ്ക്കാൻ നേരം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിന്റെ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം ചോദിക്കും. രണ്ടും എന്താ? സെയിം വെൻ ഡയഗ്രാം. അല്ലെങ്കിൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ വെൻ ഡയഗ്രാം ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എ വരച്ചിട്ട് കോംപ്ലിമെന്റ് വരച്ചിട്ട് ബി വരച്ചിട്ട് കോംപ്ലിമെന്റ് വരച്ചിട്ട് നോ, we use this property. ഡിമോഗൻസ് ലോ യൂസ് ചെയ്തിട്ട് ആദ്യം എ ഇന്റർസെക്ഷൻ ബി ഏതാണോ അതിന്റെ കോംപ്ലിമെന്റ് എടുത്ത് ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. സോ ഡോണ്ട് വറി. നൗ പ്രോബ്ലംസ്. സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ. അപ്പൊ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് കണ്ടത് എന്തൊക്കെയായിരുന്നു? യെസ്, സെറ്റിന്റെ 2 ഫോംസ് കണ്ടു, ഈക്വൽ സെറ്റ് കണ്ടു, സബ്സെറ്റ് കണ്ടു. സോ സബ്സെറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഡിമോഗൻസ് ലോ, യൂണിയൻ, ഇന്റർസെക്ഷൻ, കോംപ്ലിമെന്റ്, ഡിഫറൻസ്, വെൻ ഡയഗ്രാംസ്, ഇതിന്റെയൊക്കെ വെൻ ഡയഗ്രാംസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി അത് തെറ്റിക്കാതെ ഒന്ന് എഴുതിയാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചെഴുതുക. തരുന്ന ക്രൈറ്റീരിയ അല്ല സർ ആ മെസ്സേജ് യെസ് തരുന്ന ക്രൈറ്റീരിയ അല്ല പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഫോളോ ചെയ്യുക. ചോദിച്ചത് തന്നെയാണ് എഴുതുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കാൻ. സ്ഥിരം പറയുന്നതാണ്. ചോദിച്ചത് തന്നെയാണ് എഴുതിയതെന്ന് ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. സോ റോസ്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? സൊല്യൂഷൻ സെറ്റ് ഓഫ് ദി ഇക്വേഷൻ. ഇത് റോസ്റ്റർ ഫോമിൽ എഴുതണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഐദർ യു ക്യാൻ യൂസ് മൈനസ് ബി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a, or you can use what? ഞാൻ ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ടേ പറഞ്ഞതിരുന്ന സാധനമാണ്. സം ഓഫ് ടേംസും പ്രോഡക്റ്റ് ഓഫ് ടേംസും. സം ഓഫ് ടേംസ് 1 ആണ്, പ്രോഡക്റ്റ് ഓഫ് ടേംസ് -2 ആണ്. അത് വെച്ചിട്ട് രണ്ട് എലമെന്റ്സ് കണ്ടുപിടിക്കാം ആൻഡ് കോമായിട്ട് എഴുതുക. റോസ്റ്റർ ഫോമിൽ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാലോ? എലമെന്റ്സ് കോമായിട്ട് എഴുതുക. ദെൻ സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ റോസ്റ്റർ ഫോം തന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം ചോദിക്കാറുണ്ട്, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം എഴുതാൻ ചോദിക്കാറുണ്ട്. സോ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതാം? ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ആണ്. എങ്ങനെയാ? 1/2, 2/3, 3/4. ഇതാണ് സെറ്റ്. എവിടെ വരെ ഉണ്ട്? 6/7 വരെ ഉണ്ട് അല്ലേ? 6/7 വരെയുള്ള സെറ്റ് ആണിത്. സോ നമുക്കറിയാം 1 to 6 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് മോളിൽ ന്യൂമറേറ്ററിൽ. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ ഉള്ളത്? 2 to 7. അപ്പോൾ 7 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ ഹലോ ഹായ്, ഗുഡ് ഈവനിങ്. ഓക്കെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1ന്റെ കൂടെ 1 കൂട്ടിയാൽ 2, 2ന്റെ കൂടെ 1 കൂട്ടിയാൽ 3, 3യുടെ കൂടെ 1 കൂട്ടിയാൽ 4. സോ നാച്ചുറൽ നമ്പേഴ്സ് എന്ന റെപ്രസെന്റേറ്റീവ് ആണെങ്കിൽ യെസ്, ന്യൂമറേറ്ററിന്റെ കൂടെ ഇങ്ങനെയല്ല കേട്ടോ. ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയാലാണ് ഡിനോമിനേറ്റർ കിട്ടുന്നത്. ഈ ന്യൂമറേറ്ററിലെ 1ന്റെ കൂടെ 1 അടിയുമ്പോൾ ഡിനോമിനേറ്ററിലെ 2 കിട്ടും. ന്യൂമറേറ്ററിലെ 2ന്റെ കൂടെ 1 അടിയുമ്പോൾ ഡിനോമിനേറ്ററിലെ 3 കിട്ടും. ന്യൂമറേറ്ററിലെ 3യുടെ കൂടെ 1 അടിയുമ്പോൾ ഡിനോമിനേറ്ററിലെ 4 കിട്ടും. സോ എന്ത് ചെയ്യും? n/n+1 എന്ന് എഴുതാം. അവിടെ നിർത്തരുത്. ബാക്കി എന്താ? n എന്ന് പറഞ്ഞാൽ എന്താ? n എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അത് നമുക്കറിയാം. അത് നമുക്കേ അറിയത്തുള്ളൂ. നമ്മൾ അത് സ്പെസിഫൈ ചെയ്ത് എഴുതണം. നമുക്കറിയാവുന്ന അവരെയും കൂടെ അറിയിക്കണം. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. കഴിഞ്ഞോ? ഇല്ല. ക്യാപിറ്റൽ N സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എവിടെ വരെ ഉണ്ട്? 1 2 3 4 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി വരെ ഉണ്ട്. നമുക്ക് എവിടെ വരെ ഉള്ളേ? 6 വരെ. 7 വരെയാണോ? 6 വരെയാണോ 7 വരെയാണോ? പെട്ടെന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞു. യെസ്,
6 വരെയാണ്. കാരണം എന്താ? n less than or equal to 6 or n less than 7 എന്ന് കൊടുക്കാം. എന്ത് വേണം കൊടുക്കാം. Why? Because ന്യൂമറേറ്ററിൽ കിടക്കുന്നതാണ് n, ഡിനോമിനേറ്ററിലുള്ള എന്താ n+1 ആണ്. സോ ന്യൂമറേറ്ററിൽ 6 ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ 6+1 7 ആണ്. സോ n-ന്റെ മാക്സിമം വാല്യൂ ഇസ് 6. ഇത് ബാക്കി ഡെക്കറേഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാം. സെറ്റ് ഓഫ് ഓൾ x such that സെറ്റിന് ഒരു പേര് കൊടുക്കുക. a is equal to set of all x such that x is equal to എന്താണ് n/n+1. ഈ ഇടയ്ക്കത്തെ ഗ്യാപ്പ് ഒന്നും ഉണ്ട് കേട്ടോ. where n less than or equal to 6 and n belongs to capital N. വെരി ഗുഡ് അർച്ചന. യെസ്, അപ്പോൾ ഇത് ഓൾറെഡി ക്ലാസ്സിൽ സോൾവ് ചെയ്തതാണ്. അതുപോലെ തന്നെ റോസ്റ്റർ ഫോം, സെറ്റ് ബിൽഡർ ഫോം തന്നിട്ട് റോസ്റ്റർ ഫോം ചോദിച്ചിട്ടുണ്ട്. 2 digit natural number such that sum of its digits is 8. ഇതിൽ വിട്ടുപോകരുതാത്ത ഒരു കാര്യം എന്താണ്? 2 digit ആണ്, സോ 8 വേണ്ട. പിന്നുള്ളത് ഏതാ? 17ൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? 17ൽ സ്റ്റാർട്ട് ചെയ്യും. 2 digit നാച്ചുറൽ നമ്പർ. ഈ നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറയുന്നത് 8 ആയിരിക്കും. സോ 17 വരും, പിന്നെ 2 വന്നാൽ ഇവിടെ 26 വരും, എക്സെട്ര. എവിടം വരെ വരും? ഡോണ്ട് സ്റ്റോപ്പ് അറ്റ് 71. യു ഹാവ് 80 ഓൾസോ. ഇത് വിട്ടുപോകരുത്. ഇത് വിട്ടുപോയാലാണ് മാർക്ക് പോകുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എക്സാമിന് മാർക്ക് പോകാൻ ചാൻസ് ഉള്ളത്. ദിസ് ഇസ് ഓൾസോ എ 2 digit നമ്പർ. സോ 71ൽ നിർത്താതെ 18 കൂടെ എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 8 ആണ്. അഗൈൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർഡ് ബെറ്റർ. ബെറ്റർ എന്ന് പറഞ്ഞ വേർഡിന്റെ ലെറ്റേഴ്സ് എഴുതുമ്പോൾ യു ഓൺലി റൈറ്റ് BET and R. നോ നീഡ് ഓഫ് റെപ്പറ്റീഷൻ. സെറ്റ് എഴുതുമ്പോൾ ഒരിക്കലും റെപ്പറ്റീഷൻ വേണ്ട. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ക്ലാസ് ടൈമിൽ പറഞ്ഞിരുന്നു, സെറ്റ് എപ്പോഴും നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്ററിലും സെറ്റിന്റെ എലമെന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്ററിലുമാണ്. ബട്ട് if it is provided in capital letter in the question, you can use that. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ ലെറ്റർ ഇതുപോലെ വേർഡ്സ് വരുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആണ് തരുന്നതെങ്കിൽ സെറ്റിലെ എലമെന്റ്സ് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാം. Otherwise or unless provided that we are using small letter for the elements and capital letter for the set. സെറ്റിനെ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ ആണ്. Then list all the elements of the following sets. സോ ഈ സെറ്റിലെ എലമെന്റ്സ് എല്ലാം ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മൾ റോസ്റ്റർ ഫോമിലാണ് എഴുതുന്നത്. സോ x² less than or equal to 4 എന്ന് കാണുമ്പോൾ ഡോണ്ട് സ്കിപ്പ് ദ നെഗറ്റീവ് നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് വിട്ടുപോകരുത്. x is an integer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. x² less than 4 എന്ന് പറയുമ്പോൾ -2, -1, 0, 1 and 2 ഇത്രയും നമ്പേഴ്സ് വരും. എന്ത്? x² less than or equal to 4ൽ. സോ ഡോണ്ട് സ്കിപ്പ് ദ നെഗറ്റീവ് നമ്പേഴ്സ്. കാരണം എന്താ നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തേ? എക്സ് ഈസ് ആൻ ഇന്റിജർ എന്ന് തന്നിരിക്കുന്നതുകൊണ്ടാണ് നെഗറ്റീവ് നമ്പേഴ്സ് എടുത്തേ. നാച്ചുറൽ നമ്പർ എന്ന് തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓൺലി 1 and 2 ആൻഡ് ഹോൾ നമ്പർ എന്ന് തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 0, 1 and 2. സോ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക. ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏറ്റവും കൃത്യമായിട്ട് എഴുതുന്നത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിക്കുക എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ത് ഓഫ് എ ഇയർ നോട്ട് ഹാവിംഗ് 31 days. സോ 31 days ഉള്ളത് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നു. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. ക്ലാസ് ടൈമിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു 31 days ഉള്ളത് എങ്ങനെയാണ് കൈ കൊണ്ട് കണ്ടുപിടിക്കുന്നതെന്ന്. ഓക്കെ, then all the subsets of following sets. So ഒരു സെറ്റ് തന്നിട്ട് അതിന്റെ സബ്സെറ്റ് ചോദിക്കാറുണ്ട്. Where do we start from? We always start from the empty set. ഈ empty set എഴുതാതെ ഒരു സെറ്റ് സ്റ്റാർട്ട് ചെയ്യരുത്. empty set 5 എഴുതാതെ ഒരു സെറ്റിന്റെ സബ്സെറ്റ് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, then we have this set A, സിംഗിൾട്ടൺ സെറ്റ് എ. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റിന്റെ സബ്സെറ്റ്സ്. എ ബിയുടെ എഴുതാലോ, സെറ്റ് എ ബിയുടെ എഴുതാലോ. 5 സെറ്റ് എ, സെറ്റ് ബി ആൻഡ് സെറ്റ് എ ബി. ഇത്രയാണ് സെറ്റ് എ ബിയുടെ. അതുപോലെ സെറ്റ് 1, 2, 3 എഴുതാം. ആൻഡ് 5യുടെ സബ്സെറ്റ് ഏതായിരിക്കും? 5യുടെ സബ്സെറ്റ് ഈസ് ദ ഓൺലി സെറ്റ് 5. You can write either like this or like this. Don't write both. ഇങ്ങനെ എഴുതി വെക്കരുത്. അത് ഞാൻ ക്ലാസ് ടൈമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇങ്ങനെ എഴുതി വെക്കരുത്. either this one or this one. empty സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഒന്നെങ്കിൽ 5 അല്ലെങ്കിൽ സെറ്റ് നൊട്ടേഷൻ without anything inside that. ഓക്കെ, ഇങ്ങനെ മാത്രമേ എഴുതാവുള്ളൂ to denote the empty set. Then next question, ഇന്റർവെൽസ് ആയിട്ട് എഴുതുന്ന ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. നോക്കിക്കേ, ഈസി ആയിട്ട് എഴുതാം. -4, 6. ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ, ഇവിടെ ഓപ്പൺ ഇന്റർവെൽ. കാരണം എന്താ? ലെസ് ദാൻ ആണെങ്കിൽ ഓപ്പൺ ഇന്റർവെൽ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ക്ലോസ്ഡ് ഇന്റർവെൽ. അതേപോലെ ബാക്കി ക്വസ്റ്റ്യൻസും ഈക്വൽ ടു അടിയിലുണ്ടെങ്കിൽ മാത്രം ക്ലോസ്ഡ് ഇന്റർവെൽ. സോ ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. സിമിലർലി സെറ്റ് ബിൽഡർ ഫോമില് ഈ തന്നിരിക്കുന്ന സാധനം ഇതേപോലെ തിരിച്ചെഴുതുക. എക്സ് ഓഫ് ഓൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ക്യാപിറ്റൽ ആർ. ഓക്കെ, ഇതിൽ ക്യാപിറ്റൽ ആർ ഉണ്ട്. ഇത് സെക്കൻഡ് ചാപ്റ്ററിലും വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. സെക്കൻഡ് ചാപ്റ്ററിൽ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഒക്കെ എഴുതാൻ നേരം നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. എന്താണ് സെറ്റ് ഓഫ് ഓൾ ക്യാപിറ്റൽ ആർ? ക്യാപിറ്റൽ ആർ എന്താണ്?
Capital R is a set of real numbers. Real numbers ആരൊക്കെ പെടും? Real numbers നമ്മുടെ natural number, whole number, integers, rational numbers, irrational numbers, everything പെടുന്നതാണ് real numbers. So decimals കാണും, fractions കാണും, negative numbers കാണും, എല്ലാം കാണും, കുത്തും കോമയും എല്ലാം ഉള്ളതാണ് നമ്മുടെ real numbers. So real numbers-നെ മാത്രമേ നമ്മൾ ഇങ്ങനെ ഇന്റർവൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുള്ളൂ. യെസ്, ചാപ്റ്റർ 6 പഠിച്ചപ്പോഴും ശ്രദ്ധിച്ചാണ്, ചാപ്റ്റർ 2 പഠിച്ചപ്പോഴും ശ്രദ്ധിച്ചാണ്. നമ്മൾ ഒരിക്കലും സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് 1 2 3 ഇതിനെ ഒരിക്കലും ഇന്റർവൽ ആയിട്ട് എഴുതില്ല. വി ഡോണ്ട് റൈറ്റ് ഇറ്റ് ആസ് ഇന്റർവൽ. ഇങ്ങനെ ക്ലോസ്ഡ് ഇന്റർവൽ, ഓപ്പൺ ഇന്റർവൽ ആയിട്ട് എഴുതില്ല. റിയൽ നമ്പേഴ്സിന് മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എക്സാമിന് ഡൊമൈൻ ആൻഡ് റേഞ്ച് സെക്കൻഡ് ചാപ്റ്ററിൽ എഴുതുമ്പോൾ ഈ ഒരു നൊട്ടേഷൻ ലൈക്ക് മൈനസ് ഇൻഫിനിറ്റി 2 + 2 മൈനസ് ഇൻഫിനിറ്റി ഓപ്പൺ ഇന്റർവൽ മൈനസ് ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഇന്റർവൽ +2 ഇത് കൊടുക്കുമ്പോൾ ഒരിക്കലും natural numbers-നോ rational numbers-നോ integers-നോ കൊടുക്കരുത്. We use this notation only for the set of real numbers. Real numbers-ൽ മാത്രമേ ഇതിന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസ്, ഇതിന്റെ അർത്ഥം എന്താ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെയുള്ള ഇൻക്ലൂഡിംഗ് 2 വരെയുള്ള എല്ലാ നമ്പേഴ്സും എന്ന് പറയണമെങ്കിൽ it should be a rational number, sorry, a real number. It should be a real number. So മൈനസ് ഇൻഫിനിറ്റിയുടെയും 2-ന്റെ ഇടയ്ക്കുള്ള എല്ലാ നമ്പേഴ്സും എന്ന് പറയണമെങ്കിൽ it's a real number. So only for a real number we use this notation. ബാക്കി എല്ലാത്തിനും നമ്മൾ കോമ ഇട്ട് എലമെന്റ്സ് അങ്ങോട്ട് എഴുതുകയാണ്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോണം. ഡൊമൈൻ റേഞ്ച് ചോദിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സോ ഇതിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയാം, either as equation or as sentence. Then A union B, A complement. So എങ്ങനെയാ കാണുന്നത്? A തന്നിട്ടുണ്ട്. What is A complement? A complement എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഏതിൽ നിന്നാണ് കുറയ്ക്കണ്ടേ? യുവിൽ നിന്നാണ് A കുറയ്ക്കണ്ടേ. അതായത് എന്താണ്, യുവിലുള്ള എയിലില്ലാത്ത എല്ലാം അല്ലെ, എയിലില്ലാത്ത എയിൽ 2 4 6 8 ഉണ്ട്. സോ 1 to 8 വരെയുള്ള നമ്പേഴ്സിൽ 2 4 6 8 അല്ലാത്ത ബാക്കിയില്ല. സിമിലർലി ബി കോംപ്ലിമെന്റും അങ്ങനെ തന്നെ കണ്ടുപിടിക്കും. ആൻഡ് വി നോ ഹൗ ടു ഫൈൻഡ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ത് വരും നോക്കിക്കഴിഞ്ഞാൽ തന്നെ പറയാം, സെറ്റ് 2 4 6 8 ആയിരിക്കും എ യൂണിയൻ ബി. ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റ് തന്നെ വരും. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ആൻഡ് ഇത് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സിമ്പിൾ ആണല്ലോ. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് വെരി ഈസി. സോ മെനി കോൺസെപ്റ്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ, ബട്ട് ദിസ് ഇസ് ഈസിയർ ഫോർ യു, റൈറ്റ്? യൂണിയൻ എടുക്കാൻ അറിയാം, കോംപ്ലിമെന്റ് എടുക്കാൻ അറിയാം. Always complement is subtracted. Like to find the complement, we subtract the set from the universal set. Universal set എന്ന് മാത്രമേ subtract ചെയ്യാവുള്ളൂ. Then A complement whole complement, that's the result. A complement whole complement എന്ന് പറയുന്നത് എന്തായിരിക്കും? A തന്നെയായിരിക്കും. We know that result. എന്താണ് A complement എന്ന് പറയുമ്പോൾ എയിൽ ഇല്ലാത്ത യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാം, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ again we get the same thing. 1 2 3 4 and B minus C whole complement. B minus C എങ്ങനെ ചെയ്യുന്നത് ഞാൻ അന്ന് പറഞ്ഞു തന്നായിരുന്നു. B minus C, yes, this is a set B and this is a set C. So B minus C ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? Direct subtraction. നോക്കിയേ, 2 minus ഒന്നുമില്ല, so 2 ഉണ്ട്. 4 minus 4 0, 6 minus 6 0, 8 minus ഒന്നുമില്ല. സബ്ട്രാക്ട് ചെയ്യുന്ന ഓർക്കുന്നുണ്ടോ? ഡയറക്ട്ലി നമ്മൾ ബിയിൽ നിന്നും സിയിലെ എലിമെന്റ്സിനെ സബ്ട്രാക്ട് ചെയ്യുക. സോ ഇവിടെ 2 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല, 2 ഇല്ല, വി ഡോണ്ട് ഹാവ് 2. സോ വി ഡോണ്ട് സബ്ട്രാക്ട്, വി റൈറ്റ് ഡയറക്ട്ലി 2. 2ൽ നിന്ന് ഒന്നും സബ്ട്രാക്ട് ഇല്ലാത്തപ്പോൾ വി ഗെറ്റ് 2. 4ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യാം? ഇവിടെ 4 ഉണ്ട്, 4 സബ്ട്രാക്ട് ചെയ്തു. ഇനി 6ൽ നിന്ന് എന്ത് ചെയ്യാം? ബിയിലെ 6ൽ നിന്ന് സിയിലെ 6നെ സബ്ട്രാക്ട് ചെയ്തു, വി ഗോട്ട് 0, there is nothing. ഇനി 8ൽ നിന്നും ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനൊന്നുമില്ല, സോ വി റോട്ട് 8. ഇങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പഠിച്ചതാണ്. Now appropriate Venn diagram. Okay, A union B whole complement and A complement intersection B complement. Yes, A complement intersection B complement. Okay, so we know that as per De Morgan's law. So should I give a warning? Okay, A complement intersection B complement is equal to A union B whole complement ആണ് എന്ന് നമുക്ക് De Morgan's law വഴി അറിയാം. സോ രണ്ടിനും എന്തായിരിക്കും? സെയിം വെൻ ഡയഗ്രാം ആയിരിക്കും. എങ്ങനെയാണ് വരയ്ക്കുന്നത്? യൂണിവേഴ്സൽ സെറ്റ് ആണ്. ആൻഡ് ദിസ് ഇസ് എ സെറ്റ് A, this is a set B. Now we have A union B, A and B. A union B എന്ന് പറയുമ്പോൾ എന്ത് വരും? എയിലുള്ള എല്ലാ എലമെന്റ്സും വരും, ബിയിലുള്ള എല്ലാ എലമെന്റ്സും വരും. അവർക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും A യൂണിയൻ ബിയിൽ വരും. ഇനി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും A യൂണിയൻ ബി അല്ലാത്ത ബാക്കിയെല്ലാം കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് ഇസ് ദ നോട്ട്. യെസ്, പ്രോബബിലിറ്റി ചാപ്റ്ററിൽ വരുന്നതാണ്. നോട്ട് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ആയിരിക്കും. സോ ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്നതായിരിക്കും എന്ത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ആൻഡ്
Second one, A union B whole complement ഉണ്ട്. Now, second one, A complement intersection B complement. ഇത് കാണുമ്പോൾ ഒരിക്കലും വെൻ ഡയഗ്രാം വരച്ചിട്ട് A വരച്ചിട്ട് അതിന്റെ കോംപ്ലിമെന്റ് വരച്ചിട്ട് B വരച്ചിട്ട് അതിന്റെ കോംപ്ലിമെന്റ് വരച്ചിട്ട് ചെയ്യരുത്. We have the same graph for this equation as well. എന്താ? As per De Morgan's law, A union B whole complement is equal to A complement intersection B complement. So we get the same graph. വെറുതെ ആവശ്യമില്ലാത്തൊന്നും വരച്ച് complicated ആക്കരുത്. Then that was the these were the main topics from the first chapter. First chapter ഭയങ്കര സിമ്പിൾ ആണ് അല്ലേ? ഫസ്റ്റ് ചാപ്റ്റർ ഭയങ്കര സിമ്പിൾ ആണ്. അതിനകത്ത് കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. And that's easy for you. Then we have relations and functions. Relations and functions relations easy. Functions വരുമ്പോഴാണ് പലരും തെറ്റിച്ച്. ഞാൻ അന്ന് നമ്മുടെ ജെന്നി ബാച്ചിന്റെ ജെന്നിയുടെ എക്സാം ഇട്ടപ്പം എനിക്ക് നിങ്ങളുടെ പേപ്പേഴ്സ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായ കാര്യം അതാണ്. ഈ ഫംഗ്ഷൻസ് വരുമ്പോഴാണ് പലർക്കും ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുന്നത്, എവിടെയാണ് എന്താണ് യൂസ് ചെയ്യേണ്ടതുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് കാണാം. യെസ്, ആ സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് നമ്മൾ എന്തൊക്കെ കണ്ടു? ഓർഡേർഡ് പെയർസ് കണ്ടു. ഓർഡേർഡ് പെയർസ്, ഓർഡേർഡ്, ഇറ്റ്സ് ഓർഡേർഡ്, ഓർഡർ ഉണ്ട്, തോന്നിയ പോലല്ല, ഇൻ എ പെർട്ടിക്കുലർ ഓർഡർ വി ആർ റൈറ്റിംഗ് ദാറ്റ്. ആൻഡ് ടു സെറ്റ്സ് ഉണ്ടായിരിക്കും. സോ ഇൻ ദ ഓർഡേർഡ് പെയർ, in the ordered pair there are two elements from two sets. First element from the first set and second element from the second set. അതായിരിക്കും ഓർഡേർഡ് പെയറിലുള്ളത്. ഇനി ഓർഡേർഡ് പെയർ വെച്ചിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താ? P cross Q. സോ P cross Q എന്ന് പറയുന്ന ഓരോ എലമെന്റ്സിനും നമ്മൾ പെയർ ചെയ്തിട്ടുള്ള ഓർഡേർഡ് പെയർ ആയിരിക്കും. ഓരോ ഓർഡേർഡ് പെയറിന്റെ കളക്ഷൻ ആയിരിക്കും ഫ്രം ദ സെറ്റ് P ആൻഡ് ഫ്രം ദ സെറ്റ് Q. അതാണ് നമ്മുടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. പിന്നെ എപ്പോഴാണ് ടു ഓർഡേർഡ് പെയർസ് ആർ ഈക്വൽ? ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ഉള്ളതാണ്. രണ്ട് ഓർഡേർഡ് പെയർസ് ഈക്വൽ ആകുമ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സോ കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് സെക്കൻഡ് എലമെന്റ്സ് ആർ ഈക്വൽ. പിന്നെ എന്ത് കണ്ടു? എയിൽ P എലമെന്റ്സും ബിയിൽ Q എലമെന്റ്സും ആണെങ്കിൽ A ക്രോസ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? PQ എലമെന്റ്സ് ഉണ്ട്. P into Q നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഇതും കണ്ടതാണ്. പിന്നെ എന്ത് കണ്ടു? ഓർഡർ ട്രിപ്ലെറ്റ്. സോ ഓർഡർ ട്രിപ്ലെറ്റ് എഴുതാനുള്ള ഈസിയസ്റ്റ് മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? എങ്ങനെയായിരിക്കും? ഇപ്പൊ സെറ്റ് P is equal to പ്രോബ്ലം വരുന്നുണ്ട്, അപ്പൊ ഞാൻ കാണിച്ചു തരാം. യെസ്, ആ പ്രോബ്ലത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിഫോർ ദാറ്റ് റിലേഷൻ എന്താണ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആണ്. പ്രൊവൈഡഡ് എ സ്പെസിഫിക് ക്രൈറ്റീരിയ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈച്ച് എലമെന്റ്സ് തമ്മിലും എന്തായിരിക്കും? ഓർഡേർഡ് പെയർ ഫോം ചെയ്യും. ബട്ട് ഫോർ എ റിലേഷൻ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ പറയും. കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും, അത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെക്കാളും ചെറുതായിരിക്കും. സോ ഒരു സ്പെസിഫിക് ക്രൈറ്റീരിയ പറയും. ആ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും നമ്മൾ റിലേഷൻ ഉണ്ടാക്കുന്നത്. സോ ഇറ്റ് വിൽ ബി ആൻ ഇക്വേഷൻ ഓർ കൈൻഡ് ഓഫ് റിലേഷൻ, ഫാദർ മദർ റിലേഷൻ, എനി കൈൻഡ് ഓഫ് റിലേഷൻ that will be provided. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. അതിനു മുൻപേ representation of relation. Yes, relation എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്നത്? algebraic form and visual form. So algebraic form ഏതൊക്കെ ഉണ്ടായിരുന്നത്? set builder, again set builder form and roster form. Okay. By the way, ഇന്ന് സൂം മീറ്റിംഗിലുള്ള കാര്യങ്ങൾക്ക് സിവിൻ സർ റിപ്ലൈ തരും, ലൈക്ക് ആസ് കമന്റ് റിപ്ലൈ തരും. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് വൈസ് ഡൗട്ട് ആണെങ്കിൽ ഓൾസോ യു ക്യാൻ ടൈപ്പ് and അപ്പോൾ സാറിനോട് പറഞ്ഞോളൂ. ഓക്കെ ഫൈൻ. യെസ്, algebraic and visual. Algebraic representation and visual representation. Algebraic we have set builder form and roster form, and visual we have the arrow diagram. So arrow diagram is very important. അപ്പോൾ ഇതാണ് ഒരു arrow diagramത്തിന്റെ സാമ്പിൾ എക്സാമ്പിൾ. സെറ്റ് A ആൻഡ് സെറ്റ് B ഉണ്ട്. സോ അവിടെ നിന്നും ഈച്ച് എലമെന്റിൽ നിന്നും റിലേഷൻ ആണെങ്കിൽ എല്ലാ എലമെന്റിലേക്കും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, യെസ്, റിലേഷൻ ആണെങ്കിൽ നിർബന്ധമൊന്നുമില്ല. ബട്ട് ഇഫ് ഇറ്റ്സ് എ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, ഓരോ എലമെന്റിൽ നിന്നും 1ൽ നിന്ന് എയിലേക്കാണ്, 1ൽ നിന്ന് ബിയിലേക്കാണ്, 2ൽ നിന്ന് A ആൻഡ് B, 3ൽ നിന്നും A ആൻഡ് B. ബട്ട് ഫോർ എ റിലേഷൻ സ്പെസിഫിക് ക്രൈറ്റീരിയ വരും. ആ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഓരോ സെറ്റിൽ നിന്നും ഫസ്റ്റ് സെറ്റിൽ നിന്നും സെക്കൻഡ് സെറ്റിലേക്ക് എന്തുള്ളത്? റിലേഷൻ ഉള്ളത്. ആൻഡ് എഗെയിൻ എന്താണ്? യെസ്, ഞാൻ കുറച്ച് സ്ലോ ആക്കി പറയുമോ? യെസ്, അതുൽ കൃഷ്ണ ക്ലാസ്സിലുള്ളതായിരുന്നു. നമ്മളിത് മാരത്തോൺ ആണ്, നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അതാണ് നമ്മൾ ഈ ഒരു സ്പീഡിൽ പറയുന്നത്. നമ്മൾ എന്താണ്, നമ്മൾ 3 മണിക്കൂർ നമ്മൾ 7 ചാപ്റ്റർ തീർക്കേണ്ടതാണ്. ആൻഡ് ഇഫ് യു ആർ നോട്ട് സ്റ്റഡിങ് ഇൻ 90+ ഹൈബ്രിഡ് ലൈവ് ഡെയിലി ട്യൂഷൻ, നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ് യു ക്യാൻ ജോയിൻ. ആൻഡ് ലൈക്ക് മോനെ ഒരു കാര്യം ചെയ്യുമോ? എന്തിപ്പോൾ പറയാം? യെസ്, 3 hours ക്ലാസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പീഡിൽ പറയുന്നത്. ലൈക്ക് ഓൾറെഡി ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്ക്, അല്ലാത്തവർക്കും ഈസി ആയിട്ട് പഠിക്കാം. ലൈക്ക് ഓൾറെഡി പഠിച്ചതാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് പോകാം. ബാക്കി നമ്മളിത് പലതവണയായിട്ട് ക്ലാസ്സിൽ കണ്ടതാണ്, റിവിഷനായിട്ടും മാരത്തോൺ ആയിട്ടും പലതവണ കണ്ടത് കൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത്. ഓക്കെ, സോ എന്താ പറഞ്ഞിരുന്നത്? ഫസ്റ്റ്
ഫസ്റ്റ് സെറ്റിലെ എലിമെന്റ്സിനെ പ്രീ ഇമേജ് എന്ന് വിളിക്കും. പ്രീ ഇമേജ്, ദാറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് ദിസ് വൺ ഇസ് ദ ഇമേജ്. അതായത് 1ന്റെ ഇമേജ് ആണ് ബി. ഓക്കെ, ഫസ്റ്റ് സെറ്റിലെ 1ന്റെ ഇമേജ് ആണ് സെക്കൻഡ് സെറ്റിലെ ബി, ആൻഡ് ബിയുടെ പ്രീ ഇമേജ് ആയിരിക്കും 1. സോ നമ്മൾ എന്താണ്, ജസ്റ്റ് ഒരു കണ്ണാടി പോലെ ഫസ്റ്റ് സെറ്റിലിന്റെ റിഫ്ലക്ഷൻ, കണ്ണാടിയിൽ കാണുന്ന റിഫ്ലക്ഷൻ ആയിരിക്കും. എക്സാക്ട്ലി റിഫ്ലക്ഷൻ അല്ല, അപ്പുറത്തെ സൈഡിലുള്ള മിററിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ഇമേജ് എന്ന കോൺസെപ്റ്റ്. സോ 1ൽ നിന്നും ആരോടാണോ കണക്റ്റഡ്, ബിയിലേക്കാണ് കണക്റ്റഡ്. സോ ബി ഇസ് ദ ഇമേജ് ഓഫ് 1 and 1 is the pre-image of B. Similarly for the other elements too, 2A and 3B. Pre-image and image. That's not much important. But functions are really important. So every function, the relation f from a set A to a set B is said to be a function if every element of set A has one and only one image in set B. ഈ ഒരു സെന്റൻസിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ? Every element has one and only one image in set B. ഇത് പലരും ഈ ഒരു കോൺസെപ്റ്റ് എന്താണ് അങ്ങോട്ട് തലയിൽ കയറാൻ ബുദ്ധിമുട്ടുള്ളതാണ്. സോ അതും നമ്മൾ ക്ലാസ്സിൽ ഈസി ആയിട്ട് സിമ്പിൾ ട്രിക്ക് വഴി പഠിപ്പിച്ചു തന്നിരുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ ട്രിക്ക് എന്താണ് എന്നൊന്നുകൂടെ നമുക്ക് റിഫ്രഷ് ചെയ്യാം. സോ ഫംഗ്ഷൻസ് കണ്ടു, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഉണ്ട്, റിയൽ ഫംഗ്ഷൻ ഉണ്ട്. സോ ഡൊമൈനും റേഞ്ചും എന്താണ്? യെസ്, ഫംഗ്ഷൻ ഹാസ് either R or one of its subsets as its range is called real valued function. ഡൊമൈനും റേഞ്ചും സബ്സെറ്റ് ആണെങ്കിൽ, ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് റിയൽ ഫംഗ്ഷൻ. ആൻഡ് റേഞ്ച് മാത്രമേ റിയൽ ആയിട്ടുള്ളതെങ്കിൽ ഇറ്റ്സ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. സോ എക്സ് എന്ന് പറഞ്ഞാൽ യെസ്, നമ്മൾ ഡൊമൈനും റേഞ്ചും കോൺസെപ്റ്റ് ഉണ്ടായിരുന്നല്ലേ? വെയിറ്റ്, യെസ്, ഡൊമൈൻ ആൻഡ് റേഞ്ച്. എന്താണ് ഡൊമൈൻ ആൻഡ് റേഞ്ച്? ഓക്കെ, നമ്മുടെ സെറ്റ് തരുമ്പോൾ എല്ലാ എലിമെന്റ്സും ഒരിക്കലും ഡൊമൈൻ ആൻഡ് റേഞ്ച് അല്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. യെസ്, വി ഹാവ് എ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദാറ്റ്. ആൻഡ് അപ്പോൾ അതിനു മുൻപേ നമ്മളിപ്പോൾ തിയറി പോർഷൻസ് ജസ്റ്റ് നോക്കുകയാണ്. പ്രോബ്ലത്തിൽ ഇതെല്ലാം ചേർത്ത് നമ്മൾ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. സോ ഒന്നുകൂടെ നമുക്ക് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഡൊമൈൻ ആൻഡ് റേഞ്ച്, ക്ലിയർ ഡെഫിനിഷൻ. മെയിൻ ഗ്രാഫ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ്, എസ്പെഷ്യലി മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്, ദെൻ സിഗ്നം ഫംഗ്ഷൻ ആൻഡ് വൺ മോർ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഇതിനെല്ലാം ഗ്രാഫ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് മനസ്സിലാക്കാതെ പോകരുത്, എസ്പെഷ്യലി മോഡുലസ് ഫംഗ്ഷൻ. എക്സാക്ട്ലി മോഡെക്സ് അല്ലാതെ ബാക്കി ഇതിനെ തന്നെ പല ഫോമിലാക്കി. മോഡ് ഓഫ് എക്സ് മൈനസ് 1, മോഡ് ഓഫ് എക്സ് പ്ലസ് 1, മൈനസ് ഓഫ് മോഡ് എക്സ്, ഇങ്ങനെ പല വേർഷനിലായിട്ട് ചോദിക്കും. സോ മോഡുലസ് ഗ്രാഫ് വൃത്തിയായിട്ട് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോലും നമ്മുടെ ക്യാപ്സ്യൂളിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നമ്മൾ പലതവണ ക്ലാസ്സിൽ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ ആ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് മിസ്സാക്കരുത്. മോഡുലസ് ഫംഗ്ഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്, അത് പഠിക്കാതെ പോകരുത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതിന് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത്. ഡൊമൈൻ ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആൻഡ് റേഞ്ചും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. കാരണം ഓരോ എക്സിനും എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഉണ്ട്. ലൈക്ക് എക്സിന്റെ ഓരോ വാല്യൂവിനും നോക്കിക്കഴിഞ്ഞാൽ -∞ to +∞ ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. എക്സ് ആക്സിസിൽ കിടക്കുന്ന വാല്യൂസ് അങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ഇങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ദാറ്റ്സ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അതിലെ ഓരോ എലിമെന്റിനും എന്തുണ്ട്? ഗ്രാഫ് ഉണ്ട് അല്ലേ? എക്സിലെ ഓരോ വാല്യൂനും വൈയിൽ വാല്യൂ ഉണ്ട്. സോ റേഞ്ച് ഇസ് ഓൾസോ ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. നെക്സ്റ്റ് വി ഹാവ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്താണ്? ഡൊമൈൻ -∞ to +∞. അഗൈൻ -∞ to +∞ വരെ എക്സിന്റെ വാല്യൂ ഉണ്ട്. നോക്കിക്കേ, ആ സൈഡ് തൊട്ട് ഈ സൈഡ് വരെ ഉണ്ട്. ബട്ട് വൈയുടെ വാല്യൂ എന്തായിരിക്കും? ഏത് വാല്യൂ, എക്സിന് ഏത് വാല്യൂ വന്നാലും വൈയുടെ വാല്യൂ ഇസ് എ കോൺസ്റ്റന്റ്. ഇവിടെ 3.5 ഐ തിങ്ക് സോ. സോ വൈ എക്സിന് ഏത് വാല്യൂ എടുത്താലും വൈയുടെ വാല്യൂ വരുന്നത് ഇസ് എ കോൺസ്റ്റന്റ്, പെർട്ടിക്കുലർ കോൺസ്റ്റന്റ്. സോ ഫോർ എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ദ റേഞ്ച് ഈസ് ദ സെറ്റ് സി. സി എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി 2, 3, 2.5 എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. ഓക്കെ, ദെൻ വി ഹാവ് പോളിനോമിയൽ ഫംഗ്ഷൻ. സോ ഒരു ഗ്രാഫ് തരും, അതിന്റെ എക്സ് വാല്യൂവിന് അനുസരിച്ച് ഇപ്പം എക്സ് ക്യൂബ് ചോദിച്ചിരുന്നെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു ഒരു ഫംഗ്ഷൻ തന്നു. യെസ്, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, എഫിൽ ലൈക്ക് എക്സിൽ എഫ് ഓഫ് എക്സ്, ഫംഗ്ഷൻ ഓഫ് എക്സ്, എഫ് ഓഫ് അല്ലെങ്കിൽ ജി ഓഫ് എന്ന് കാണുന്നതെല്ലാം എന്തായിരിക്കും? ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫംഗ്ഷനാണ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെ കാണുമ്പോഴേ വിചാരിക്കുക ഇറ്റ്സ് എ ഫംഗ്ഷൻ. നമ്മൾ റിലേഷനിൽ ഒരിക്കലും അങ്ങനെ ഡിനോട്ട് ചെയ്യാറില്ല. റിലേഷൻ ഫ്രം എ സെറ്റ് എ ടു ബി അങ്ങനെ ഡിനോട്ട് ചെയ്യുള്ളൂ. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, എച്ച് ഓഫ് എക്സ്, ഇങ്ങനെ എല്ലാം കണ്ടാൽ അതെന്തായിരിക്കും? ഇറ്റ്സ് എ ഫംഗ്ഷൻ. ആൻഡ് നൗ ഈ എക്സിന് പല വാല്യൂസ് 0, -1, 1, നെഗറ്റീവ് വാല്യൂസ്, പോസിറ്റീവ് വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് വി ഗെറ്റ് എ ഗ്രാഫ്. ഐ തിങ്ക് ഫോർ എക്സ് ക്യൂബ് ദ ഗ്രാഫ് ഇസ് ലൈക്ക് ദിസ്. യാ, ഇത് നമ്മൾ ക്ലാസ് ചെയ്യിച്ചിട്ടുള്ളതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന് വരുന്ന ഗ്രാഫ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. ആൻഡ് വി ഹാവ് മെൻഷൻ വൺ മോർ തിങ് ടു.
only for a linear function. Linear എന്താ? x ന്റെ പവർ 1 ആണെങ്കിൽ highest power of x is 1. linear function ആണെങ്കിൽ മാത്രം straight line, we get a straight line. For every other graphs we get a curved line. straight line ഒരിക്കലും വരച്ചു വെക്കരുത്. ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻ അല്ലെങ്കിൽ ലീനിയർ ഇക്വേഷന് മാത്രമേ, ലീനിയർ ഫംഗ്ഷന് മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? സ്ട്രെയിറ്റ് ലൈൻ കിട്ടത്തുള്ളൂ. വേറെ ഒന്നിനും സ്ട്രെയിറ്റ് ലൈൻ ചാപ്റ്ററിൽ ഓർക്കുന്നില്ലേ? y is equal to mx plus c, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നെവർ എവർ വി ഹാവ് ടോക്ഡ് അബൌട്ട് x സ്ക്വയർ ഓർ x ക്യൂബ്. അങ്ങനെ x ന്റെ വേറെ പവേഴ്സ് ഒന്നും സംസാരിക്കില്ല. സോ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഓൺലി ഫോർ ലീനിയർ ഇക്വേഷൻ. അപ്പൊ x സ്ക്വയറിന്റെ x ക്യൂബിന്റെ ഒക്കെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒരിക്കലും പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് വരയ്ക്കരുത്. യൂസ് കർവ്ഡ് ലൈൻ ഓൺലി. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. പിന്നെ കണ്ടത് റാഷണൽ ഫംഗ്ഷൻ. ന്യൂമറേറ്ററിൽ ഒരു ഫംഗ്ഷൻ കാണും, ഡിനോമിനേറ്ററിൽ ഒരു ഫംഗ്ഷൻ കാണും. അപ്പോൾ റാഷണൽ ഫംഗ്ഷന് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ കാണാം. ബട്ട് ബിഫോർ ദാറ്റ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, മോഡുലസ് ഫംഗ്ഷൻ. സോ മോഡുലസ് ഫംഗ്ഷൻ എങ്ങനെയാണ്? മോഡ് എക്സ് എന്ത് വാല്യൂ വന്നാലും അതിന്റെ പോസിറ്റീവ്. -2 എടുത്താൽ അതിന്റെ വാല്യൂ മോഡുലസ് ഓഫ് -2 is 2. +2 എടുത്താൽ അതിന്റെ വാല്യൂ ഇസ് ഓൾസോ 2. സോ എനി വാല്യൂ എടുത്താൽ അതിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും പുറത്തോട്ട് വരുന്നത്. ആൻഡ് ഈ മോഡുലസിന്റെ പുറത്തൊരു മൈനസ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? യെസ്, ഇതെല്ലാം മൈനസ് ആകും. വൈ? ബിക്കോസ് മോഡുലസിന്റെ അകത്തുള്ളത് മാത്രമേ എന്താവുള്ളൂ? പോസിറ്റീവ് ആവുള്ളൂ. പുറത്ത് കിടക്കുന്ന ഏത് സിമ്പിൾ ആണോ ആ സിമ്പിള് ബാക്കിയുള്ള എല്ലാത്തിനും ബാധകമാണ്. സോ മോഡുലസ് ഓഫ് -x എക്സ് ആണ്, മോഡുലസ് ഓഫ് +x എക്സ് ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? f of x is equal to x for x greater than or equal to 0. 0യ്ക്കും പോസിറ്റീവ് വാല്യൂസും എല്ലാം അത് തന്നെയാണ്. നോക്കിക്കേ, 2 ആണെങ്കിൽ എന്താണ്? 2 ആണെങ്കിൽ 2 തന്നെ, 1 ആണെങ്കിൽ 1 തന്നെ, 0 ആണെങ്കിൽ 0 തന്നെ. ബട്ട് x ലെസ് ദാൻ 0, -1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? +1 ആവും. -2 ആണെങ്കിൽ എന്ത് സംഭവിക്കും? +2 ആവും. സോ അതിന്റെ നെഗറ്റീവ് എടുക്കും. സോ we can represent the modulus function like this as well. അതിന്റെ കോൺസെപ്റ്റ് അത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. സോ ജസ്റ്റ് റിഫ്രഷിംഗ് ദാറ്റ്. ഓക്കെ, ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ജസ്റ്റ് മോഡ് എക്സിന്റെ ഗ്രാഫ് ആണ് ഇത്. നോക്കിക്കേ, ഏത് വാല്യൂ എടുത്താലും വി ഗെറ്റ് ദ പോസിറ്റീവ് വാല്യൂസ് ഔട്ട്പുട്ട്. നെഗറ്റീവ് സൈഡിലോട്ട്, വൈയുടെ സൈഡിലോട്ട് താഴോട്ട് പോയിട്ടുണ്ടോ ഗ്രാഫ്? ഒരിക്കലും പോയിട്ടില്ല, എല്ലാം മുകളിലോട്ടാണ്. വിച്ച് മീൻസ് വി ഹാവ് ഓൺലി പോസിറ്റീവ് വാല്യൂസ് ഫോർ മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസിന്റെ പുറത്ത് മൈനസ് സൈൻ ഉണ്ടെങ്കിൽ അത് പ്രത്യേക സൈഡിൽ ബാധിക്കും. ബട്ട് ഓൺലി ഫോർ ദ മോഡുലസ് ഫംഗ്ഷൻ വി ഗെറ്റ് പോസിറ്റീവ് വാല്യൂസ് ഓൺലി. ദെൻ പിന്നെ കണ്ടത് സിഗ്നം ഫംഗ്ഷൻ ഓർ സൈൻ ഫംഗ്ഷൻ. സിഗ്നത്തിന്റെ വേറൊരു പേരാണ് സൈൻ ഫംഗ്ഷൻ. സൈൻ നമുക്കറിയാം, സൈൻ എന്താ? പോസിറ്റീവ് സൈൻ ഓർ നെഗറ്റീവ് സൈൻ. 0യ്ക്ക് പ്രത്യേക സൈൻ ഇല്ല, 0 തന്നെ. സോ എനി വാല്യൂസ് x greater than 0 എന്ന് പറഞ്ഞ് ഏത് പോസിറ്റീവ് വാല്യൂ എടുത്താലും അതിന്റെ സൈൻ എന്തായിരിക്കും? സിഗ്നം ഫംഗ്ഷൻ ആയിരിക്കും, +1 ആയിരിക്കും. അതേപോലെ ഏത് നെഗറ്റീവ് വാല്യൂ എടുത്താലും അതിന്റെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും, മൈനസ് സൈൻ ആയിരിക്കും. സോ സിഗ്നം ഫംഗ്ഷൻ -1 ആയിരിക്കും. ഇനി 0 ആണെങ്കിൽ 0 തന്നെ. സോ അതിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? ദിസ് ഇസ് ദ ഗ്രാഫ്. നോക്കിക്കേ, ഡൊമൈൻ വന്നത് എക്സിന് ഏത് വാല്യൂ എടുക്കാം, ഏത് വാല്യൂ വേണം എടുക്കാം? -∞ to +∞, which means the set of real numbers. Now range എങ്ങനെയാ വരുന്നത്? പോസിറ്റീവ് വാല്യൂസിനെല്ലാം 1, നെഗറ്റീവ് വാല്യൂസിനെല്ലാം -1, 0യ്ക്ക് 0. So this is the range of signal function. Domain and range of signal function is also important. The graph is also important. ഗ്രാഫിൽ നോക്കിക്കേ, 0 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രം എന്താ? 0 എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് ഓപ്പൺ ഇന്റർവൽ. ഓപ്പൺ ഇന്റർവൽ നമ്മൾ എങ്ങനെയാ ഡിനോട്ട് ചെയ്തിരുന്നേ? ഓപ്പൺ ഇന്റർവലിനെ ഡിനോട്ട് ചെയ്തിരുന്നത് ജസ്റ്റ് ബൈ എ സർക്കിൾ. ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ കളർ അടിക്കും. ഓപ്പണിന് O മാത്രം ഉണ്ട്, ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്ത് കളർ അടിക്കും. സോ 0 എന്ന് പറയുന്ന കേസിൽ എക്സിന് 0 വരുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് സൈൻ ഈസ് 0. 0 അവിടെ മാത്രമേ ഉള്ളൂ, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. സോ ദിസ് ഇസ് x is equal to 0. x is equal to 0യിൽ y-യുടെ വാല്യൂ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ഹിയർ ഓൾസോ ഇറ്റ്സ് ഓപ്പൺ ഇന്റർവൽ, ഹിയർ ഓൾസോ ഇറ്റ്സ് ഓപ്പൺ ഇന്റർവൽ. പിന്നെ 0യ്ക്ക് അപ്പുറത്തോട്ട് റൈറ്റ് സൈഡിലോട്ട് പോയി തുടങ്ങുന്നതിന് എല്ലാം 1 ആയിരിക്കും, ലെഫ്റ്റ് സൈഡിലോട്ട് പോയി തുടങ്ങുന്ന എല്ലാത്തിന്റെ സൈന് -1 ആയിരിക്കും. Then we saw greatest integer function. Greatest integer എന്ന് പറഞ്ഞാൽ എന്താ? യെസ്, എല്ലാ ചാപ്റ്ററിന്റെയും മെയിൻ ഇക്വേഷൻസ് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞപ്പോൾ എഴുതിച്ചതാണ്. ആൻഡ് അതൊന്ന് എഴുതി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. മെയിൻ ഇക്വേഷൻസ് ആദ്യത്തെ 5 ചാപ്റ്ററിൽ കുറവാണ് മെയിൻ ഇക്വേഷൻസ്. യെസ്, അപ്പൊ എല്ലാ ചാപ്റ്ററിന്റെ അവസാനം മെയിൻ ഇക്വേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് കൊണ്ട് വിഷമിക്കേണ്ട, കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഡെസിമൽ, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്, ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് നമ്പർ, ബട്ട് അതിനകത്തുള്ള ഏറ്റവും വലിയ ഇന്റിജർ 1.33ക്കകത്ത് എത്ര ഉണ്ട്? ഏറ്റവും വലിയ ഇന്റിജർ ഏതാ? യെസ്, ഇറ്റ് ഈസ് 1.
1.33 അകത്തുള്ള ഏറ്റവും വലിയ ഇന്റിജർ എന്ന് പറയുന്ന 1 ആണ്. സോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 1.33 is 1 and again greatest integer of 1 is 1 itself. സോ ഇതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. നെഗറ്റീവ് നമ്പർ ആണെങ്കിലോ -1.33 ആണെങ്കിലോ it is -2. It is not -1, it is -2. നമുക്കറിയാം നമ്മുടെ നമ്പർ ലൈനിൽ എന്താണ് 0 ഇവിടെ, -1 ഇവിടെ, -2 ഇവിടെ, -1.33 എവിടെയാ? ഇവിടെ വരും -1.33. സോ ഇതിനെക്കാട്ടിലും ചെറുതായിട്ട് ഇതിന്റെ അകത്ത് -1.33യുടെ അകത്തുള്ള ഏറ്റവും വലിയ ഇന്റിജർ എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഓർ വി ക്യാൻ സേ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള ഏത് നമ്പർ എടുത്താലും അതിന്റെ ലെഫ്റ്റിലോട്ടുള്ളതായിരിക്കും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറയുന്നത്. ലെഫ്റ്റിലുള്ള ഫസ്റ്റ് ഇന്റിജർ, ലെഫ്റ്റ് സൈഡ് ഇന്റിജർ ഇസ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. ഓക്കെ, സോ നോക്കിക്കേ 2 ആണെങ്കിലും യെസ് 2 ആണെങ്കിൽ 2, 2ന് താഴെയല്ല 1, യെസ് 1 ആണെങ്കിൽ 1, 1ന് താഴെയെല്ലാം 0, 0 ആണെങ്കിൽ 0, 0ക്ക് താഴെയല്ല -1. സോ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ. ദിസ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ കണ്ടത് ഓൾജിബ്ര ഓഫ് റിയൽ ഫംഗ്ഷൻസ്. മോഡൽ എക്സാമിന് ഇതിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. റിയലി വെരി 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 സിമ്പിൾ. ജസ്റ്റ് രണ്ട് ഫംഗ്ഷൻ തരിക, വി ക്യാൻ ആഡ്, സബ്ട്രാക്ട്, മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ദ ടു ഫംഗ്ഷൻസ്. അത്രേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നാൽ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. സോ യെസ് കോഷ്യന്റും ഉണ്ട് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലർ, ഒരു പോസിറ്റീവ് ഒരു വാല്യൂ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ആ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാം ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എ ഫംഗ്ഷൻ. പിന്നെ എന്തൊക്കെയാണ് യെസ് ഇനി മെയിൻ പ്രോബ്ലംസ് നമുക്ക് കാണാം. അപ്പം സെക്കൻഡ് ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചത്? അധികം ഒന്നുമില്ല. ഓർഡേർഡ് പെയർ, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, റിലേഷൻ, ഫംഗ്ഷൻ കഴിഞ്ഞു. യെസ് റിലേഷനിൽ എന്തൊക്കെയുണ്ട്? റിലേഷനിൽ യെസ് ഓർഡേർഡ് പെയർ ഉണ്ട്, എ ക്രോസ് ബി ആൻഡ് എ ക്രോസ്, ഇപ്പൊ സെറ്റ് പി തരുവാണെങ്കിൽ ഓർഡേർഡ് ട്രിപ്ലെറ്റ് ഉണ്ട്, പി ക്രോസ് പി ക്രോസ് പി ഓർഡേർഡ് ട്രിപ്ലെറ്റ് ഉണ്ട്. ദെൻ റിലേഷനിൽ കണ്ട കാര്യങ്ങൾ ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ, കോഡൊമൈനും ഉണ്ട്. പ്രോബ്ലത്തിൽ ഇപ്പൊ കാണിച്ചു തരാം. Then we saw functions, different kind of functions and a graph, very 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 important graph പഠിക്കാതെ പോകരുത്, especially modulus function, greatest integer function and yes. So ഇത്രയും ഗ്രാഫുകൾ. Now if a cross b is equal to set തന്നിട്ടുണ്ട്, find a and b. a cross b തന്നിട്ടുണ്ടെങ്കിൽ a യും b യും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? a യും b യും കണ്ടുപിടിക്കുന്നത്. We know that in a cross b first elements in the ordered pair are from the first set and second elements in the ordered pair are from the second set. So ordered pair le first elements edukya p and m. First elements p and m from the first set. In the second elements edukya q and r. So set b idayirikkum. This can be asked as a 1 mark question. Namakariya the first element from the first set and second element from the second set. Then ഇത് പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. If the ordered pair or ordered pair തന്നിട്ടുണ്ട് is equal, if the given two ordered pairs are equal, find values of x and y. So എന്താണ് ordered pairs equal ആണെങ്കിൽ corresponding elements are also equal. Corresponding elements ഏതാ? x by 3 plus 1 is equal to 5 by 3 and y minus 2 by 3 is equal to 1 by 3. അതായത് ordered pair corresponding first elements are equal and corresponding second elements are also equal. So ഇത് സോൾവ് ചെയ്യുക, x ന് വൈയുടെ വാല്യൂ കിട്ടുക. Now a cross a ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. -1 1 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? -1നെ കൊണ്ട് -1നെ 1നെ എഴുതണം, പിന്നെ 1 കൊണ്ടും -1നെ 1നെ എഴുതണം. സെറ്റിന്റെ സിമ്പിൾ ഇടാൻ മറക്കരുത്. ഓക്കെ, ദിസ് ഈസ് വെരി സിമ്പിൾ. ഇതും 1 മാർക്ക് ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നൗ p cross p യെസ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ലേ. സോ ഞാനൊരു ട്രിക്ക് പറഞ്ഞത് എന്തായിരുന്നു? ഒരു എലമെന്റ്സ് മിസ്സായി പോകാതിരിക്കാൻ എങ്ങനെയാ പറഞ്ഞു തന്നെ? ഫസ്റ്റ് ടൈം എഴുതുക 1 2 1 2 1 2 1 2 ലൈക്ക് 1 ടൈം എഴുതുക, ഈച്ച് എലമെന്റ് 1 ടൈം എഴുതുക. ഇനി 2 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് എഴുതുക, 1 1 2 2 1 1 2 2 ടുവേർഡ്സ് ദ ലെഫ്റ്റ്. ആദ്യം എഴുതിയത് 1 ടൈം എഴുതിയ സമയം ഓരോ തവണ എഴുതിയതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് ഈ 2 തവണ വെച്ച് എഴുതുക. അതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എത്ര തവണ വെച്ച് എഴുതണം? 4 ടൈംസ് വെച്ചിട്ട് എഴുതുക. ഇതിനിടയ്ക്കെല്ലാം കോമ ഇട്ട് ഓർഡർ ട്രിപ്ലെറ്റിന്റെ സിമ്പലും ഇട്ട് സെറ്റിന്റെ ബിഗിനിങ് എൻഡ് ആയി കഴിഞ്ഞാൽ we have the set of 8 ordered triplets. So ഇതാണ് in the p cross p 1 time 2 time and 4 times 2 raised to 0 2 raised to 1 and 2 elements ഉള്ളതുകൊണ്ട് 2 raised to 0 2 raised to 1 to the left and 2 raised to 2 which is 4 times
to the left side. So ഇതാണ് ഓർഡർ ട്രിപ്ലെറ്റ് ഇതാണുള്ള സിംപ്ലസ്റ്റ് വേ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. Now G cross H and H cross G ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ജെന്നി എക്സാമിന് ഉണ്ടായിരുന്നു. G cross H എഴുതുമ്പോൾ എന്ത് ചെയ്യും? G cross H എഴുതുമ്പോൾ first element in the ordered pair is from G and the second element from the ordered pair is from H. So എങ്ങനെ വരും? 7 5 7 4 7 2 8 5 8 4 8 2. ഇനി H cross G ആവുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് എലിമെന്റിന്റെ ഓർഡർ പെയർ ഏതായിരിക്കും? H ആയിരിക്കും. സോ എങ്ങനെ വരും? 5 7 5 8 4 7 4 8 and 2 7 2 8. So first element from the first set and second element from the second set. Then നോക്കിക്കേ, A and B എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. A cross B ഏതാ നിങ്ങൾക്ക് അറിയാം. 1 with 3 and 4 and 2 with 3 and 4. That is A cross B. ഇനി how many subsets will A cross B have? A cross B ക്ക് എത്ര കാണും? Subsets. Yes, 2 raised to PQ subsets കാണും അല്ലേ? നമ്മുടെ ചാപ്റ്റർ പഠിച്ചപ്പോൾ പഠിച്ചതാണ്. 2 raised to PQ subsets കാണും. അത് ലിസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എത്രയാ? 2 into 2 4. So 2 raised to 4 which is 16 subsets കാണും. നമ്മൾ ഇത് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലം ആണ്. So 16 subsets നമ്മൾ അന്ന് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തതാണ്. Starting from the empty set 5 to the set 1 2 3 4. Okay. Now യെസ്, ഈ പ്രോബ്ലത്തിലാണ് നമ്മുടെ ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ കാണാൻ പോകുന്നത്. നോക്കിയേ, എ എന്ന് പറഞ്ഞൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതും ആക്ച്വലി ഇതല്ല, ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആൻഡ് അത് നിങ്ങളോട് എക്സാമിന് ചോദിച്ചപ്പോൾ, ജനനി എക്സാമിന് ചോദിച്ചപ്പോൾ പലരും ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ എഴുതി. എന്താ എഴുതി? y is equal to x plus 1 എന്ന് കഴിഞ്ഞിട്ട് ഡൊമൈൻ ചോദിച്ചപ്പോൾ പലരും ഇക്വേഷൻ സോൾവ് ചെയ്ത് x is equal to y minus 1 എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻ സോൾവ് ചെയ്ത് വെച്ചു. ഫോർ എ റിലേഷൻ don't go for solving an equation, we just directly substitute the values. റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഡേർഡ് പെയർ ആക്കി എഴുതിക്കൊണ്ടിരിക്കുക. ഫംഗ്ഷന് മാത്രമേ നമ്മൾ ഇക്വേഷൻസ് സോൾവ് ചെയ്യാറുള്ളൂ. ഡൊമൈനും റേഞ്ചും ചോദിക്കുമ്പോൾ ഒരിക്കലും റിലേഷനെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കരുത്. നിങ്ങൾ അന്ന് കാണിച്ച പരിപാടിയാണ് പലരും, എല്ലാവരും അല്ല പലരും. റിലേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ എലമെന്റ്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കണം യൂസിങ് ഓർഡേർഡ് പെയർ. ബട്ട് ഫോർ ഫംഗ്ഷൻ വി ഗോ ഫോർ ഇക്വേഷൻ y is equal to f of x എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉണ്ട്. അവിടെയാണ് ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കുന്നത്, റിലേഷനിലല്ല. സോ എങ്ങനെ വരും? x plus r in roster form. A എന്ന് പറഞ്ഞ സെറ്റ് തന്നിട്ടുണ്ട്. ഡിഫൈൻ എ റിലേഷൻ ഫ്രം A to A. അതായത് ഫസ്റ്റ് സെറ്റിലും സെക്കൻഡ് സെറ്റിലും ഫ്രം A to A ആണ്. നമുക്ക് ആരോ ഡയഗ്രാം വരച്ചു നോക്കാം. A to A ആണ്. എയിൽ ഏതൊക്കെയുള്ളേ? 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5 6. ഇതാണ് സെറ്റ് എ. റിലേഷൻ ഈസ് ഫ്രം A to A. സോ എയില് അപ്പുറത്തെ സൈഡിലുള്ളതും ഇപ്പുറത്തെ സൈഡിലുള്ളതും സെയിം എലിമെന്റ്സ് ആയിരിക്കും. Now what is the relation? Y is equal to x plus 1. ഏതാണ് x, ഏതാണ് y? ഫസ്റ്റ് സെറ്റിലെ എലമെന്റ്സ് ആണ് x കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സെറ്റിലെ എലമെന്റ്സ് ആണ് y കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പോൾ y എന്ന് പറയുന്നത് x plus 1 ആയിരിക്കും. x-ലെ ഫസ്റ്റ് എലമെന്റ് ഏതാ? യെസ്, 1. 1 plus 1 is 2. Now 2 plus 1 is 3. 3 plus 1 is 4. 4 plus 1 is 5. 5 plus 1 is 6. And 6 plus 1 is 7. ഈ സെറ്റിൽ 7 ഉണ്ടോ? റൈറ്റ് സൈഡിൽ ഈ സെറ്റിൽ 7 ഉണ്ടോ? ഇല്ല. സോ നമുക്ക് ആരോ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ആരോ വരയ്ക്കാൻ പറ്റില്ല. സോ സെക്കൻഡ് പാർട്ട് നമ്മൾ ആൻസർ ചെയ്തു. depict this relation using an arrow diagram. First one is x plus r in roster form. So this is our relation. റിലേഷനെ റോസ്റ്റർ ഫോമിൽ എഴുതുന്നത് എങ്ങനെയായിരിക്കും? റിലേഷൻ R is equal to set of all ordered pair 1 2 2 3 3 4 4 5 and 5 6. 6 7 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഇല്ല, കാരണം 7 എന്ന് പറഞ്ഞ എലിമെന്റ് A എന്ന് പറഞ്ഞ സെറ്റിൽ ഇല്ല. സോ ദിസ് ഇസ് our set R in roster form containing these much ordered pairs 1 2 2 3 3 4 4 5 and 5 6. സോ ഇത്രയാണ് നമ്മുടെ ആരോ ഡയഗ്രാം വെച്ച് ഡിപെക്ട് ചെയ്തു. ഇനി തേർഡ് പാർട്ട് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഡൊമൈൻ, കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ആർ. ഇത്രയും നേരം ഡൊമൈൻ ആൻഡ് റേഞ്ച് എന്ന് കേട്ടു. നമ്മൾ പറഞ്ഞു വന്നു, യെസ്, ചാപ്റ്റർ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് എക്സ് എന്ന് പറയുന്നതാണ് ഡൊമൈൻ. എക്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഗ്രാഫ് വരയ്ക്കുകയാണ്. യെസ്, ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ് ആക്സിസിൽ കാണുന്നതാണ് എക്സ് എലമെന്റ്. വൈ ആക്സിസിലുള്ളതാണ് എന്ത്? വൈ ആക്സിസിലുള്ളതാണ് y element, which means x-ന് എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ y-ക്ക് എന്തൊക്കെ കിട്ടുന്നോ അതാണ് നമ്മുടെ റേഞ്ച്. സോ ഇവിടെ നോക്കിക്കേ, സെറ്റ് എ, റൈറ്റ് സൈഡിലെ സെറ്റ് എയില് 1-ന് 2 ഉണ്ട്, 2-ന് 3 ഉണ്ട്, 3-ക്ക് 4 ഉണ്ട്, 4-ന് 5 ഉണ്ട്, 5-ന് 6 ഉണ്ട്. താഴെ കിടക്കുന്ന 6-ന് ആരെങ്കിലും ഉണ്ടോ? ആ സൈഡിലെ 6-ന് ആരെങ്കിലും ഉണ്ടോ?
ആരുമില്ല. സോ അത് ഡൊമൈൻ അല്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ റിലേഷൻ. സോ അത് നമുക്ക് ഡൊമൈനിൽ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഡൊമൈനിൽ ആരൊക്കെ എടുക്കുന്നത്? ദ സെറ്റ് ഓഫ് ഫസ്റ്റ് എലിമെന്റ്സ് ഇൻ ദ റിലേഷൻ, ഇൻ ദ ഓർഡേർഡ് പെയർ ഓഫ് ദ റിലേഷൻ. റിലേഷനിലെ ഓർഡേർഡ് പെയർ ഉള്ള ഫസ്റ്റ് എലിമെന്റ് ആയിരിക്കും എന്ത്? ഡൊമൈൻ, ഓർ ദ എക്സ് എലിമെന്റ് ആണ് ഡൊമൈൻ. ആൻഡ് എക്സിന് പലതും ഇട്ട് കൊടുത്തു, പല വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂ നോക്കിക്കേ, y is equal to x plus 1. എക്സിന് ഏതൊക്കെ ഇട്ട് കൊടുക്കാം? 1 to 5 ഇട്ട് കൊടുത്തപ്പോൾ വൈക്ക് കിട്ടിയ വാല്യൂസ് ആണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. സോ ഓർഡേർഡ് പെയർ ആക്കി എഴുതുമ്പോൾ, ഓർഡേർഡ് പെയറിലെ ഫസ്റ്റ് എലിമെന്റ് റിലേഷൻ ഓർഡേർഡ് പെയർ ആക്കി എഴുതുമ്പോൾ അതിലെ ഫസ്റ്റ് എലിമെന്റ് ഡൊമൈനും സെക്കൻഡ് എലിമെന്റ് റേഞ്ചും ആയിരിക്കും. അല്ലെങ്കിൽ എന്ന് പറയാം, എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈക്ക് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. സോ എക്സിന് ഏതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിന്റെ പോസിബിൾ ഇൻപുട്ട് വാല്യൂ ആണ് ഡൊമൈൻ. സോ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ പോസിബിൾ ആണ്? 1 to 5 പോസിബിൾ ആണ്. 6 പോസിബിൾ ആണോ? അല്ല, കാരണം 6 ഇട്ട് കൊടുത്താൽ ഇപ്പുറത്തെ റിലേഷൻ ഫോം ചെയ്യുന്ന ഒരു എലമെന്റ് ഇല്ല. സോ 6 ആ സെറ്റിലെ 6 എന്ന് പറയുന്ന ഡൊമൈനിൽ പെടില്ല. നൗ വാട്ട് ഇസ് എ കോഡൊമൈൻ? ഈ സെറ്റ് മൊത്തമാണ് കോഡൊമൈൻ, ഇൻക്ലൂഡിംഗ് 1. 1 2 3 4 5 6 എന്ന് പറയുന്നതായിരിക്കും കോഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് 2 3 4 5 6 ആയിരിക്കും. ആൻഡ് ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5. ഇത്രയും ക്ലിയർ ആണോ? ഇത് വെരി 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 ഇമ്പോർട്ടന്റ്. ഈ മോഡൽ ക്വസ്റ്റ്യൻ എക്സാമിന് കാണും. Then we saw, yes, ഇതും സിമിലർ കൈൻഡ് ഓഫ് പ്രോബ്ലം ആണ്. a minus b is an integer. ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. എക്സിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്, ആൻഡ് വൈക്ക് എക്സിന് ഇട്ട് കൊടുക്കുന്ന വാല്യൂസിന് വൈക്ക് ഏതൊക്കെ കിട്ടുമോ, ആൻഡ് ദാറ്റ് ഇസ് ദ റേഞ്ച്. നമ്മുടെ ഗ്രാഫ് വരച്ചു അങ്ങനെയായിരുന്നു. എക്സിന് പല വാല്യൂസ് ഇട്ട് കൊടുത്തപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ കിട്ടിയത് എന്ത് വാല്യൂ, ദെൻ മോഡുലസ് ഫംഗ്ഷൻ ആണെങ്കിൽ കിട്ടിയത് എന്ത് വാല്യൂ, ആ കിട്ടിയ വാല്യൂ ആണ് റേഞ്ച്. എക്സിന് ഇട്ട് കൊടുക്കാൻ പറ്റിയ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് ഡൊമൈൻ. ദെൻ യെസ്, ഈ ക്വസ്റ്റ്യൻ ആണ് ജനനി എക്സാമിന് ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻ 3x - y = 0, അതിൽ y = 3x സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ദിസ് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ദെൻ വി സോ, യെസ്, അഗൈൻ ഡൊമൈൻ, റേഞ്ച് ആൻഡ് കോഡൊമൈൻ കണ്ടുപിടിക്കുക. ഈസ് ദിസ് റിലേഷൻ എ ഫംഗ്ഷൻ? എപ്പോഴാണ് ഒരു റിലേഷൻ ഫംഗ്ഷൻ ആകുന്നത്? നമ്മൾ ഡെഫിനിഷനിൽ കണ്ടു. എപ്പോഴാണ് ഫംഗ്ഷൻ ആകുന്നത്? ഇഫ് every element in the first set has only one and only one image in the second set. ഈ one and only one image എന്ന കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേറൊരു രീതിയിൽ കണ്ടിരുന്നു. എന്താ കണ്ടത്? വേറൊരു രീതിയിൽ നമ്മൾ കണ്ടിരുന്നു. പറയാം. യെസ്, ഇതാണ് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഒരു സെറ്റ് ആണ്, ഒരു റിലേഷൻ ആണ്. സോ ഈ റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. യെസ്, തന്നിരിക്കുന്ന റിലേഷൻ ഫംഗ്ഷൻ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. സോ നോക്കിക്കേ, ഫസ്റ്റ് എലമെന്റ്സ് ഏതൊക്കെയാ? 2 3 and 4. സെക്കൻഡ് എലമെന്റ്സ് 2 3 and 4. സോ നമ്മൾ വരച്ചു. ഇനി മാപ്പ് ചെയ്യാൻ പോവാ. 2ൽ നിന്നും 2ലേക്ക്, 2ൽ നിന്നും 4ലേക്ക്, 3ൽ നിന്നും 3ലേക്ക്, ആൻഡ് 4ൽ നിന്നും 4ലേക്ക്. ഇതൊരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദ്യം. നമുക്ക് കാണാം എന്താണ് 2 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജ് ഉണ്ട്. ഏതൊക്കെയാ? സെറ്റിലെ 2 എന്ന് പറഞ്ഞ എലമെന്റിന് 2 ഇമേജസ് ഉണ്ട്. 2 and 4 2 ഇമേജസ് ഉണ്ട് സെക്കൻഡ് സെറ്റില്. ഫസ്റ്റ് സെറ്റിലെ 2ന്, സെക്കൻഡ് സെറ്റില് 2 ഇമേജസ് ഉണ്ട്. സോ ആസ് പെർ അവർ ക്രൈറ്റീരിയ, ഫോർ എ റിലേഷൻ is said to be a function, every element in the first set should have only one and only one image in the second set. So ഇത് ഒരിക്കലും ഒരു ഫംഗ്ഷൻ അല്ല. ഇനി നമ്മൾ എങ്ങനെയാ പഠിച്ചത്? ചോദിച്ചാൽ റീസൺ ഇതാണ് എഴുതേണ്ടത്. നമ്മൾ തെറ്റിക്കാതിരിക്കാൻ പഠിച്ചത് എങ്ങനെയാണ്? എന്താണ് പഠിച്ചത്? ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് ആണെങ്കിൽ എന്തായിരിക്കും? 1 ടൈം ആണെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കും. സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ഒരു തവണ ഉള്ളെങ്കിൽ ഫംഗ്ഷൻ ആയിരിക്കും. നോക്കിക്കേ, നമ്മുടെ ഈ തന്നിരിക്കുന്ന ഓർഡേർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ് 2 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഈ തന്നിരിക്കുന്ന ഓർഡർ പേര് 2 തവണ റിപ്പീറ്റ്. സോ റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല. നമ്മൾ പഠിച്ചതാണ്, ഇത് എക്സാമിന് എഴുതി വെക്കരുത്. റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ അല്ല. ഫസ്റ്റ് എലമെന്റ് 1 ടൈം ആണെങ്കിൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ. വാട്ട് ഇസ് ദ റീസൺ? എവറി എലമെന്റ് ഇൻ ദ സെറ്റ് എ ഷുഡ് ഹാവ് only one and only one image in the set B. That is the reason. അതുപോലെ തന്നെ ഈ പ്രോബ്ലം ഇത് കണ്ടാലേ അറിയാം ദിസ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ. ബിക്കോസ് നോക്കിയേ, എല്ലാ എലമെന്റും 1 2 3 4 5 6 ഇറ്റ്സ് നോട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എവറി എലമെന്റ് ഇൻ ദ ഫസ്റ്റ് സെറ്റ് ഹാസ് only one and only one image in the second set എന്ന് നമുക്ക് പറയാം. And domain and range of real functions. Yes, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്നത് നോക്കിക്കേ. റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. റിയൽ ഫംഗ്ഷൻ, അപ്പൊ നമ്മൾ പറഞ്ഞു ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും?
ഫംഗ്ഷന് മാത്രമാണ് ഈ ഇക്വേഷൻ വെച്ചിട്ടും നമ്മൾ റിയൽ നമ്പേഴ്സ് വെച്ചിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിയേ, ഡൊമൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് വാല്യൂ ആയിരിക്കും. റേഞ്ച് എന്തായിരിക്കും? കറസ്പോണ്ടിങ് y വാല്യൂ. എക്സിന് പല വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് കിട്ടുന്നു? എക്സിന് പല വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ വൈക്ക് എന്ത് കിട്ടുന്നു എന്ന് പറയുന്നല്ലേ ഫംഗ്ഷൻ ഓഫ് എക്സ്. എക്സിന് നമ്മൾ ഓരോ വാല്യൂസ് ഇട്ട് കൊടുക്കുകയാണ്, അപ്പോൾ വൈക്ക് എന്തൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ റേഞ്ച്, ദാറ്റ് ഈസ് ദ എഫ് ഓഫ് എക്സ്. സോ നോക്കിക്കേ, ഡൊമൈൻ എന്തൊക്കെ ഇട്ട് കൊടുക്കാം? എക്സ് എന്ന് പറയുന്നത് ഡൊമൈൻ റേഞ്ച് ഓഫ് സെറ്റ് ഓഫ് റിയൽ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞു. സോ റിയൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പറും ഇട്ട് കൊടുക്കാം. അതിനർത്ഥം എന്താണ്? എല്ലാ എക്സിന് ഏത് റിയൽ നമ്പർ വേണേ ഇട്ട് കൊടുക്കാം, വിച്ച് മീൻസ് ദ ഡൊമൈൻ ഇസ് എ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. നൗ നോക്കിക്കേ, റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം പെടും, പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ എല്ലാം പെടും. ഇനി എക്സിന് ഏത് വേണേ ഇട്ട് കൊടുക്കാൻ പെർമിഷൻ കിട്ടി, സന്തോഷം. ഇനി അത് വെച്ചിട്ട് നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കാൻ പോവാണ്. സോ എക്സിന് ഒരു പോസിറ്റീവ് വാല്യൂ കൊടുത്തു, 1 കൊടുത്തു, എക്സിന് 1 കൊടുത്തു. വാട്ട് ഈസ് മോഡുലസ് ഓഫ് 1? മോഡുലസ് ഓഫ് 1 is 1 itself and minus of modulus of 1. So minus of 1 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1 വരും. Now we have taken a negative value. ഇനി ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കാം. ഇപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ എടുത്തു, 1 എടുത്തു. ഇനി ഒരു നെഗറ്റീവ് വാല്യൂ എടുക്കാം, -1 എടുത്തു. -1 എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? -1ന്റെ മോഡുലസ് എന്താണ്? Again it is +1. So +1 ആണ് മോഡുലസ് ഓഫ് x, മോഡുലസ് ഓഫ് 1. ഇനി മൈനസ് ഓഫ് മോഡ് x, മൈനസ് ഓഫ് മോഡ് x എന്ന് പറയുന്നതായിരിക്കും മൈനസ് ഓഫ് മോഡുലസ് ഓഫ് -1 which is again -1. അപ്പോൾ പോസിറ്റീവ് വാല്യൂ എടുത്താലും നെഗറ്റീവ് വാല്യൂ എടുത്താലും -1 കിട്ടും. 0 എടുത്തു കഴിഞ്ഞാൽ what will we get? 0. 0 എടുത്തു കഴിഞ്ഞാൽ 0 തന്നെ കിട്ടും. സോ എന്തെടുത്താലും എന്ത് കിട്ടും? നെഗറ്റീവ് വാല്യൂ കിട്ടും, ഇൻക്ലൂഡിങ് 0. സോ നെഗറ്റീവ് വാല്യൂ എവിടെ തൊട്ടാ? -∞ ടു റിയൽ നമ്പർ ആയതുകൊണ്ട് -0.00001 വരെ വരും, ബട്ട് ഇൻക്ലൂഡിങ് 0. ആൻഡ് -∞ +∞ is always denoted in open interval. അതൊരിക്കലും ക്ലോസ്ഡ് ഇന്റർവെല്ലിൽ ഡിനോട്ട് ചെയ്യാറില്ല. അത് നമ്മൾ ക്ലാസ് ടൈമിൽ കണ്ടാണ്. സോ ദിസ് ഇസ് ദ റേഞ്ച്. എങ്ങനെയാണ് റേഞ്ച് എടുത്തത്? എക്സിന് പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. പല വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ ഏതൊക്കെയാണ് വൈക്ക് പോസിബിൾ ആയിട്ടുള്ളത്? പോസിറ്റീവ് എടുത്താലും നെഗറ്റീവ് എടുത്താലും എന്തെടുത്താലും എഫ് ഓഫ് എക്സ് വരുന്നത് ഈസ് എ നെഗറ്റീവ് വാല്യൂ ആൻഡ് 0ക്ക് 0 വരും. സോ ഓൾ ദ നെഗറ്റീവ് വാല്യൂസ് ആൻഡ് 0. So this will be the range of this function. അതേപോലെ ഇതും നോക്കിക്കേ, എക്സിന് ഏതൊക്കെ വാല്യൂസ് പോസിബിൾ ആണ്? ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന്റെ പോസിബിൾ വാല്യൂസ് ആണ്. റേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസ് ആണ്. എക്സിന് 0 കൊടുക്കാം, എന്ത് കിട്ടും? √9(3). എക്സിന് 1 കൊടുക്കാം, 2 കൊടുക്കാം. എക്സിന് 3 കൊടുത്താൽ എന്ത് വരും? 3 square is 9. So 9 minus 9 is 0. Root of 0 is 0. ഇനി എക്സിന് 4 കൊടുത്തെന്ന് വെച്ചോ, 4 or above 3, 3യുടെ തൊട്ട് മുകളിലുള്ള എന്തെങ്കിലും കൊടുത്ത് എന്ത് സംഭവിക്കും? നെഗറ്റീവ് നമ്പർ വരും അല്ലേ? 9 മൈനസ് എന്ത് വരും? 9 minus 16 വരും, 9 minus 11 വരും. സോ നെഗറ്റീവ് നമ്പർ വരും. സോ സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് നമ്പർ ഇസ് ആൻ ഇമാജിനറി നമ്പർ ആൻഡ് വി ആർ ഫോളോയിങ് റിയൽ ഫംഗ്ഷൻസ്. റിയൽ ഫംഗ്ഷൻസിൽ ഇമാജിനറി നമ്പർ പറ്റില്ല. സോ എക്സ് മാക്സിമം എവിടം വരെ വരാം? -3 തൊട്ട് +3 വരെ വരാം. -3 കൊടുത്താൽ എന്താ കുഴപ്പം? -3യുടെ സ്ക്വയർ എടുക്കും. സോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ -3 സ്ക്വയർ വരും, വിച്ച് ഇസ് 9. So 9 minus 9 is 0 and root of 0 is 0 itself. So -3യുടെയും +3യുടെ ഇടയ്ക്കുള്ള ഏത് വാല്യൂസ് കൊടുക്കാം, ഇൻക്ലൂഡിങ് -3 and +3. പക്ഷേ അതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? You get imaginary number. So imaginary number is complex number which is not included in real number. Real നമ്പറിനെക്കാളും കുറച്ചുകൂടെ വലുതാണ് imaginary number. So imaginary number നമ്മുടെ റിയൽ നമ്പർ കോൺസെപ്റ്റിൽ ഇല്ല. സോ ഡൊമൈൻ എത്ര ആയിരിക്കും? -3 മുതൽ +3 വരെ. ഇനി റേഞ്ച് എങ്ങനെയാ? -3 മുതൽ +3 വരെയുള്ള വാല്യൂസ് ഇട്ടിട്ട് കൊടുക്കുക. എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് എന്തൊക്കെ കിട്ടുമോ അതാണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. സോ -3 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 0 വരും. +3 ഇട്ട് കൊടുത്താൽ എന്ത് വരും? 0 വരും. അതിനിടയ്ക്കുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും എന്ത് വരും? ഒരു പോസിറ്റീവ് നമ്പർ വരും, നെഗറ്റീവ് നമ്പർ വരില്ല അല്ലേ? ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1 കൊടുത്തെന്ന് വെച്ചോ, √9 minus 1 square, √8. Yes. √9 minus 1 square, √8. So any positive number വരും അല്ലേ? 0 മുതൽ 3 വരെയുള്ള ഏത് നമ്പേഴ്സും കൊടുക്കാം. 3യെക്കാട്ടിലും മുകളിൽ കൊടുക്കാൻ പറ്റുമോ? 3യെക്കാട്ടിലും മുകളിലുള്ള ഏതെങ്കിലും വാല്യൂ വരുമോ? ഇല്ല. സോ 0 മുതൽ 3 വരെയുള്ള വാല്യൂ ആയിരിക്കും അല്ലേ? 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് ആണ് റേഞ്ച് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ എന്ത് കണ്ടു? ഫൈൻഡ് റേഞ്ച്. ഇതിലും റേഞ്ച് എക്സ് ഇസ് എ റിയൽ നമ്പർ. സോ എവിടെ തൊട്ട് വരും? എക്സിന് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കും? പോസിറ്റീവ് കൊടുത്താലും നെഗറ്റീവ് കൊടുത്താലും എന്ത് വരും? എക്സ് സ്ക്വയർ ആയതുകൊണ്ട് വി ഗെറ്റ് എ പോസിറ്റീവ് നമ്പർ. സോ പോസിറ്റീവ് നമ്പർ +2. എക്സിന് 0 കൊടുത്തു, എന്ത് സംഭവിച്ചു? വി ഗോട്ട് 2.
-1 കൊടുത്തു. -1 കൊടുത്ത് എന്ത് പറ്റും? -1 സ്ക്വയർ ഇസ് 1. 1 + 2 is 3. 3 വന്നു. ഇനി എക്സിന് ഒരു പോസിറ്റീവ് നമ്പർ കൊടുത്തു 1. 1 സ്ക്വയർ ഇസ് 1. 1 + 2 is 3. സോ നെഗറ്റീവ് നമ്പർ കൊടുത്താലും പോസിറ്റീവ് നമ്പർ കൊടുത്താലും എന്ത് കൊടുത്താലും എന്ത് വരും? A number greater than 2 വരും. 0 കൊടുത്താൽ മാത്രം 2 വരും. സോ 0 കൊടുത്താൽ എന്ത് വരും? 0 കൊടുത്താൽ 2. ഇതും ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. 0 എക്സിന് 0 കൊടുത്താൽ 0 സ്ക്വയർ + 2 is equal to 2 വരും. എക്സിന് -1 കൊടുത്താൽ -1 സ്ക്വയർ + 2 is equal to എത്ര വരും? 3 വരും. +1 കൊടുത്താൽ 1 സ്ക്വയർ + 2 is equal to 3 വരും. പിന്നെ അതിന്റെ ഇടയ്ക്കത്തെ പോയിന്റ് വാല്യൂസ് ഒക്കെ കൊടുക്കാം. -2 കൊടുത്താൽ -2 സ്ക്വയർ + 2. 4 + 2 is 6. സോ ഏത് പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ കൊടുത്താലും എന്ത് സംഭവിക്കും? എന്ത് കൊടുത്താലും 2 2-നേക്കാട്ടിലും മുകളിലേ വരത്തുള്ളൂ. ഇൻക്ലൂഡിംഗ് 2 എനി പോസിറ്റീവ് നമ്പർ. സോ ഇൻക്ലൂഡിംഗ് 2 എനി പോസിറ്റീവ് നമ്പർ. 2 തൊട്ട് ഏത് പോസിറ്റീവ് നമ്പർ വേണേലും വരാം. സോ ദിസ് ഇസ് ദ റേഞ്ച്. യെസ്, ക്ലോസ്ഡ് ഇന്റർവൽ 0 ആൻഡ് ഓപ്പൺ ഇന്റർവൽ ഇൻഫിനിറ്റി. ആൻഡ് ഗ്രാഫ് വന്നിട്ട് ഇതുപോലെ ഗ്രാഫ് വന്നിട്ട് ഡൊമൈൻ റേഞ്ച് എഴുതാൻ പറയും. നമ്മൾ ഓൾറെഡി ഇപ്പോൾ കുറെ പ്രോബ്ലംസ് കണ്ടു. ഡൊമൈൻ എന്താ? എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ്. ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് എക്സിന്റെ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f(x) കിട്ടുന്നതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറയും. ഇതിന്റെ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കുന്നു? റാഷണൽ ഫംഗ്ഷൻ വന്നിട്ട് അതിന്റെ ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറയുന്നത് എങ്ങനെയാണ്? യെസ്, ഒരു റാഷണൽ ഫംഗ്ഷൻ വന്നിട്ട് ഡൊമൈൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മള് ഡൊമൈൻ കണ്ടുപിടിക്കുക. എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഓൾവേസ് ദ കോൺസെപ്റ്റ് ഈസ് സെയിം. ഡൊമൈൻ എന്ന് പറയുന്നത് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് f(x) പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. അതായത് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ f(x) എന്തൊക്കെ വരുമോ അതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ്. ഇവിടെ എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതാ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. നമ്മൾ റിയൽ നമ്പേഴ്സ് എല്ലാം എടുക്കാൻ പറ്റുമോ? ഇല്ല. എപ്പോഴും ഒരു ഫ്രാക്ഷൻ കണ്ടാൽ നിങ്ങളൊരു കാര്യം മനസ്സിൽ വെക്കണമെന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴും ഫ്രാക്ഷൻ കണ്ടാൽ എന്താ മനസ്സിൽ വെക്കണ്ടേ? ദ ഡിനോമിനേറ്റർ ഷുഡ് നോട്ട് ബി 0. ഒരിക്കലും ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല. സോ ഹിയർ x² - 8x + 12 ഷുഡ് നോട്ട് ബി ഈക്വൽ ടു 0. x² - the denominator x² - 8x + 12 is not equal to 0. ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതില് പോസിബിൾ അല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടോ നോക്കുക. മുമ്പേ നമ്മൾ ചെയ്തില്ലേ √9 - x² എന്ന് പറഞ്ഞ പ്രോബ്ലത്തില് പോസിബിൾ അല്ലാത്ത കാര്യം ഏതാന്ന് നോക്കി അല്ലേ? അപ്പൊ എക്സിന് ഏതൊക്കെ വാല്യൂസ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സും നമുക്ക് ചെയ്യാം, എക്സിന് ഇട്ട് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ പോസിബിൾ അല്ലാത്ത ഏതൊക്കെയാണ്? സോ അതിൽ പോസിബിൾ അല്ലാത്തതൊക്കെ ആറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. എല്ലാ റിയൽ നമ്പേഴ്സും പറ്റും അതർ ദാൻ പോസിറ്റീവ് അല്ലാത്ത വാല്യൂസ്. ഓക്കെ, ഇതിൽ പോസിബിൾ അല്ലാത്ത വാല്യൂസ്. ഓക്കെ ഫൈൻ സർ മെസ്സേജ്. യെസ്, ഇതിൽ പോസിബിൾ അല്ലാത്ത വാല്യൂസ് ഏതൊക്കെയാണ്? എക്സിന് x² - 8x + 12 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കുക. എക്സിന് ഏതാ? യെസ്, either use -b + or - square root of b² - 2ab by b² - 4ac/2a, or you can use sum of roots and product of roots. So 12, yes, 6 into 2 is 12 and yes, -6 and -2 അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ യെസ് 2 and 6. എക്സിന് നമുക്ക് 2 and 6 കിട്ടും. റൂട്ട്സ് ആയിട്ട് 2 ഉം 6 ഉം കിട്ടും. സോ 2 ഉം 6 ഉം അല്ലാത്ത ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എനി റിയൽ നമ്പർ അതർ ദാൻ 2 and 6 നമുക്ക് ഡൊമൈനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്ത് പറ്റും? The denominator won't be equal to 0. The denominator won't be equal to 0. So r minus set 2 6. എന്തുകൊണ്ടാണ് സെറ്റ് എന്ന് എഴുതിയേ? ഓൾവേസ് നമ്മൾ സെറ്റ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -∞ to +∞ വരെയുള്ള സെറ്റ് ആണ് എന്ത്? ഓപ്പൺ ഇന്റർവൽ സെറ്റ് ആണ്, നമ്മുടെ റേഞ്ച് ആണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ റിയൽ നമ്പേഴ്സിൽ നിന്നും 2 ഉം 6 ഉം എന്ന രണ്ട് എലമെന്റ്സ് അല്ലാതെ ബാക്കി ഏത് വേണേലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഡൊമൈൻ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ, ആസ് ഓൾവേസ്, ആസ് I say domain എന്ന് പറയുന്നത് എക്സിന്റെ പോസിബിൾ വാല്യൂസ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് ഈ പോസിബിൾ ആയിട്ടുള്ള എക്സിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ f(x) എന്തൊക്കെ കിട്ടുമോ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ദെൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇതും മോഡൽ എക്സാമിന് നിങ്ങളോട് ചോദിച്ചതാണ്, മോഡൽ ഓർ ജെൻഡി എക്സാമിന് ചോദിച്ചതാണ്. യെസ്, മോഡൽ അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിന് √x and x രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. f(x) = √x and g(x) = x എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. over the set of non-negative real numbers. അതായത് non-negative real numbers means starting from 1 or other than 0. 0ക്ക് മുകളിലോട്ടുള്ള എല്ലാ, excluding 0 അല്ലാതെ 0ക്ക് മുകളിലോട്ടുള്ള എല്ലാ പോസിറ്റീവ് നമ്പേഴ്സും
ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എഫ് പ്ലസ് ജി ഓഫ് എക്സ്, എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്താ, എഫ് പ്ലസ് ജി ഓഫ് എക്സ് രണ്ട് ഫംഗ്ഷൻ തമ്മിൽ ആഡ് ചെയ്യുക. എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. രണ്ട് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സ്. സോ എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആയിരിക്കും. രണ്ട് ഫംഗ്ഷൻ തമ്മിൽ ആഡ് ചെയ്യുക, എന്ത് വരും, റൂട്ട് എക്സ് പ്ലസ് എക്സ്. സോ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്താ, റൂട്ട് എക്സ് മൈനസ് എക്സ്. നൗ എഫ് ജി ഓഫ് എക്സ്, എഫ് ജി ഓഫ് എക്സ് എന്തായിരിക്കും, എഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നതായിരിക്കും റൂട്ട് എക്സ് ഇൻറ്റു എക്സ്. ആൻഡ് റൂട്ട് എക്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താണ് റൂട്ട് എക്സ്, എക്സ് റൈസ് ടു 1/2 ആണ് റൂട്ട് എക്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻറ്റു എക്സ് റൈസ് ടു 1, എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1 ആണ്. നൗ a raised to m into a raised to n is equal to a raised to m plus n. 8th standardലെ റിസൾട്ട് ലിമിറ്റ്സ് ആൻഡ് എക്സ്പോണൻസ് ആൻഡ് പവേഴ്സ് പഠിച്ചാണ്. a raised to m into a raised to n is equal to a raised to m plus n. Using that result, x raised to 1/2 into x raised to 1 is x raised to 1/2 plus 1. And on solving this, we get x raised to 1 plus 2 is 3/2. So this is the final answer. ഇതുപോലെ f by g of x, f by g of x എന്ത് വരും, f by g എന്ന് പറയുമ്പോൾ എന്ത് വരും, yes, f by g of x എന്ന് പറയുന്നത് എന്ത് വരും, is equal to f of x by g of x. f of x എന്താ root x divided by g of x എന്താ x. ഇതിനെ എങ്ങനെ എഴുതാം, root x divided by root x into root x ആണ് x അല്ലേ, root x into root x ആണ് x. സംശയം ഉണ്ടെങ്കിൽ x raised to 1/2 into x raised to 1/2 equal to x raised to 1/2 plus 1/2 equal to x raised to 1 which is equal to x. Yes, root x into root x ആണ് x നെ നമുക്ക് root x into root x എഴുതാം. ഒരു x cancel ആയി പോയി and we get 1/root x as the final answer. Or you can write, ഇതിനെ ഇനി എന്ത് ചെയ്യാം, ഇതിനെ തന്നെ നമുക്ക് പല രീതിയിൽ എഴുതാം. 1/root x can be the is the final answer, which can be written as 1/x raised to 1/2 or x raised to minus 1/2. അതെങ്ങനെയാ വരുന്നത്, again 1/a raised to m is equal to a raised to minus m. Exponents and powers, class 8 or 7, yes 7 I think so. Exponents and powers പഠിച്ചാണ് 1/a raised to m is equal to a raised to minus m. So 1/x raised to 1/2 നെ നമുക്ക് x raised to minus 1/2 എന്ന് എഴുതാം. Then that was the end of main topics from the second chapter, relations and functions. റിലേഷൻസ് വരുമ്പോൾ എപ്പോഴും എലമെന്റ്സ് തന്നെ കോമ ആയിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതാൻ നോക്കുക. ആൻഡ് ഫംഗ്ഷൻ വരുമ്പോൾ മാത്രമാണ് എന്ത്, ഡൊമൈൻ എടുക്കുമ്പോൾ എക്സിന്റെ പോസിബിൾ വാല്യൂസ്, റേഞ്ച് എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് ഈ ഡൊമൈന് ഏതൊക്കെ വാല്യൂസ് ഉണ്ടോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സിന് ഏതൊക്കെ കിട്ടുന്നോ ദാറ്റ് ഈസ് ദ റേഞ്ച്. അപ്പോൾ ഒരിക്കലും കൊണ്ടുപോയി റിലേഷൻ പറയുമ്പോൾ, റിലേഷൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ ഒരിക്കലും കൊണ്ട് ഇക്വേഷൻ എഴുതി വെക്കരുത്, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. ഇനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്, ദാറ്റ് വാസ് അവർ തേർഡ് ചാപ്റ്റർ. സോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ എന്തൊക്കെയാണ് കണ്ടത്, ഡിഗ്രി മെഷർ, യെസ് ഡിഗ്രി മെഷറിൽ മെയിൻ ആയിട്ട് കണ്ട സാധനമാണ് 1 degree is equal to 60 minutes and 1 minute equal to 60 seconds. Then we saw radian measure കണ്ടു. പിന്നെന്താ കണ്ടേ, we have an equation L is equal to r theta. ഇത് വെച്ച് അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. മെയിൻ ആയിട്ട് ട്രിഗ്നോമെട്രിയിൽ ചോദിക്കുന്നത് പ്രൂഫും കാര്യങ്ങളും ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ ASTCയും ബൈസെറോളും വെച്ച് പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. നമുക്ക് കാണാം. യെസ്, പക്ഷെ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ, റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ. ഡിഗ്രി മെഷറിലും റേഡിയൻ മെഷറിലും ആംഗിൾസ് എഴുതുന്നത് അറ്റ്ലീസ്റ്റ് ഇത്ര ആംഗിൾസ് എങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾ. നോക്കിക്കേ, 30 degree എന്ന് പറഞ്ഞാൽ π/6 ആയിരിക്കും, 60 degree എന്ന് പറഞ്ഞാൽ π/3 ആയിരിക്കും. 3 6 ഇന്റർചേഞ്ച് ചെയ്തു. 45 degree is π/4, 0 degree is 0 radian itself, which is again 360 degree. 0 degree is same as 360 degree. So 0 radian or 2π radian or 4π radian അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. And 180 degree is π radian. So ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 3π/2, 0 π/2 π, 3π/2 2π. യെസ്, ആ ഒരു സർക്കിൾ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ്. Convention, yes, this is really important. Degree measure to radian measure conversion. So ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. നമുക്കറിയാം റേഡിയൻ മെഷർ നമ്മൾ എഴുതുന്ന എപ്പോഴും എങ്ങനെയായിരിക്കും, π/2 π/4. സോ ഇങ്ങനെയാണ് എഴുതുന്നല്ലേ, π/2 π/4 3π/12. സോ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും റേഡിയൻ മെഷർ എഴുതുന്നത്. സോ എപ്പോഴും പൈ എവിടെ ആയിരിക്കും, പൈ is always in the numerator. സോ റേഡിയൻ മെഷറിൽ എഴുതുമ്പോൾ പൈ എപ്പോഴും എവിടെ ആയിരിക്കും, നമ്മുടെ ന്യൂമറേറ്ററിലായിരിക്കും. സോ റേഡിയൻ മെഷറിൽ എഴുതാൻ പറഞ്ഞാലും പൈ എവിടെ ആയിരിക്കും,
സോ ന്യൂമറേറ്ററിൽ 180 ആണോ പൈ ആണോ ആകെ കൺഫ്യൂഷൻ വരും. തിരിഞ്ഞു പറഞ്ഞു നോക്കപ്പോ ഇക്വേഷൻ മൊത്തം കുത്തിന്ന് പഠിക്കണോ? വേണ്ട. റേഡിയൽ മെഷർ ചോദിച്ചാൽ നമ്മൾ എപ്പോഴും പൈ ബൈ എന്ന് എഴുതുന്നത്. സോ റേഡിയൽ മെഷർ ചോദിച്ചാൽ ഇറ്റ് ഈസ് പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. സോ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിഗ്രി മെഷറിന്. എന്താണ് റേഡിയൽ മെഷറിൽ വേണ്ടത്? അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിഗ്രി മെഷർ. സോ ഇനി തിരിഞ്ഞു പോകത്തില്ലല്ലോ. യെസ്. പിന്നെ നമ്മൾ കണ്ടു ASTC. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം നമ്മൾ നമ്മുടെ പൈസ റൂളും ASTC വെച്ചിട്ടാണ് പല ആംഗിൾസ് പല ഇക്വേഷൻസും പുൽപോലെ നമ്മൾ പഠിച്ചത്. സോ all trigonometric functions positive, sine and cosec function its inverse function sine ന്റെ inverse function cosec ആണ് ഇവിടെ പോസിറ്റീവ്. Don't write tan or cos. Okay. And then tan and cotangent positive in the third quadrant. At the fourth quadrant, cosine and sec functions are positive. So ASTC. പിന്നെ ഇതും പഠിക്കാൻ ഒരു ഈസി മെത്തേഡ് പറഞ്ഞു തരുന്നു. തനിഷുണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. യെസ്. ഇത് കാണുമ്പോൾ ഞാൻ തനിഷിനെ ഓർക്കും. യെസ്. 0 to pi by 2 വരെയുള്ള വാല്യൂസ് 0 to pi by 2 വരെ വരുമ്പോൾ സൈൻ കോസ് ടാൻ കൊസീക് സീക് കോട്ട് ഉണ്ട്. അതും ഈസി ആയിട്ട് പഠിക്കുക. ഒരെണ്ണം മാത്രം പഠിച്ചാൽ മതി. 0 1/2 1/√2 √3 by 2 1. 0 to pi by 2 വരെയുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. 0 ഡിഗ്രി pi by 6 30 45 60 and 90 ഡിഗ്രി. ഇത്രയും ഡിഗ്രിയിലുള്ള സൈനിന്റെ വാല്യൂസ് പഠിക്കുക. സൈനിന്റെ വാല്യൂസ് ഏതാണോ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് 0 to 90 വരെയുള്ള സൈനിന്റെ വാല്യൂസിന്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും എന്ത്? കോസിനുള്ളത് ആണല്ലോ. 0 1/2 1/√2 √3 by 2 1. അതിന്റെ റിവേഴ്സ് ആണ് കോസിനുള്ളത്. 1 √3 by 2 1/√2 1/2 0. ജസ്റ്റ് റിവേഴ്സ് ഓഫ് സൈൻ. ഇനി സൈനിന്റെ പഠിക്കാൻ വേണ്ടി ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. എങ്ങനെയാണ്? യെസ്. 0 1 2 3 and 4 എല്ലാത്തിന്റെ 0 1 2 3 4 വരെ എഴുതി. സ്ക്വയർ റൂട്ട് എടുത്തു. എല്ലാത്തിനെയും ഡിവൈഡഡ് ബൈ 2 ചെയ്തു. യെസ്. root of 0 0 0 by 2 is 0. root of 1 is 1 1 by 2 is 1 by 2. root of 2 root 2 root 2 by 2 root 2 by 2. Yes. root 2 by 2 നെ എങ്ങനെ എഴുതാം? root 2 by root 2 into root 2. 2 നെ root 2 into root 2 എന്ന് എഴുതാം. root 2 and root 2 cancel, we get 1 by root 2. 1 by root 2. Then fourth one is root 3 by 2. അതേപോലെ എഴുതി. Last one is root of 4 by 2. What is root of 4? root of 4 is 2. 2 by 2 is 1. So ഇതാണ് നമ്മുടെ സൈൻ്റെ വാല്യൂസ്. 0 1 by 2 1 by root 2 root 3 by 2 1 സൈൻ്റെ വാല്യൂസ്. So ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് കോസിന്റെ വാല്യൂസ്. സൈൻ ബൈ കോസ് is tan and cot is 1 by tan. Then sec is 1 by cos and lastly or finally we have cosec is 1 by sin. So എല്ലാ വാല്യൂസും കാണാൻ പഠിക്കണ്ട. പിന്നെ കുറച്ച് വാല്യൂസ് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് വാല്യൂസ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ തലയിൽ കയറും. tan 30 1 by root 3, tan 60 is root 3. അങ്ങനെ കുറച്ച് വാല്യൂസ് ഒക്കെ നമ്മുടെ മനസ്സിൽ ഈസി ആയിട്ട് കയറും. But practice well. Then trigonometric identities. These are the main 3 trigonometric identities. Sin square x plus cos square x is equal to 1. 1 plus tan square x is equal to 6 square x and 1 plus cot square x is equal to cosec square x. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. എന്താണ്? എല്ലായിടത്തും ഈ രണ്ട് സ്ക്വയർ വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ഓരോ 1 വെച്ചിട്ടുണ്ട്. പിന്നെന്താ ഉള്ളേ? യെസ്. യെസ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു യെസ് സൈനും കോസും അറിയാം, ഈസി ആയിട്ട് അറിയാം. പിന്നെ കോട്ടും കൊസീക്കും കോ വെച്ചിട്ടുള്ള രണ്ടും ഒരുമിച്ച്. പിന്നെ മിച്ചമുള്ളത് ടാനും സീക്കും മാത്രമേ ഉള്ളൂ. സോ 1 plus tan square x is equal to 6 square x. യെസ്. പഠിപ്പിച്ചിരുന്ന സമയത്ത് കുറച്ചുകൂടെ ട്രിക്സ് ഞാൻ പറഞ്ഞു തരുന്നെന്ന് തോന്നുന്നു. യെസ്, ഐ തിങ്ക് സോ. യാ. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇത് അധികം അങ്ങനെ ചോദിക്കാറില്ല. ബട്ട് 1 മാർക്കിനെല്ലാം ചോദിച്ചെങ്കിലേ ഉള്ളൂ. പിന്നെ അതിന്റെ ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ ഇത് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാൻ ചാൻസ് കുറവാണ്. സൈൻ്റെ ഒക്കെ ഗ്രാഫ്. ബട്ട് ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഈ ചാപ്റ്ററും ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സൂടെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സൺഡേ ഡിസ്കസ് ചെയ്യാം. സൺഡേ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സൈനിന്റെ ഗ്രാഫ് ഇത് കോസ്, ദെൻ ടാൻ, കൊസീക്, സീക്, കോട്ട്. ഈ 6 ഗ്രാഫ് ഉണ്ട്. മെയിൻലി സൈനിന്റെ കോസിന്റെ ഒക്കെയാണ് ചോദിക്കാറുള്ളത്. സോ ഗ്രാഫ്സ് അതിന്റെ ഡൊമൈനും റേഞ്ചും ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ദെൻ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ സം ആൻഡ് ഡിഫറൻസ് ഓഫ് 2 angles. ഈ ഇക്വേഷൻ സൈൻ ഓഫ് മൈനസ് എക്സ് എന്താ? സൈൻ ഓഫ് മൈനസ് എക്സിനെ നമുക്ക് വേറൊരു രീതി പറയാം. സൈൻ ഓഫ് 0 മൈനസ് എക്സ് എന്ന് പറയാം അല്ലേ? സൈൻ ഓഫ് മൈനസ് എക്സ്, സൈൻ ഓഫ് 0 മൈനസ് എക്സ്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. യെസ്,
ഇതുപോലെ കുറെ ഇക്വേഷൻസ് ഉണ്ട്. കോംപ്ലിമെന്ററി ആംഗിൾസ്, then again pi minus pi plus 2pi minus 2pi plus pi by 2 plus pi minus so many equations. ഇതൊന്നും ബൈ ഹേർട്ട് പഠിക്കാതെ ഒറ്റയടിക്ക് എഴുതാൻ വേണ്ടിയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. എന്തായിരുന്നു? One is ASTC and the other one is പൈസ റൂൾ. ഈ റൂള് ഞാൻ 2 തവണ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന് റെഗുലർ ആയിട്ട് പഠിപ്പിച്ചപ്പോഴും ഒന്ന് ഈയുടെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് പഠിപ്പിച്ചപ്പോഴും. ഈ 2 കാര്യം ASTC ആൻഡ് പൈസ ഉണ്ടെങ്കിൽ ഈ എല്ലാ ഇക്വേഷൻസിന്റെ ഫൈനൽ ആൻസർ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞിരുന്നു. യെസ്, ഐ തിങ്ക് യു റിമെമ്പർ ദാറ്റ്. സോ ദാറ്റ് റൂൾ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പൈസ റൂൾ ആൻഡ് ASTC റൂൾ, ഇത് രണ്ടും റൂളായിട്ടൊന്നും ഇല്ല, ജസ്റ്റ് സിമ്പിൾ കാര്യങ്ങൾ. യെസ്, പൈയുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ സെയിം ഫംഗ്ഷൻ, പൈ 2π 3π 4π അങ്ങനെയാണെങ്കിൽ സെയിം ഫംഗ്ഷൻ, അല്ലെങ്കിൽ കോ ഫംഗ്ഷൻ പൈ ബൈ 2 3π ബൈ 2 5π ബൈ 2 ഇങ്ങനെ പൈ ബൈ 2 കേസസ് വരുവാണെങ്കിൽ വി യൂസ് ദ കോ ഫംഗ്ഷൻ. സൈൻ്റെ കോ ഫംഗ്ഷൻ ഇസ് കോസ്, കോസിന്റെ ഫംഗ്ഷൻ ഇസ് സൈൻ. അതുപോലെ സീക്ക് കൊസീക്ക്, ടാൻ കോട്ടാൻ കോട്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. ആൻഡ് ASTC ഓൾ പോസിറ്റീവ്, സൈൻ പോസിറ്റീവ്, ടാൻ പോസിറ്റീവ്, കോസ് പോസിറ്റീവ്, അതും മനസ്സിൽ വെക്കുക. അത് രണ്ടും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ കണ്ട എല്ലാ ഇക്വേഷൻസിന്റെയും വാല്യൂസ് പഠിക്കാതെ എഴുതാം, ഈസി ആയിട്ട് എഴുതാം. ദെൻ മൂന്ന് സെറ്റ് റിയലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, സൈൻ ഓഫ് എക്സ് മൈനസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് മൈനസ് വൈ. ഈ 4ന്റെയും സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ കണക്ട് ചെയ്ത് ഞാനൊരു സ്റ്റോറി പോലെ എന്തോ പറഞ്ഞിരുന്നു. യെസ്, അന്ന് ചാപ്റ്റർ പഠിപ്പിച്ചിരുന്ന സമയത്ത് ജസ്റ്റ് സ്റ്റോറി പോലെ, സൈൻ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കാൻ വേണ്ടി ജസ്റ്റ് സ്റ്റോറി പോലെ പറഞ്ഞിരുന്നു. ദെൻ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് മൈനസ്, കോട്ട് അധികം ചോദിക്കാറില്ല, ബട്ട് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആൻഡ് ടാൻ ഓഫ് എക്സ് മൈനസ് വൈ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ, tan x plus tan y by 1 minus tan x tan y, and cos 2x sin 2x tan 2x. ഈ ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. cos 2x ന്റെ കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. cos square x minus sin square x 2 cos square x. ഇത് കണക്ട് ചെയ്ത് പഠിക്കണം. എന്താ? cos 2x ന്റെ sin 2x ന്റെ നല്ല റിലേഷൻ ഉണ്ട്. sin 2x 2 sin x cos x is equal to sin 2x. ഈ ഒരു റിലേഷൻ നമുക്ക് പലയിടത്തും ആവശ്യമുള്ളതാണ്. 2 sin x cos x sin 2x is equal to 2 sin x cos x എന്ന റിലേഷൻ നമുക്ക് പലയിടത്തും ഇമ്പോർട്ടൻറ്റ് ആണ്, പല ചാപ്റ്ററിലും. ഓക്കെ, സോ ഇത് നമ്മൾ പഠിച്ച സമയത്ത് കണ്ടതാണ്. ദെൻ sin 3x cos 3x tan 3x, ഇത് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഇഫ് യു ക്യാൻ സ്റ്റഡി ദിസ് സ്റ്റഡി ദാറ്റ് ഓൾസോ. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല sin 3x cos 3x. tan 3xന് ഈ ക്വസ്റ്റൻ യൂസ് ചെയ്തൊന്നും വേണ്ടി വന്നിട്ടില്ല, ബട്ട് tan 3xന്റെ പ്രൂഫ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതുവരെ അങ്ങനെ ചോദിച്ചിട്ടില്ല, ബട്ട് ഇഫ് യു ആർ ലക്കി ഇനഫ് ചിലപ്പോൾ ഈ എക്സാമിന് ചോദിക്കും, പഠിക്കണ്ട. ഓക്കെ, പിന്നെ ഈ ഒരു സെറ്റ്, ദിസ് സെറ്റ് ഓൾസോ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈയും പിന്നെ സൈൻ 2x ടാൻ 2x എല്ലാം കഴിഞ്ഞിട്ട് ദിസ് ഇസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് സെറ്റ്. കോസ് എക്സ് പ്ലസ് കോസ് വൈ അല്ലെങ്കിൽ കോസ് സി പ്ലസ് കോസ് ടി, കോസ് എക്സ് മൈനസ് കോസ് വൈ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ, സൈൻ എക്സ് മൈനസ് സൈൻ വൈ. ഈ ഒരു സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പഠിക്കാതെ പോകരുത്. ഇത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലും പല സ്ഥലത്തുമായിട്ട് നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. പ്രൂഫിലും നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ പ്രൂഫിലും ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് ചോദിക്കാറുണ്ട്. ട്രിഗ്നോമെട്രിയുടെ പ്രൂഫില് പിന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിൽ ഇതിൽ രണ്ടിലും ഈ മോഡൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ എവിടെയൊക്കെയാണ് എക്സ് പ്ലസ് വൈ, കോസ് എവിടെ വരുന്നു, സൈൻ എവിടെ വരുന്നു, ഇത് നമ്മൾ ആ സ്റ്റോറി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ സൈൻ എവിടെ പോയാലും സൈൻ്റെ ഇവിടെ കോസ് കാണും, ബട്ട് കോസ് ഒരിക്കലും സൈനെ കൊണ്ടുപോകാറില്ല. ശത്രുത ഉള്ളപ്പോൾ മാത്രം സൈൻ്റെ കാര്യം പറയാം. അത് നമ്മൾ സ്റ്റോറി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. ഓക്കെ, ദിസ് സെറ്റ് അധികം ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഇതിൽ നിന്നുമാണ് ഈ ഒരു സെറ്റ് ഉണ്ടായത്. ഓക്കെ, ദെൻ പ്രോബ്ലംസ് കണ്ടപ്പോൾ എന്താ 40 degree 20 minutes into radian measure. നമുക്ക് എങ്ങനെയാ, നമുക്ക് ആകെ അറിയുന്ന കൺവേർഷൻ എന്താ? ഡിഗ്രി ടു റേഡിയൻ ആൻഡ് റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ അല്ലേ? നമുക്ക് ഡിഗ്രി തന്നിട്ടുണ്ട്, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഡിഗ്രി മാത്രമാണ് തന്നിരിക്കുന്നത്. 40 degree ഫൈൻ. പിന്നെന്താ തന്നിരിക്കുന്നത്? 20 minutes. ഇത് ഡിഗ്രി ആണോ? അല്ല, ദിസ് ഇസ് മിനിറ്റ്സ്. നമുക്കറിയാവുന്ന ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ ആണ്. സോ ഈ മിനിറ്റ്സിനെ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വേണം റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യാം. We know that 1 degree is equal to 60 minutes, or we can say 60 minutes is equal to 1 degree. Therefore, 1 minute is equal to 1 by 60 degree, and hence 20 minute is equal to 20 by 60 degree. 1 by 3 എന്ന് കിട്ടും, മിക്സഡ് ഫ്രാക്ഷൻ കിട്ടും. മിക്സഡ് ഫ്രാക്ഷൻ വന്ന് എന്ത് സംഭവിക്കും? 41 by 3 എങ്ങനെ എഴുതാം? 41 by 3 അല്ലേ? യെസ്, 40 into 3 plus 1, 121 by 3 ഡിഗ്രി വരും. ഇനി എന്ത് ചെയ്യണം? റേഡിയൻ മെഷറിലേക്ക് പൈ ബൈ 180 into 121 by 3 എഴുതുക, ആൻഡ് ദാറ്റ് വിൽ ബി ദി ഫൈനൽ ആൻസർ. സോ മിനിറ്റിനെ എപ്പോഴും ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ മറക്കരുത്, എന്നിട്ട് മാത്രമേ റേഡിയൻ മെഷറിലേക്ക് എഴുതാവുള്ളൂ. ദെൻ തിരിച്ച്
റേഡിയൻ ടു ഡിഗ്രി മെഷർ. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ചെയ്യണ്ട, വെറുതെ ഡിഗ്രി മെഷറിന്റെ ഇക്വേഷൻ എന്താ 180/π into radian measure. Direct substitution, you get 1 mark there. ഇനി ഈ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. If sin x is equal to -5/2, tan x is equal to -5/12, cos x is equal to ഇങ്ങനെ വാല്യൂ തരും. Lies in the quadrant, find all trigonometric functions. പലരും സ്കൂളിൽ റൈറ്റ് ട്രയാങ്കിൾ വെച്ചിട്ടാണ് പഠിപ്പിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ പോസിബിൾ ആയിട്ടുള്ളവർക്ക് റൈറ്റ് ട്രയാങ്കിൾ വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ we have many equations. എന്താണ് 3 ഐഡന്റിറ്റീസ് ഉണ്ട്. sin square x plus cos square x is equal to 1. ഈ ഐഡന്റിറ്റീസ് 1 plus tan square x is equal to cot sec square x and 1 plus cot square x is equal to cosec square x. ഒന്നെങ്കിൽ ഈ ഇക്വേഷൻസ് ആൻഡ് tan x is equal to sin x by cos x, പിന്നെ cos x is equal to 1 by tan x, ഇത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഐഡന്റിറ്റീസ് എല്ലാം യൂസ് ചെയ്തിട്ട് x lies in the second quadrant എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ ആകെ പോസിറ്റീവ് സൈനും കൊസീക് ഫംഗ്ഷൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ആൻസേഴ്സ് എഴുതുമ്പോൾ നെഗറ്റീവ് എഴുതുക. സോ അതിനാണ് ക്വാഡ്രന്റ് തരുന്നത്. ഇങ്ങനെ ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് ഒന്നെങ്കിൽ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾസ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ അലൗഡ് ആയിട്ടുള്ള സ്കൂളുകളിൽ അങ്ങനെ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് സൈന് മാത്രം ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്ന പരിപാടി. ലൈക്ക് വാട്ട് ഈസ് tan x? Opposite side by adjacent side. Opposite side is 5 and adjacent side is 12 and Pythagoras theorem വെച്ചിട്ട് this side നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് റൈറ്റ് ട്രയാങ്കിളിൽ എഴുതുന്നു. അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വി ക്യാൻ യൂസ് അവർ ഇക്വേഷൻസ്. ഇങ്ങനെയും ചെയ്യാം. ചെയ്തിട്ടുണ്ട്, ക്ലാസ് ഇഷ്ടംപോലെ മോഡൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വാല്യൂ ഓഫ് സൈൻ 765 ഡിഗ്രി. 765 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും അറിയാവുന്ന ഒരു ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. നമുക്ക് അറിയാവുന്ന ആംഗിൾസ് ഏതൊക്കെയാ? 0 ഡിഗ്രി, 30, 45, 60, 90. ഇതാണ് നമുക്ക് അറിയാവുന്ന ആംഗിൾ. 0 to 90 ഉള്ള ഏതെങ്കിലും ആംഗിളിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ എന്ത് ചെയ്യാം? സൈൻ ഓഫ് 765 ഡിഗ്രി. 765 ഡിഗ്രീനെ എങ്ങനെ എഴുതാം? മൾട്ടിപ്ലൈ നോക്കുക. 360 into 1. 360 എന്താ എടുക്കാം? 360 180 എടുക്കുക. 360 ഡിഗ്രി 2π or π എടുക്കുക. യെസ്, 360 into 1 360. 360 into 2 is 720. 765 എന്ന് പറഞ്ഞതായിരിക്കും 720ക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതലല്ലേ. സോ 360 into 2 plus 45 എന്ന് വരും. 360 into 2 720 plus 45. 360 into 2 plus 45 എന്ന് വരും. Now 360 into 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 360 നമുക്കറിയാം 2π ആണല്ലേ. 2π ആണ് 360 ഡിഗ്രി. സോ 2π into 2 is 4π. 4π ആണ് എന്ത്? 360 into 2. ഇനി sin of 12π plus x is equal to sin x. ആ ഇക്വേഷൻ കുത്തിയിരുന്ന് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? അതും വേണം സ്കിപ്പ് ചെയ്യാം. നമ്മുടെ പൈസ റൂൾ ആൻഡ് ASTC വെച്ചിട്ട് സൈൻ ഓഫ് 4π പ്ലസ് 45 ഡിഗ്രീനെ എന്ത് ചെയ്യണം? π/4 എന്ന് എഴുതണം. എന്ത് വരും? പൈസ റൂൾ വെച്ചിട്ട് ASTC ആൻഡ് പൈസ റൂൾ വെച്ചിട്ട് 4π എന്ന് പറയുന്നത് എവിടെ വരും? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വരും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ ഇസ് പോസിറ്റീവ് ആൻഡ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ ഇസ് പോസിറ്റീവ്. ദെൻ ദ സെക്കൻഡ് തിങ് പൈസ റൂൾ. യെസ്, സൈൻ ഇസ് പോസിറ്റീവ് എന്നാ പറഞ്ഞല്ലേ. യെസ്, ഫസ്റ്റ് ക്വാഡ്രന്റിൽ സൈൻ വിൽ ബി പോസിറ്റീവ്. പിന്നെന്താ? സെക്കൻഡ് തിങ് 4π is a multiple of pi. So same function we are using here. We get plus sin π/4. π/4 ന്റെ value sin π/4 എത്ര? sin 45 is 1/√2. So that's the value. So എല്ലാത്തിനും നമ്മൾ 0 to 90 ഡിഗ്രി ഉള്ള റേഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. ഈ മോഡൽ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണ്. വാല്യൂ ഓഫ് sin 31π/3. sin 31π/3 എങ്ങനെ എഴുതാം? 31/3 നമുക്ക് എന്ത് ചെയ്യാം? 10 31. യെസ്. സോ എങ്ങനെ ചെയ്യാം? മിക്സഡ് ടു ഇംപ്രോപ്പർ ആണെങ്കിലും ഇംപ്രോപ്പർ ടു മിക്സ്ഡ് ആണെങ്കിലും ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് സെയിം. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. കോഷ്യൻ ഇൻറ്റു റിമൈൻഡർ പ്ലസ് ഡിവൈസർ ആ ഒരു ഫോമിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരും. പക്ഷേ ഒരു കാര്യം കീപ്പ് ഇൻ മൈൻഡ്, ഏത് ഫ്രാക്ഷൻ ആണെങ്കിലും ഡിനോമിനേറ്റർ ഈസ് സെയിം. സോ ഇത് പോയി, റിമൈൻഡർ പോയി, പിന്നെന്താ ഉള്ളത്? കോഷ്യന്റും ഡിവൈസർ പോയി, കോഷ്യന്റും റിമൈൻഡറും മാത്രമേ ഉള്ളൂ. ആൻഡ് വി ഗെറ്റ് 10 1/3. So this is the mixed fraction form, which means 10π plus 1/3 into pi, or we can write pi/3. Sin of 10π plus pi/3. Again we use the same procedure, Paisa rule and ASTC rule. ഈ രണ്ട് റൂളും വെച്ചിട്ട് നമുക്ക് sin pi/3 എന്ന് കിട്ടും, which is sin 60. So √3/2 is the value. ഇതും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചാണ്. Now this one is simple. Prove that sin square pi/6 plus cos square pi/3 minus tan square pi/4 is equal to -1/2. എന്ത് ചെയ്യും?
എന്ത് ചെയ്യും? sin pi by 6 കണ്ടുപിടിക്കുക. sin pi by 6 അറിയാലേ, sin pi by 6 sin 30. So sin pi by 6 cos pi by 3 tan pi by 4. ഇത് എല്ലാത്തിന്റെ വാല്യൂ നമുക്കറിയാം. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. 0 90 ഡിഗ്രിയുടെ ഇടയ്ക്കുള്ളതാണ്, അല്ലെങ്കിൽ 0 pi by 2 ഇടയ്ക്കുള്ളതാണ്. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ക്വയർ എടുക്കുക. sin square pi by 6 എന്ന് പറഞ്ഞാൽ എന്താ? sin pi by 6 the whole square ആണ്. സോ sin pi by 6 ന്റെ വാല്യൂ എത്രയാ? sin 30. sin pi by 6 is sin 30. 1/2 ന്റെ സ്ക്വയർ വരും. അതുപോലെ cos pi by 3 is cos 60, which is again 1/2. അതിന്റെ സ്ക്വയർ വരും. minus tan square pi by 4. pi by 4 is, what is pi by 4? Yes, 45 degree. So 1 വരും, 1 square വരും. എത്ര വരും? 1/2 square, 1/4 plus 1/4 minus 1, which is 2 minus 4 whole divided by 4, which is minus 2/4, and that is equal to minus 1/2, hence proved. Direct values കൊണ്ട് substitute ചെയ്താൽ മാത്രം മതി, you get the proof. ഇനി നോക്കിക്കേ, prove that sin 5x plus sin 3x divided by cos 5x plus cos 3x is equal to tan 4x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ നമുക്ക് കാണാം sin x plus sin y, താഴെ കാണാം cos x plus cos y. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക, ന്യൂമറേറ്ററിൽ യൂസ് ചെയ്യുക, ഡിനോമിനേറ്ററിൽ യൂസ് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, and we get എന്താണ്? പിന്നെ ഒരു സാധനം കൂടെ വരും നമുക്ക്. 2 sin x cos x is equal to sin 2x എന്ന് പറഞ്ഞൊരു ഇക്വേഷനും സോൾവ് ചെയ്ത് വരുമ്പോൾ, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഇക്വേഷൻസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫോമിൽ കിട്ടിക്കഴിഞ്ഞാൽ sin 2x എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ ഫൈനലി യു ഗെറ്റ് sin 4x by cos 4x എന്നുള്ള റിസൾട്ട് കിട്ടും, ആൻഡ് വി ഗെറ്റ് tan 4x. sin 4x by cos 4x is tan 4x. ഈ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ്. യെസ്, ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലംസ് ആണ്, സോ പേടിക്കണ്ട. Now sin square 8x minus sin square 4x is equal to sin 12x into sin 4x. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. sin square 8x minus sin square 4x, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സിലെ ഈ ഒരു മോഡൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. യെസ്, a square minus b square is equal to a plus b into a minus b. എന്ത് വരും? sin 8x plus sin 4x into sin 8x minus sin 4x. ഇനി എന്ത് ചെയ്യണം? യെസ്, ഇനി ചെയ്യേണ്ടത് sin c plus sin d and sin c minus sin d യുടെ ഇക്വേഷൻസ് ഉപയോഗിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഫൈനലി യു വിൽ ഗെറ്റ് ദിസ് ആസ് ദ ആൻസർ. sin 12x into sin 4x എന്ന് കിട്ടും. Now again, sin x plus cos x whole square, a plus b whole square is equal to a square plus 2ab plus b square. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? a square plus 2ab plus b square. ഇതാണ് വരുന്നത്. We know that sin square x plus cos square x is equal to 1, and 2 sin x cos x is the expansion of sin 2x, which is the answer. രണ്ട് സ്റ്റെപ്പിൽ ആൻസർ കിട്ടി. സോ ലെഫ്റ്റ് സൈഡ് എഴുതി തുടങ്ങുക, എന്നിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് യൂസ് ചെയ്യാം. മെയിൻ ആയിട്ട് sin c plus sin d, sin c minus sin d ആ സെറ്റ്, and as I said sin 2x in equation 2 sin x cos x. ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്രൂഫിൽ നമുക്ക് ആവശ്യം വരുന്ന ഇക്വേഷൻ. വാല്യൂ ഓഫ് tan 75 എന്ന് പറഞ്ഞ വാല്യൂ നമുക്കറിയില്ല. നമുക്കറിയാവുന്ന ഏതാ? 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. അറിയത്തില്ലാത്തതിനെ അറിയാവുന്നതിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ എന്ത് ചെയ്താൽ 75 കിട്ടും? 45 plus 30 will give us what? 75. So tan 75 can be written as tan of 45 plus 30. ഇനി എന്ത് ചെയ്യണം? tan of x plus y, tan x plus tan y divided by 1 minus tan x tan y. ആ ഇക്വേഷൻ കൊണ്ടുപോയി tan 45 tan 30 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. You will get the final answer. Now this one also. നോക്കിക്കേ, ഇതിലൊരു പ്രത്യേകത ഉണ്ട്. 3 sin pi by 6. pi by 6 അറിയാം, 30 ഡിഗ്രി. sec pi by 3 അറിയാം, എത്രയാ? 60 ഡിഗ്രി. Now minus 4 sin 5 pi by 6. 5 pi by 6 എന്ത് ചെയ്യാം നമുക്ക്? 5 pi by 6 എന്ത് ചെയ്യാം? pi minus pi by 6 എന്ന് എഴുതാം. 5 pi by 6 എങ്ങനെ എഴുതാം? ഇത് എങ്ങനെ ചെയ്തത്? ബാക്കി എല്ലാം 0യുടെയും pi by 2ന്റെ അല്ലെങ്കിൽ 0യുടെയും 90 ഡിഗ്രിയുടെ ഇടയ്ക്കുള്ള വാല്യൂസ്, pi by 4 ഒക്കെ. ഇതിന്റെ എല്ലാ വാല്യൂസ് നമുക്ക് അറിയാം. pi by 4, pi by 3, pi by 6, sin, cos, tan, cosec, sec എല്ലാത്തിന്റെ വാല്യൂസ് നമുക്ക് അറിയാം. പക്ഷെ 5 pi by 6 എന്ന് പറഞ്ഞൊരു വാല്യൂ, ഒരു ആംഗിളിന്റെ വാല്യൂ മോർ ദാൻ 90 ഡിഗ്രി അല്ലെങ്കിൽ മോർ ദാൻ pi by 2 വന്നിട്ടുള്ള ഒരു ആംഗിളിന്റെ വാല്യൂ, അതിന്റെ സൈനോ കോസോ ഒന്നും നമുക്കറിയില്ല. സോ നമ്മൾ അറിയാവുന്ന 0 to 90 ആംഗിൾസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അതുപോലെ 5 pi by 6 നമ്മൾ എന്ത് ചെയ്തു? pi minus the denominator should be same. നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഡിനോമിനേറ്റർ is same and pi by something നമുക്ക് അറിയാവുന്ന ഒരു ആംഗിൾ. ഇനി ഇവിടെ എന്ത് വരണം എന്ന് തീരുമാനിക്കണമെങ്കിൽ നമ്മൾ വെറുതെ pi 2pi ഒക്കെ ഇട്ട് നോക്കുക. pi 2pi അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാറുള്ളൂ.
അപ്പോൾ ഇനി പ്ലസ് ആണോ മൈനസ് ആണോ അറിയാം. ഇവിടെ പൈ ബൈ 6 ഉണ്ട്. ഇതിന്റെ എൽസിഎം എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 6π മൈനസ് പൈ. 6π മൈനസ് പൈ എത്ര വരും? ജസ്റ്റ് 5π ബൈ 6. ഇനി പ്ലസ് ഇട്ടിരുന്നെങ്കിൽ ഇത് സംഭവിച്ചേനെ 6π പ്ലസ് പൈ 7π ആയി പോയി. സോ 5π ബൈ 6 വേണമെങ്കിൽ പൈ മൈനസ് പൈ ബൈ 6 എഴുതി. ഇനി എന്ത് ചെയ്യാം? സൈൻ ഓഫ് ഇത് സൈൻ അല്ലേ, സൈൻ 5π ബൈ 6 ആണ്. സോ സൈൻ ഓഫ് പൈ മൈനസ് പൈ ബൈ 6. അഗൈൻ പൈസ റൂൾ ആൻഡ് ASTC റൂൾ യൂസ് ചെയ്യുക. യു ഗെറ്റ് ദ റിസൾട്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ഇവിടെ തെറ്റിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1. ആൻഡ് ദിസ് വൺ കണ്ടറിയാം. ടാൻ ഓഫ് പൈ ബൈ 4 പ്ലസ് എക്സ്, ടാൻ ഓഫ് പൈ ബൈ 4 മൈനസ് എക്സ്. Use the equation tan of x plus y and tan of x minus y. Tan of x plus y is tan x plus tan y by 1 minus tan x tan y. And tan of x minus y is tan x minus tan y by 1 plus tan x tan y. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ജസ്റ്റ് tan pi by 4 is 1 actually. So ഇത് രണ്ടും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ എഴുതി കഴിയുമ്പോൾ you get like this. 1 by tan x divided by 1 plus tan x divided by 1 minus tan x whole divided by 1 minus tan x divided by 1 plus tan x എന്ന് വരും. And a by b by c by d ചെയ്യുമ്പോൾ എന്ത് വരും? AD by BC അല്ലേ? അകത്തുള്ള രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പുറത്തുള്ള രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്ത് ന്യൂമറേറ്ററിൽ എഴുതുന്നു. സോ ഇങ്ങനെ എഴുതി കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് 1 plus tan x by 1 minus tan x the whole square എന്ന് റിസൾട്ട് കിട്ടും. Now show that tan 15 degree is equal to 2 minus root 3. 15 degree എന്ത് ചെയ്യാം? 15 is 45 minus 30. So again use the equation tan of x minus y is equal to tan x minus tan y by 1 plus tan x tan y. So repeated ആയിട്ട് വരുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കണ്ട മെയിൻ കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. Then we move on to the fifth chapter which is complex numbers and quadratic equations. അതിനകത്തുള്ള അപ്പൊ ട്രിഗ്നോമെട്രിയിൽ എന്തൊക്കെയായിരുന്നു? മെയിൻ ആയിട്ട് sin c plus sin d ആ ഒരു സെറ്റ്, പിന്നെ sin 2x in equation, cos 2x important ആണ്, tan of x plus y and tan of x minus y, പൈസ റൂൾ, ASTC റൂൾ, ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ കഴിഞ്ഞു. ചാപ്റ്റർ 3 കഴിഞ്ഞു. Now chapter 4. ചാപ്റ്റർ 4 എന്തൊക്കെയുണ്ട്? Yes, it's complex number. A plus IB ഫോർമുല എഴുതുന്നതാണ് കോംപ്ലക്സ് നമ്പർ. ഇനി എപ്പോഴാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആവുന്നത്? when they are corresponding. So I ഉള്ള ഫോം, ഇമാജിനറി പാർട്ട് I ഉള്ള ആ ഒരു നമ്പർ ആണ് I കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഒരു എലമെന്റ്. B ആണ് നമ്മുടെ ഇമാജിനറി പാർട്ട് ആൻഡ് I ഇല്ലാത്ത പോർഷൻ ആണ്. A is the real part. So corresponding real parts ഈക്വൽ ആണെങ്കിലും രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ corresponding real parts ഈക്വലും imaginary parts തമ്മിൽ ഈക്വൽ ആണെങ്കിൽ we say that the complex numbers are equal. So equal to C and B equal to D. Then conjugate and modulus. ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് conjugate and modulus. What is the conjugate? ഇമാജിനറി പാർട്ടിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കളിക്കുന്നത്. ഐക്കാണ് നമ്മൾ സൈൻ ചേഞ്ച് ചെയ്ത് കളിക്കുന്നത്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. തിരിച്ചു മറിച്ച് ഒന്നും ചെയ്യരുത്. ഐയുടെ സൈൻ ആണ് നമ്മൾ ചേഞ്ച് ചെയ്ത് കളിക്കുന്നത്. സോ Z is equal to A plus IB ആണെങ്കിൽ Z bar, we denote conjugate by Z bar is equal to A minus IB ആയിരിക്കും. സോ ഐയുടെ സൈൻ ആണ് അവിടെ ചേഞ്ച് ചെയ്തത്. ഇനി Z A minus IB ആണെങ്കിലോ, A minus IB ആണെങ്കിൽ Z bar will be A plus IB. ഇനി Z minus A plus IB ആണെങ്കിൽ എന്ത് സംഭവിക്കും? Z bar will be minus A minus IB. We change the sign of only that I. ഐയുടെ കൂടെ ഉള്ള സൈൻ മാത്രമേ നമ്മൾ മാറ്റുള്ളൂ, വേറെ ഒന്നിന്റെ റിയൽ പാർട്ടിന്റെ സൈൻ മാറ്റാൻ പോകരുത്. ആൻഡ് ഫൈനലി വി ഹാവ് Z is equal to minus A minus IB ആണെങ്കിൽ Z bar will be minus A plus IB. സോ ഐയുടെ അവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആകും, മൈനസ് ആണെങ്കിൽ പ്ലസ് ആകും. ദെൻ പവർ ഓഫ് I തന്നെ റൂട്ട് ഓഫ് മൈനസ് 1, അത് വാല്യൂ ഓഫ് I is equal to റൂട്ട് ഓഫ് മൈനസ് 1. ഇതാണ് I എന്ന് പറയുന്നത്. സോ നെഗറ്റീവ് നമ്പേഴ്സിന്റെ സ്ക്വയർ റൂട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഇമാജിനറി നമ്പർ എന്നൊരു കോൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ വന്നത്. ദെൻ I square is automatically, yes, ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ -1. ദെൻ I cube is I square into I. ഇതെല്ലാം നമ്മൾ കണ്ടാണ് ഡിഫറെന്റ് പവേഴ്സ് ഓഫ് I cube ആൻഡ് I raised to 4 is 1, I cube is I. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ മോഡുലസ്. സോ കോൺജുഗേറ്റ് അറിയാമെങ്കിൽ മോഡുലസ് അറിയാം. മോഡുലസ് മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. റിയൽ പാർട്ടിനെ ഇമാജിനറി പാർട്ടിനെ സ്ക്വയർ എടുത്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ we get the modulus or the absolute value. പിന്നെ ആർഗൻ പ്ലെയിനിൽ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാനല്ലേ ഉള്ളൂ. ഒരു കോംപ്ലക്സ് നമ്പർ A plus IB എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ യെസ് എന്തായിരിക്കും? ഇത് ചോദിക്കാൻ ചാൻസ് കുറവാണ്. യെസ്, ദിസ് വിൽ ബി ദ റിയൽ പാർട്ട് ആൻഡ് ദിസ് വിൽ ബി ദ ഇമാജിനറി പാർട്ട്. 2 plus 3i എന്ന് തന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ഇവിടുന്ന് 2ഉം ഇവിടുന്ന് 3ഉം. സോ ദിസ് വിൽ ബി 2 + 3i. റിയൽ പാർട്ടിൽ ഇമാജിനറി പാർട്ടൂടെ ഡിനോട്ട് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ജസ്റ്റ് ദാറ്റ് അൽഗോരിതം. അപ്പോൾ ഇതായിരുന്നു ഇതിന്റെ മോഡുലസ് ആണ്. സോ ദിസ് വിൽ ബി ദ റിയൽ പാർട്ട്. The imaginary part will be the y-axis and their modulus will be root of x square plus y square. It's root of x square plus y square എന്ന് പറയുന്നതായിരിക്കും അതിന്റെ മോഡുലസ് എന്ന് പറയുന്നത്. സോ അത്രയാണ് നമ്മുടെ 5th ചാപ്റ്ററിൽ നിന്ന് കുറെ ഡിലീറ്റഡ് പോർഷൻ ആണ്. അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ കോൺജുഗേറ്റ്, മോഡുലസ്, then പവർ ഓഫ് i, പിന്നെ ഈക്വൽ. എപ്പോഴാണ് ഈക്വൽ? കറസ്പോണ്ടിങ് റിയൽ പാർട്സ് ആർ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സ് ഈക്വൽ ആണെങ്കിൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആർ ഈക്വൽ. ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. P 4x plus I into 3x minus y is equal to 3 plus I into minus 6 where x and y are real numbers, then find the values of x and y. So equal ആണ് എന്നാണ് തന്നിരിക്കുന്നത്. രണ്ട് റിയൽ നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ which means their corresponding real parts are equal and corresponding imaginary parts are equal. നോക്കിക്കേ ഇവിടെ റിയൽ പാർട്ട് ഏതാ? 4x and 3. So real parts are equal which means x is equal to 3/4 and imaginary part ഏതാ? 3x minus y is equal to -6 എന്ന് വരും. ഐയുടെ കോഎഫിഷ്യന്റ് ആണ് ഇമാജിനറി പാർട്ട്. സോ 3x minus y is equal to -6 എന്ന് വരും. ഇവിടെ കിട്ടിയ x ന്റെ വാല്യൂ 3/4 എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക and you will get the value of y. So സെറ്റിൽ എന്താണ്? സെറ്റിൽ 2 sets are equal if the corresponding elements are equal. ഇനി റിലേഷണൽ 2 sets ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കും? ഓർഡർഡ് പെയർ. രണ്ട് ഓർഡർഡ് പെയർ ഈക്വൽ ആണെന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഫസ്റ്റ് എലമെന്റ്സ് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ്സ് ഈക്വലും കറസ്പോണ്ടിങ് സെക്കൻഡ് എലമെന്റ്സ് ഈക്വൽ ആണെങ്കിൽ. ഇനി കോംപ്ലക്സ് നമ്പേഴ്സിൽ ഏതൊക്കെയാണ് ഈക്വൽ? കറസ്പോണ്ടിങ് റിയൽ പാർട്സ് ഈക്വലും കറസ്പോണ്ടിങ് ഇമാജിനറി പാർട്സ് ഈക്വലും. സോ ഈക്വൽ വെച്ചിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാറുണ്ട്. ഇത് കോംപ്ലക്സ് നമ്പർ ഓർ റിലേഷൻ ഓർ ഇൻ ദ സെറ്റ് പലയിടത്തും ചോദിക്കാറുണ്ട്. സോ ഇത് സിമ്പിൾ ആണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചോളുക. Then express the following in the form of a plus bi or a plus ib. Real part plus I into imaginary part. So എന്ത് ചെയ്യണം? ആദ്യം സ്പ്ലിറ്റ് ചെയ്യുക. റിയൽ പാർട്ടിനെ, റിയൽ നമ്പറിനെ ഇമാജിനറി നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഫോർ അവോയ്ഡിങ് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നല്ല നിർബന്ധമൊന്നുമല്ല. 2 into -1/8 whole cube. ഇതാണ് നമ്മുടെ നമ്പറിനെ സ്പ്ലിറ്റ് ചെയ്തു. പിന്നെ ഏതൊക്കെയുണ്ട്? 2 പോയി, -1/8 whole cube പോയി. പിന്നെ എന്തൊക്കെയുണ്ട്? -i ഉണ്ട്, 2i i ഉണ്ട്, into i cube. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. i എല്ലാം കൂടെ ഒരുമിച്ചാക്കി, നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ചാക്കി. ഇനി സോൾവ് ചെയ്യാലോ. 2 into -i, yes, -1, not -i. -1 the whole cube is -1 divided by 8 cube, 64, yes, 256. 8 into, yes, 8 into 64. 64 into 8, 24, 32. Yes, I think it's 572. 48, yes, 512. Yes, not 256. It's 512 into -i into, അവിടെ നിൽക്കട്ടെ. What's the value of i cube? -i into what is i cube? I cube is i. അല്ലേ? i cube is i. ഇനി മൈനസും ഉണ്ട്. മൈനസും മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ +i. 2ഉം ഇതൂടെ ക്യാൻസൽ ചെയ്തപ്പോൾ we got 256 and i into i is i cube. What is i cube? I cube is i. So we get 1/200. ഇത് പല സ്റ്റെപ്പായിട്ട് എഴുതിയാൽ മതി. ഒറ്റയടിക്ക് എഴുതിയാൽ തെറ്റിപ്പോകും. 1/256i. We write it as 0 plus 1/256i because the real part is 0. Imaginary part is 1/256. So a plus ib formula എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. Then this question also similar kind of question. എന്ത് ചെയ്യണം? -√3 plus root of -2. What is root of -2? Root of -2 എന്താ? Root of -2 is root of 2 into -1. 2 into -1 ആണ് -2, which is root of 2 into root of -1 ആണല്ലോ. 2 into -1, root of 2 into root of -1. Root of 2 is root 2 itself. Root of -1, what is root of -1? I. Root of -1 ആണ് I എന്ന് നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞതേ ഉള്ളൂ. So this is root 2i. Root 2i into 2√3 -i. ഇനി എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓരോ എലമെന്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. And i square, I into i is i square which is equal to -1. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസും പ്ലസും ഒന്നും മാറിപ്പോരുത്, തിരിഞ്ഞു പോരുത്. നിങ്ങൾ എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയെങ്കിലേ ഉള്ളൂ. സോ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുകൊണ്ടേ തെറ്റിക്കരുത്, സിമ്പിൾ സാധനമാണ്. Then പവർ ഓഫ് i ഇത് ചോദിക്കാവുന്നതാണേ. നോക്കിക്കേ, ഒന്നെങ്കിൽ i സ്ക്വയറിന്റെ പവറിൽ എഴുതാം, ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? i raised to 9നെ
ഐ സ്ക്വയറിന്റെ പവർ എഴുതാം. ഐ സ്ക്വയർ ദ ഹോൾ റേസ് ടു 4 ഇൻറ്റു ഐ പ്ലസ് ഐ സ്ക്വയർ ഹോൾ റേസ് ടു 9 ഇൻറ്റു ഐ. ഇവിടെ എന്താ സംഭവിച്ചത്? ഐ റേസ് ടു 9 എന്ത് ചെയ്തു? ഐ സ്ക്വയറിന്റെ പവറിൽ എഴുതി എന്ത് സംഭവിക്കും? ഐ സ്ക്വയർ 2 റേസ് ടു 3 4 5 ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുള്ളൂ. സോ ഐ സ്ക്വയർ ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താ? എ റേസ് ടു എം ഇൻറ്റു എൻ ആണല്ലോ. സോ ഐ റേസ് ടു 2 ഇൻറ്റു 4 ഈസ് ഐ റേസ് ടു 8. ഐ റേസ് ടു 8 ആയതേ ഉള്ളൂ. നമുക്ക് എന്ത് വേണം? ഐ റേസ് ടു 9 വേണം. സോ ഇൻറ്റു 9 ഇൻറ്റു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വൈ? ബിക്കോസ് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ്. ഈ റിസൾട്ട് എല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. യെസ്, ഓക്കെ. യെസ്, ഐ ക്യൂബ് ഈസ് ദ വാല്യൂ ഓഫ്, മുമ്പത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾ ആരും പറഞ്ഞില്ല, ഐ ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണ്. സോ I cube is equal to I square into I. Yes, I square is minus 1 into I which is minus I. ഇവിടെ തെറ്റിക്കരുത്. ഇവിടെ I ക്യൂബിന്റെ വാല്യൂ എത്രയാണ്? മുമ്പത്തെ പ്രോബ്ലത്തിലായിരുന്നു. യെസ്, I ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണ്. സോ യെസ്, I ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണ്. ആൻഡ് മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് ഐ. പിന്നെ എന്ത് സംഭവിച്ചു? ഐ ഇൻറ്റു ഐ ഇൻറ്റു ഐ ഇസ് മൈനസ് ഐ. അപ്പോൾ എന്ത് സംഭവിച്ചു? സോറി, ഐ ഇൻറ്റു ഐ ഇൻറ്റു ഐ ഇസ് ഐ ക്യൂബ്. ഐ ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ. സോ എന്ത് സംഭവിച്ചു? മൈനസ് ഇൻറ്റു മൈനസ് ഐ വിച്ച് ഇസ് അഗെയിൻ ഈക്വൽ ടു ഐ. ആൻസർ സെയിം ആണ്, ഫൈനൽ ആൻസർ സെയിം ആണ്. നോക്കിക്കേ, ഐ ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണ്. ഇവിടുത്തെ മൈനസ് ഇൻറ്റു മൈനസ്, ഈ മൈനസും ഈ മൈനസുടെ മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ പ്ലസ് ഐ. പിന്നെ ഐ ഇൻറ്റു ഐ ക്യൂബ് ആണ് നമുക്ക് മിച്ചമുള്ളത്. ഐ ഇൻറ്റു വാട്ട് ഇസ് ഐ ക്യൂബ്? മൈനസ് ഐ വിച്ച് ഈസ് മൈനസ് ഐ ക്യൂബ് which is minus of minus I and that is I. Clear ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ നാഷ്ന? ഓക്കെ, ഫൈൻ. യെസ്, ഐ ക്യൂബിന്റെ വാല്യൂ മൈനസ് ഐ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പെട്ടെന്ന് തിരികെ പറഞ്ഞാൽ തിരിക്കുക. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഐ സ്ക്വയറിന്റെ പവറിൽ എഴുതാം. ആൻഡ് വി ഗെറ്റ് മൈനസ് 1 ഹോൾ റേസ് ടു 4 ഇൻറ്റു ഐ plus minus 1 whole raised to 9 into I, which is what's minus 1 whole raised to 4. Any negative number raised to an even number is positive and any negative number raised to an odd number is negative. So ഇവിടെ even number ആയതുകൊണ്ട് it is positive, which is plus 1 into I is I, and ഇവിടെ minus 1 raised to 9 is എന്താണ്? Negative. Sorry, not, yes, it is negative. Minus 1 raised to 9 എന്ന് പറയുന്നത് minus 1 raised to an odd number ആണ്. So it is negative minus into I and we get 0. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് I raised to 4ന്റെ പവറിൽ എഴുതാം. I raised to 4 the whole square into I plus I raised to 4 the whole raised to 4 into I cube. അങ്ങനെ എഴുതാം. I raised to 4 ആണെങ്കിൽ its value is 1. Directly നമുക്ക് 1 എന്ന് എഴുതാം. ഇനി I square ആണെങ്കിൽ its value is minus 1. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. You will get the same answer. Then multiplicative inverse. ഇത് previous year question ആണ് കേട്ടോ. What is multiplicative inverse? 2 minus 3i യുടെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? 1 by 2 minus 3i. ഇതാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. 1 by 2 minus 3i. അവിടെ കഴിയില്ല. നമ്മൾ ഒരിക്കലും ഒരു കോംപ്ലക്സ് നമ്പറിന് ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റില്ല. We always write our complex number in the form of a plus ib. i നമ്മൾ ഒരിക്കലും നമ്മൾ എപ്പോൾ ചെയ്താലും ഡിനോമിനേറ്ററിൽ i കൊണ്ട് ഇടാൻ പാടില്ല. സോ വാട്ട് ഡു വി ഡു? നമ്മൾ അവിടെ എന്ത് ചെയ്യും? കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് multiply ചെയ്യും. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ. വാട്ട് ഈസ് ദ കോൺജുഗേറ്റ്? കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് 2 minus 3i? It is 2 plus 3i divided by 2 minus 3i into 2 plus 3i. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, സോൾവ് ചെയ്യുക. ഇവിടെ തെറ്റിക്കരുത്. I into I is I square which is minus 1. Again we have a minus, so it will become plus 9. ഇവിടെ ലാസ്റ്റ് എലമെന്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തെറ്റിക്കരുത്. And real പാർട്ടും imaginary പാർട്ടും സെപ്പറേറ്റ് ആക്കി എഴുതുക. So that's what we do in multiplicative inverse. And find the real and imaginary parts of complex number. First എന്ത് ചെയ്യണം? കിടക്കുന്ന കണ്ടാലേ അറിയാം, ഒരു സുഖമില്ല. സോ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഇതിന്റെ LCM എടുക്കുക, ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്യുക, വൃത്തിയാക്കി എഴുതുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക? റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും a plus ib ഫോമിൽ എഴുതുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, യെസ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെങ്കിൽ LCM എടുത്തു, മൊത്തം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. Then real part and imaginary part separate ആക്കി a plus ib ഫോമിൽ എഴുതുക. And a is the real part and b is the imaginary part. So a plus ib ഫോമിൽ എഴുതി അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്. Separately write the real part is this and the imaginary part is this എന്ന് പറഞ്ഞ് എടുത്ത് എഴുതണം. വെറുതെ അരമാർക്ക് കൊണ്ടേ കളയരുത്. Okay, keep that in mind. Express the following expression in the form of a plus ib. ഇതും ഒന്നുമില്ല, വെറുതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഓരോ എലിമെന്റ്സും
ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഉപയോഗിച്ച് ഓരോ എലിമെന്റ്സും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല സബ്ട്രാക്ഷൻ ആണ്. ഈ സൈൻ ആരും കണ്ടില്ലെന്ന് അടിക്കരുത്. ന്യൂമറേറ്ററിൽ കയറി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഡിനോമിനേറ്ററിൽ കയറി മൾട്ടിപ്ലൈ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിലും സബ്ട്രാക്ഷൻ ആണ്. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, കോമൺ എലിമെന്റ്സ് ക്യാൻസൽ ചെയ്യുക, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ആക്കി എഴുതുക ഇൻ ദ ഫോം ഓഫ് a plus ib. കൺസിഡർ ദ കോംപ്ലക്സ് നമ്പർ അഗൈൻ ദ സെയിം. ഇവിടെ എന്ത് ചെയ്യണം? കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക. 4 minus 2 root 3 i കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, a plus ib ഫോമിൽ എഴുതുക, റിയൽ പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് ഇമാജിനറി പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. then അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എഴുതാൻ ചോദിക്കും. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ചോദിക്കും. then conjugate and modulus. ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് കോംപ്ലക്സ് നമ്പേഴ്സ് നമുക്ക് പഠിക്കാനുള്ളത്. and the sixth chapter is linear inequalities. ഇതിന്റെ ആകെ ഒരു കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഇത് നമുക്ക് അറിയുന്ന സിമ്പിൾ ആണ്. ലെസ് ആണെങ്കിൽ ഈ സിമ്പിൾ. യെസ്, ദിസ് ഇസ് എ സിമ്പിൾ ഫോർ ലെസ് ദാൻ. ലെസ് ദാന്റെ എല്ലാണ് ആ സിമ്പിൾ. ലെസ് ദാൻ സിമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, പിന്നെ ഈ ഒറ്റ ക്രൈറ്റീരിയ മാത്രം ഈ ചാപ്റ്ററിൽ അറിഞ്ഞാൽ മതി. Equal numbers may be added or subtracted to both sides of an inequality without the sign affecting the sign of inequality. Second rule is important. Both sides of an inequality can be multiplied or divided by the same positive number. Okay, but when both sides are multiplied or divided by a negative number, then the sign of inequality is reversed. അതായത് 3x greater than 2 എന്ന് പറഞ്ഞ ഒരു ഇനിക്വാളിറ്റി നമുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ -1 കൊണ്ടോ ഒരു നെഗറ്റീവ് നമ്പർ കൊണ്ടോ ആ ഇനിക്വാളിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ the sign of the inequality will reverse. Greater than will become less than will become greater than or equal to will become less than or equal to, and less than or equal to will become greater than or equal to when we multiply with a negative number. ഇതൊക്കെ എപ്പോഴാ വരുന്നത്? ഫൈനൽ ആൻസർ എഴുതിയപ്പോൾ -x greater than 3 എന്ന് കിട്ടി. നമുക്ക് വേണ്ടത് എക്സിന്റെ വാല്യൂ ആ. സോ എന്ത് ചെയ്യും? x less than 3, x less than -3, -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു and the sign of inequality is changed. സോ ഇവിടെയാണ് ഇതിന്റെ ആവശ്യം വരുന്നത്. ആൻഡ് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ നിന്നും ഈ ഒരു കോൺസെപ്റ്റ് മാത്രം നമുക്ക് അറിഞ്ഞു വെച്ചാൽ മതി. ഇനിക്വാലിറ്റി സോൾവ് ചെയ്യുമ്പോൾ x is an integer, x is a real number. രണ്ട് കേസും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും? 5x minus 3 is less than 3x plus 1. First of all, we have to solve. Solve means we have to find the solution. What is the solution? The value of x is the solution. അതാണ് അതിന്റെ solution. So x ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? 3x നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാ. We get 2x minus 3 less than 1. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കോൺസ്റ്റന്റിനെ കൊണ്ടുപോവുക. 2x less than -3 will become plus 3 in the right side. So 1 plus 3 is 4 and we get x less than 4. Sorry, x less than 4 by 2, which means x is less than 2 എന്ന് കിട്ടും. ഇനി x integer ആണെങ്കിൽ എന്തൊക്കെയായിരിക്കും? -infinity etc. -3 -2 -1 0 1 full stop. Okay, x less than 2 എന്ന് പറഞ്ഞാൽ x less than 2 എന്ന് പറഞ്ഞാൽ x ഒരു ഇന്റിജർ ആണെങ്കിൽ this will be the resultant set. ഒരിക്കലും നമ്മൾ എന്തെഴുതില്ല? ഇന്റർവൽ ആക്കി എഴുതില്ല. -3 നെഗറ്റീവ് നമ്പേഴ്സ് till 1. x less than 2 എന്ന് പറഞ്ഞാൽ it's an integer. So 2 നെക്കാട്ടിലും ചെറുതായിട്ടുള്ള integer is 1. So 1 നെ അവിടെ നിർത്തുക. Second question, we get the same value for x as less than 2. And for the same question, we have x is a real number. Real number ആണെങ്കിൽ എന്താ സംഭവിക്കുക? Real number ആണെങ്കിൽ 1.99999 വരെ പോസിബിൾ ആണ്. But that's not possible in the case of an integer. 1.9999 etc. വരെ പോസിബിൾ ആണ്. So other than 2, it can be any number from -infinity to 2. So this is the difference. Real number ആണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ ഇന്റർവൽ ആക്കി എഴുതാം. But it is less than 2. X is less than 2, which means excluding 2. 2 ഇല്ലാതെ ബാക്കി. That's why we use open interval over here. 2 നെക്കാട്ടിലും ചെറുതായിട്ടുള്ള എല്ലാ വാല്യൂസും വരും for the case of real number. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ വ്യത്യാസം. പല ചാപ്റ്റേഴ്സിൽ ആവശ്യം വരുന്നതാണ്. റിയൽ നമ്പർ മാത്രമേ നമ്മൾ ഇങ്ങനെ ഇന്റർവൽ ആയിട്ട് എഴുതുള്ളൂ. -infinity to 2, ഓപ്പൺ ഇന്റർവൽ -infinity to 2. ബട്ട് ഇന്റിജേഴ്സിനോ റാഷണൽ നമ്പറിനോ വേറെ ഒന്നിനും നമ്മൾ ഇന്റർവൽ ആയിട്ട് എഴുതില്ല. ബിക്കോസ് -infinity to 2 എന്ന് പറഞ്ഞ ഓപ്പൺ ഇന്റർവലിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ
മൈനസ് ഇൻഫിനിറ്റിയുടെയും 2ന്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസും, എല്ലാ പോസിബിൾ വാല്യൂസ്, പോസിറ്റീവ്, നെഗറ്റീവ്, റാഷണൽ, ഫ്രാക്ഷൻ, ഡെസിമൽ, എവറിത്തിങ് ഇറാഷണൽ എല്ലാം വരും ഇതിനിടയ്ക്ക്. ബട്ട് ഇൻ ദ കേസ് ഓഫ് an integer -3 കഴിഞ്ഞാൽ പിന്നെ -2, അതിന്റെ ഇടയ്ക്കത്തെ ഒന്നുമില്ല. പിന്നെ -1, 0, 1 x less than 2 എന്ന് പറഞ്ഞാൽ 1ഓടെ കഴിഞ്ഞു, 1ഓടെ തീർന്നു, പിന്നെ ഒന്നും ഇല്ല. 1 കഴിഞ്ഞാലുള്ള അടുത്ത ഇന്റിജർ എന്ന് പറയുന്നത് 2, ബട്ട് x less than 2 ആയതുകൊണ്ട് 2 കൺസിഡർ ചെയ്യാനും പറ്റില്ല. സോ അതാണ് integer and real number എന്ന് പറഞ്ഞാലുള്ള വ്യത്യാസം. I think you have understood that and we have already discussed that in our class session as well. Yes. പിന്നെ ഈ മോഡൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ we have to find the value of x എന്നിട്ട് show the graph of solution on the number line. നമ്പർ ലൈനിൽ സൊല്യൂഷൻ കാണിക്കാനാണ്. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ചാണ്, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഇനിക്വാലിറ്റി ഫോർ റിയൽ എക്സ് ഇത് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ഷോ ദ ഗ്രാഫ് ഓൺ ദ നമ്പർ ലൈൻ എന്ന് നമ്മളോട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കണം. സോ ഇത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ? 3x minus 4/2 is greater than or equal to x plus 1/4 minus 1. ആദ്യം എന്ത് ചെയ്യും? LCM എടുക്കും, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. എക്സിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഡിനോമിനേറ്ററിനെ എല്ലാം സെയിം ആക്കും. സോ 3x minus 4/2 greater than or equal to x plus 1 minus 4/4. x plus 1 minus 4/4 വരും. അതിനെ എങ്ങനെ എഴുതാം? 3x minus 4/2 greater than or equal to x minus 3/4. ഇനി yes, 2 cancel and e 2 right side left side do and we get 6x minus 8 greater than or equal to yes, 6x minus 8 greater than or equal to x minus 3. And what do we get? 5x greater than or equal to 8 right side do plus 8 out. So 8 minus 3 is 5 and x is greater than or equal to 1. So x is greater than or equal to 1 എന്നാണ് നമുക്ക് നമ്മുടെ സൊല്യൂഷൻ കിട്ടുന്നത്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ we get x is greater than or equal to 1. So this is our number line. ഇതാണ് നമ്പർ ലൈൻ. 0, 1, 2, 3 etc. -1, -2, -3 etc. ഇങ്ങോട്ടും we got x is greater than or equal to -1. ഇതാണ് നമുക്ക് വാല്യൂ കിട്ടി. 1 x is greater than or equal to 1 എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയത്. What does this mean? അതായത് 1നെക്കാട്ടിലും കൂടുതൽ. സോ എന്ത് ചെയ്യണം? നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ വരയ്ക്കുക. 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വരച്ചു. Now greater than or equal to അതായത് including 1, which means this is closed interval. Yes, closed interval. Sorry, ഇങ്ങനെ എഴുതാൻ പാടില്ല. പക്ഷേ yes, including 1. Yes, 1നെക്കാട്ടിലും കൂടുതൽ including 1 greater than or equal to എന്ന് പറഞ്ഞാൽ including 1. So this is closed interval. So we color this bubble. ക്ലോസ്ഡ് ഇന്റർവെൽ ആയതുകൊണ്ട് ബബിള് കളർ ചെയ്യണം. ഇതാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം. ക്ലോസ്ഡ് ഇന്റർവെൽ ആണെങ്കിൽ ബബിൾ കളർ ചെയ്യണം. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ, ലെസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക, ബബിൾ കളർ ചെയ്യണം. അതേപോലെ തന്നെ ഈ ഇൻക്വാളിറ്റി ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സെയിം മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. സോൾവ് ചെയ്യാനേ ഉള്ളൂ. നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ മാത്രം റെപ്രസെന്റ് ചെയ്യുക. ഇതും സെയിം ഓൾഡ് ക്വസ്റ്റ്യൻ. നോക്കിയേ, 7x plus 3 less than 5x plus 9. അപ്പൊ എന്ത് ചെയ്യും? 7x plus 3 less than 5x plus 9 എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സിന്റെ വാല്യൂ എങ്ങനെ ചെയ്യാം? 7x minus 5x which is 2x less than 9 minus 3 is 6 and x is less than 3. x less than 3 എന്ന് കിട്ടും. സോ നമ്പർ ലൈനിൽ എന്ത് ചെയ്യാം? 0, 1, 2, 3, 4 etc. -1, -2, -3 etc. പിന്നെ എന്ത് ചെയ്തു? ലെസ് ദാൻ 3 എന്നാ പറഞ്ഞത്. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് ലെസ് ദാനും ഇങ്ങോട്ട് ഗ്രേറ്റർ ദാനും ആണ്. അറിയാലോ, നമ്പർ ലൈനിൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കാണ് കൂടി പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ 3യിൽ നിന്നും 3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക്, ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 3യുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എല്ലാം ആൻഡ് അവിടെ നിർത്തരുത്. This is open interval not equal to 3. It is less than 3. Less than 3 എന്ന് പറഞ്ഞാൽ 3 അല്ലാതെ 3യേക്കാട്ടിലും ചെറുതായിട്ടുള്ള എല്ലാം. So which means this is open interval 3. So we represent it using this symbol O. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ക്ലാസ് ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓപ്പൺ ഇന്റർവൽ ആണെങ്കിൽ we did not like this. ക്ലോസ്ഡ് ഇന്റർവൽ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് കളർ അടിച്ചു വെക്കും. യെസ്, സോ ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇത് പ്രോപ്പറായിട്ട് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്നും ആകെ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. പിന്നെ വേർഡ് പ്രോബ്ലംസ്.
അതായത് നിങ്ങൾക്ക് സെന്റൻസ് തരും, സെന്റൻസ് തന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കുക, ഫോം ചെയ്തെടുക്കുക, എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുക. സോ ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടു റിസീവ് ഗ്രേഡ് എ ഇൻ എ കോഴ്സ് one must obtain an average of 90 marks or more in 5 examinations, each of 100 marks. If Sunita's marks in first 4 examinations are 87, 92, 94 and 95, find minimum marks that Sunita must obtain in 5th examination to get grade A in the course. അപ്പോൾ എന്താ ചോദിച്ചിരിക്കുന്നത്? 4 എക്സാമിന്റെ മാർക്ക് തന്നിട്ടുണ്ട്. ഔട്ട് ഓഫ് 100 87, 92, 94 and 95. ഇതാണ് 4 എക്സാമിന്റെ മാർക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ 5th എക്സാമിനേഷന് കിട്ടേണ്ട മാർക്ക് എത്രയാണ്? സോ ദാറ്റ് ഷീ വിൽ ഗെറ്റ് എ ഗ്രേഡ് എ ഇൻ ദി കോഴ്സ്. അപ്പോൾ എന്താ ആവറേജ് ഓഫ് 90 മാർക്സ്. വാട്ട് ഡു യു മീൻ ബൈ ആവറേജ്? സം ഓഫ് ഓൾ ദ, അല്ലെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് സം ഓഫ് ഓൾ ദ എലമെന്റ്സ് ഡിവൈഡഡ് ബൈ സം ഓഫ് all the elements divided by the number of elements. So 5 average of 90 marks. Average എത്ര ആയിരിക്കണം? 90 marks ആയിരിക്കണം. Or more, 90യെക്കാട്ടിലും കൂടുതലായിരിക്കണം. In 5 examination 1, 2, 3, 4. 5th examination മാർക്ക് നമുക്ക് അറിയത്തില്ല. So we have sentence ഒക്കെ എഴുതുക. Let x denote the marks obtained in the 5th examination. So 5 examinationലാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ 4 എണ്ണത്തിന് മാർക്ക് തന്നിട്ടുണ്ട്. അഞ്ചാമത്തതിന് എത്ര കിട്ടണം? ടു ഗെറ്റ് ആൻ ആവറേജ് ഓഫ് 90 ഓർ മോർ. അതായത് ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ സം ഓഫ് ദ മാർക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എക്സാംസ്. എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണത്തിന് എക്സാംസ് ഉണ്ട്. സോ 5 എക്സാമിന്റെ മാർക്സ് ഉണ്ട്. സോ ദിസ് ഇസ് ദ ആവറേജ്. അത് എന്ന് പറയുന്നത് ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ മിനിമം 90 എങ്കിലും കിട്ടണം, മിനിമം 90 എങ്കിലും കിട്ടണം. ഓർ ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ. കൂടിപ്പോയി കഴിഞ്ഞാൽ വിഷമമൊന്നുമില്ല, വിരോധമൊന്നുമില്ല, നല്ല മാർക്കിന് കൂടുതൽ മാർക്ക് കിട്ടും. ബട്ട് ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90. 90 കിട്ടിയാലും പാസ്സാകും, 90യെക്കാട്ടിലും കൂടുതൽ ഏത് മാർക്ക് കിട്ടിയാലും പാസ്സാകും. സോ ആവറേജ് ഷുഡ് ബി ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ 90. അങ്ങനെയാണ് ഈ സിമ്പിൾ വന്നത്. യൂസ് ദ സിമ്പിൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് എന്താ പറഞ്ഞു നോക്കണം. ആവറേജ്, ഇതാണ് ആവറേജ്. സം ഓഫ് മാർക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മാർക്സ്. എത്ര എണ്ണം ഉണ്ട്? 5 എക്സാമിന്റെ മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ഇതിന്റെ ആവറേജ് എടുക്കുമ്പോൾ ഷീ ഷുഡ് ഗെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ഡിഗ്രി. 90 കിട്ടിയാലും പാസ്സാകും. ആവറേജ് ഇസ് മോർ ദാൻ 90 ആണെങ്കിലും ആ കുട്ടി പാസ്സാകും. സോ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക and find the value of x and finally conclude like she should get a minimum marks of this much. I think it's 45 or something like that to pass in the examination. And അതാണ് ലീനിയർ ഇക്വാലിറ്റീസിൽ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ കണ്ട ചാപ്റ്റർ ആണ് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പിന്നെ നമ്മൾ കണ്ടത്. യെസ്, m ഡിഫറെന്റ് വേസിൽ ഒക്കർ ചെയ്യുന്ന ഒരു ഇവന്റും n ഡിഫറെന്റ് വേസിൽ ഒക്കർ ചെയ്യുന്ന ഒരു ഇവന്റും ഉണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്കറൻസീസ് m into n. യെസ്, ഷർട്ടും പാന്റും പെയർ ചെയ്യുന്ന ആ ഒരു ആനിമേഷൻ നിങ്ങളെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? സോ 3 ടൈപ്പ് ഷർട്ടും 2 ടൈപ്പ് പാന്റും ഉണ്ടെങ്കിൽ ഇറ്റ്സ് 3 into 2. 3 into 2 which is 6 type of combinations we can form. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. യെസ്, ഫാക്ടോറിയൽ. 1 factorial is 1, 1 into 2 is 2 factorial, 1 into 2 into 3 is 3 factorial, etc. Factorial values. n factorial വരുന്നേ ഉള്ളൂ. 1 into 2 into 3 into 4 is 4 factorial. And one more thing important, 0 factorial is 1 and not 0. 0 factorial is 1. അപ്പോൾ ഇതൊക്കെയാണ് ഫാക്ടോറിയലിന്റെ കാര്യങ്ങൾ. പിന്നെ n factorial ഇക്വേഷൻ n into ഇത് നേരെ തിരിച്ചു എഴുതാം. 1 into 2 into 3 into 4 into etc. What is n? n എന്ന് പറഞ്ഞാൽ it denotes a natural number. Okay, n factorial എന്ന് പറഞ്ഞാൽ n into n minus 1 into n minus 2 into n minus 3 into etc. up to 1. Okay, ഈ ഇക്വേഷൻ തന്നെ പല രീതിയിൽ എഴുതാം. n factorial is equal to n into n minus 1 factorial or n into n minus 1 into n minus 2 factorial. എന്താ ഇതിനർത്ഥം? ഇപ്പൊ 8 factorial എങ്ങനെ എഴുതാം? 8 factorial നമുക്കറിയാം, നോക്കിക്കേ. 1 factorial 1, 2 factorial 1 into 2 multiply, 3 factorial 1 into 3, 4 factorial എന്ന് പറഞ്ഞാൽ 1, 2, 3, 4. അപ്പോൾ 8 factorial എന്തായിരിക്കും? 1, 2, 3, 4, 5, 6, 7 into 8. 7 into 8 വരെയല്ലേ? സോ ഇതിനെ എങ്ങനെ എഴുതാം? 8 into 7 into 6 into 5 into 4 into 3 into etc. up to 1. So 8 into 8 minus 1 into 8 minus 2 into 8 minus 1 is 7, 8 minus 2 is 6, 8 minus 3 is 5. So എന്ത് ചെയ്യാം? 7 8 minus 1 എന്ന് എഴുതാം, 6 8 minus 2 എന്ന് എഴുതാം, 5 8 minus 3 എന്ന് എഴുതാം. സോ n ഫാക്ടോറിയൽ വരുമ്പോൾ എന്ത് വരും? n into n minus 1 into n minus 2 into n minus 3 into ഇന്ന് എത്ര ഫാക്ടോറിയൽ എന്ന് വേണമെങ്കിലും എഴുതാം.
പിന്നെ NPR equation for permutation n factorial divided by n minus r factorial. NP0 is 1. അത് പഠിക്കണം എന്നില്ല, പഠിച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. n factorial divided by n minus 0 factorial which is 1. പിന്നെ പെർമ്യൂട്ടേഷൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 ഇക്വേഷൻസ് ആണ്. സോ ഈ ചാപ്റ്ററിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് പറഞ്ഞ ചാപ്റ്ററിൽ പെർമ്യൂട്ടേഷന് 3 ഇക്വേഷൻ ആൻഡ് കോമ്പിനേഷന് 1 ഇക്വേഷൻ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അതാണ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. പിന്നെ മെയിൻ ആയിട്ട് കണ്ടത് എന്തായിരുന്നു? പെർമ്യൂട്ടേഷൻ എവിടെ ഉപയോഗിക്കുന്നത്? വി യൂസ് പെർമ്യൂട്ടേഷൻ ഫോർ അറേഞ്ച്മെന്റ്. ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞു വെക്കണം. ആൻഡ് കോമ്പിനേഷൻ ഫോർ സിലക്ഷൻ. Permutation and combination. Permutation for arrangement. Per for combination for selection. ഇതാണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിലുള്ള കോൺസെപ്റ്റ്. ഇനി അറേഞ്ച്മെന്റ് ഏതൊക്കെയാ? ലെറ്റേഴ്സ് ഓഫ് എ ഡിജിറ്റ്, നമ്പേഴ്സ്, പിന്നെ വാട്ട് കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ്. ഇങ്ങനത്തെ അറേഞ്ച്മെന്റ് വേർഡ്സ് തന്നിട്ട് ഇൻ ഹൗ മെനി വേസ് ഒക്കെ ചോദിക്കുന്നതെല്ലാം എന്തായിരിക്കും? പെർമ്യൂട്ടേഷൻ ആയിരിക്കും. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 people വന്നു, ഹാൻഡ് ഷേക്ക് എത്ര എണ്ണം ഉണ്ട്, പിന്നെ കുറച്ച് പിള്ളേരിൽ നിന്ന് ബോയ്സ് ആൻഡ് ഗേൾസിൽ നിന്ന് ഇത്ര പേരെ എങ്ങനെ സെലക്ട് ചെയ്യാം. സോ സെലക്ട്, ആ സെലക്ട് എന്ന വാക്ക് കണ്ടാൽ തന്നെ ഇറ്റ് മീൻസ് കോമ്പിനേഷൻ. പിന്നെ ചീട്ട് തന്നിട്ട് എ ഡെക്ക് ഓഫ് 52 കാർഡ്സ് തന്നിട്ട് കാർഡ്സിൽ നിന്ന് എടുക്കുന്ന എല്ലാം സെലക്ഷൻ ആണ്. സോ അവിടെ എല്ലാം യൂസ് ചെയ്യുന്ന കോമ്പിനേഷൻ ആണ്. ആൻഡ് പെർമ്യൂട്ടേഷൻ ലെറ്റേഴ്സ്, വേർഡ്സ് ഒക്കെ തന്നിട്ട് അതിന്റെ ലെറ്റേഴ്സ്, നമ്പേഴ്സ് ഒക്കെ തന്നിട്ട് അത് അറേഞ്ച് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം എന്നുള്ളത്. അറേഞ്ച്മെന്റ് ഈസ് ഫോർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഈസ് ഫോർ സെലക്ഷൻ. സർക്കിളിന്റെ 2 പോയിന്റ്സ് തന്നിട്ട് അത് തമ്മിൽ എത്ര ജോയിൻ ചെയ്താൽ എത്ര ട്രയാങ്കിൾസ് കിട്ടും, എത്ര സ്ട്രൈറ്റ് ലൈൻസ് കിട്ടും. സോ ദീസ് കൈൻഡ് ഓഫ് ജോയിൻ ചെയ്താൽ ഒക്കെ കിട്ടുന്നത് എന്തായിരിക്കും? എല്ലാം കോമ്പിനേഷൻ ആയിരിക്കും. അറേഞ്ച്മെന്റ് ഈസ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ ഈസ് സെലക്ഷൻ. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞു വെക്കുക. പെർമ്യൂട്ടേഷൻ എന്തൊക്കെയുണ്ടായിരുന്നു? ഓൾ ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്ട്, ഓൾ ഒബ്ജക്ട്സ് നോട്ട് ഡിസ്റ്റിങ്ക്ട്. ഈ ഡിസ്റ്റിങ്ക്റ്റിൽ തന്നെ റെപ്പറ്റീഷൻ അലൗഡ് ഉണ്ട്, റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ഉണ്ട്. റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് ആണെങ്കിൽ ഇപ്പൊ കണ്ട ഇക്വേഷൻ NPR is equal to n factorial divided by n minus r factorial. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ ഇറ്റ്സ് n raised to r. ഇനി ഓൾ ഒബ്ജക്ട്സ് ആർ നോട്ട് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ n factorial divided, നോട്ട് ഡിസ്റ്റിങ്ക്ട് എന്ന് വെച്ചാൽ നോട്ട് ഡിഫറെന്റ്, റിപ്പീറ്റ് അടിച്ച് വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ p1 factorial by p2 factorial by etc to pk factorial. സോ ഈ ഒരു സംഭവം അഭിനവേ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച എല്ലാ ചാപ്റ്ററിലെ ഇക്വേഷൻസ്. ഈ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ചാപ്റ്റർ പഠിച്ചിരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, നമ്മൾ വരച്ചു വെച്ചതാണ്. ഇതേപോലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സിന്റെ മെയിൻ ഇക്വേഷൻസ് ഒരുമിച്ച് എഴുതിപ്പിച്ച് വരപ്പിച്ച് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്നും മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നിങ്ങൾ എഴുതിയതാണ് ഓൾറെഡി. അപ്പൊ പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ ഈ 3 ഇക്വേഷനെ വരത്തുള്ളൂ. ഇതിൽ ഏതെങ്കിലും 3 ഇക്വേഷൻ എപ്പോഴാ? ഓൾ ഒബ്ജക്ട്സ് ഡിസ്റ്റിങ്ക്ട്, ഡിഫറെന്റ് അല്ലെങ്കിൽ. ഓൾ ഒബ്ജക്ട്സ് ഇനി ഡിസ്റ്റിങ്ക്ട് ആണെങ്കിലോ, ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിലും റെപ്പറ്റീഷൻ അലൗഡ് അല്ലെങ്കിലും പല ഇക്വേഷൻസ്. പിന്നെ കോമ്പിനേഷൻ ഇക്വേഷൻസ്. ഇതാണ് മെയിൻ ആയിട്ട് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും ശ്രദ്ധിക്കാറുണ്ട്. കോമ്പിനേഷൻ എന്തൊക്കെയാണ്? n factorial divided by r factorial into n minus r factorial. ഒരു r factorial കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പെർമ്യൂട്ടേഷൻ എന്തായി? കോമ്പിനേഷൻ ആയി. സോ മുന്നോട്ട് പഠിച്ചു വരുമ്പോഴത്തേക്കും ഒരു സാധനം കൂടെ എക്സ്ട്രാ വന്നു. NC0 is 1. NC n minus r is equal to NCR. This equation is important. NCR is equal to NC n minus r. ഈ ഒരു ഇക്വേഷൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോട്ട് ന്യൂമറേറ്റർ, സിയുടെ മോളിൽ സെയിം എലിമെന്റ്സ് വന്നു കഴിഞ്ഞാൽ r is equal to n minus r എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സോ NCR is equal to NC n minus r. Then നമ്പേഴ്സ് തന്നിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് പെർമ്യൂട്ടേഷൻ. നമ്പേഴ്സും ലെറ്റേഴ്സും തന്നു കഴിഞ്ഞാൽ it is permutation. How many 3-digit numbers can be formed from the digits 1, 2, 3, 4, 5 assuming that repetition is allowed, repetition is not allowed. Repetition ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. 3-digit numbers ആ വേണ്ടത്. സോ 3 പൊസിഷൻ ഉണ്ട്. നമുക്ക് 5 നമ്പേഴ്സ് ഉണ്ട്. 1, 2, 3, 4, 5 ഏത് വേണേ വരാം, 1, 2, 3, 4, 5 ഏത് വേണേ വരാം, 1, 2, 3, 4, 5 ഏത് വേണേ. സോ റെപ്പറ്റീഷൻ അലൗ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എത്ര തവണ വേണേലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? പെർമ്യൂട്ടേഷൻ എണ്ണം കൂടുതലായിരിക്കും. ആൻഡ് വി ഹാവ് ദ ഇക്വേഷൻ ഫോർ ദാറ്റ്. റെപ്പറ്റീഷൻ അലൗഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് n raised to r. n raised to r എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ്, which is 5 raised to 3 and that is 125. ഇനി ഇങ്ങനെ കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇതേ പ്രോബ്ലം തന്നെ നമ്മൾ ക്ലാസ്സിൽ വേറെ രീതിയിലാണ് ചെയ്തത്. എങ്ങനെയാ ചെയ്തത്? 3-digit numbers. ഫസ്റ്റ് കേസ് റെപ്പറ്റീഷൻ അലൗഡ്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. ഫസ്റ്റ് പൊസിഷനിൽ ഏത് വേണേ വരാം. 5 നമ്പേഴ്സിൽ ഏത് വേണേൽ വരാം.
സെക്കൻഡ് പൊസിഷനിൽ റെപ്പറ്റീഷൻ ഇസ് അലൗഡ്. 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. തേർഡ് പൊസിഷനിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. 5 into 5 into 5 which is 5 cube and that is 125. സെക്കൻഡ് കേസ് നോക്കിക്കേ, റെപ്പറ്റീഷൻ ഈസ് നോട്ട് അലൗഡ്. 3 പൊസിഷൻ ഉണ്ട്. സോ എങ്ങനെയാ ഈ 5 ക്യൂബ് വന്നത്? n raised to r ആണ്, 5 raised to 3 ആണ്. Which means out of 5 numbers we can select, out of 5 numbers there are 3 possibilities. Out of n numbers there are r possibilities. അതാണ് NPR എന്ന് പറയുന്നത്. അതുപോലെ out of 5 numbers there are 3 possibilities or 3 places. അതാണ് 5 ക്യൂബ് എന്ന്. ഇത് കൺഫ്യൂഷൻ ഉള്ളവർ ഡയറക്ട്ലി നമ്മുടെ മറ്റേ പോസിബിലിറ്റി വെച്ച് തന്നെ നോക്കിയാൽ മതി. ഇനി റെപ്പറ്റീഷൻ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 5 പേർക്കും വരാം. സെക്കൻഡ് പൊസിഷനിൽ ഒരാൾക്ക് വരാൻ പറ്റില്ല. ആ ഒരാൾ ആരാ? ഫസ്റ്റ് പൊസിഷനിൽ വന്ന ആ ഒരാൾക്ക് മാത്രം വരാൻ പറ്റില്ല. ഫസ്റ്റ് പൊസിഷനിൽ 1 വന്നെങ്കിലോ 2 വരാം. പിന്നെ സെക്കൻഡ് പൊസിഷനിൽ 2നും 3ക്കും 4നും 5നും മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. അതായത് ബാക്കി 4 പേർക്കേ ചാൻസ് ഉള്ളൂ. ഇനി ഫസ്റ്റ് പൊസിഷനിൽ ഒരാൾ വന്നു, സെക്കൻഡ് പൊസിഷനിൽ വേറൊരാൾ വന്നു, റെപ്പറ്റീഷൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് തേർഡ് പൊസിഷനിൽ ഇവർ 2 പേരല്ലാത്ത ബാക്കി ആരെങ്കിലും, ബാക്കി എത്ര പേരുണ്ട്? 5 പേരിൽ 2 പേർ സ്ഥാനം പോയി, പിന്നെ 3 പേർ കൂടെ സ്ഥാനം ഉള്ളൂ. സോ ആ 3 പേരിൽ ആർക്ക് വേണം വരാം. സോ റെപ്പറ്റീഷൻ ഇസ് നോട്ട് അലൗഡ്, വിച്ച് മീൻസ് 5 into 4 is 20, 20 into 3 is 60. Yes, 20, 40, 60. Yes, 4, 25 is 60. So this is the possibility. Okay, repetition allowed ആണെങ്കിൽ എപ്പോഴും പോസിബിലിറ്റീസ് കൂടുതലായിരിക്കും, റെപ്പറ്റീഷൻ അലൗഡ് അല്ലെങ്കിൽ പോസിബിലിറ്റി കുറവായിരിക്കും. ഈ പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്തതാണ്. ഇനി അതേ മോഡൽ പ്രോബ്ലം ആണ് ഇത്. How many 5-digit telephone numbers can be constructed using the digits 0 to 9 if each number starts with 6? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട. 5-digit telephone numbers 1, 2, 3, 4, 5. 5-digit ഉള്ള ടെലിഫോൺ നമ്പർ can be constructed using the digits 0 to 9. 0 to 9 എന്ന് പറഞ്ഞാൽ എത്ര ഡിജിറ്റ്സ് ഉണ്ട്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 ഡിജിറ്റ്സ് ഉണ്ട്. സോ 10 ഡിജിറ്റ്സിൽ ഈച്ച് നമ്പർ, എല്ലാ നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് വെച്ചിട്ടാ? 67ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ഔട്ട് ഓഫ് ദി 10 നമ്പേഴ്സ് 0 to 9, 67ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 6ഉം പോയി, 7ഉം പോയി, പിന്നെ ആരൊക്കെയുള്ളേ? പിന്നെ 8 നമ്പേഴ്സേ ഉള്ളൂ. 0, 1, 2, 3, 4, 5, 8, 9. യെസ്, പിന്നെ ബാക്കിയുള്ള 8 നമ്പേഴ്സ്. 2 നമ്പർ ഓൾറെഡി പോയി. പിന്നെ നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഒരു തവണയിൽ കൂടുതൽ ആരും വരില്ല. അതിനർത്ഥം എന്താ? ബാക്കിയുള്ള 8 നമ്പറിൽ ആരും ഒരു തവണയിൽ കൂടുതൽ വരില്ല. സോ ഇവിടെ ആർക്കൊക്കെ വരാം? 0, 1, 2, 3, 4, 5, 8, 9 എന്ന് പറഞ്ഞ് 8 നമ്പേഴ്സിൽ ആർക്ക് വേണേലും വരാം. രണ്ടാമത്തെ പൊസിഷനിൽ ഒരു തവണയെ വരാൻ പറ്റുള്ളൂ. 6 വന്നു, 7 വന്നു, പിന്നെ ഒരു നമ്പർ വന്നു, അല്ലേ? 6 വന്നു, 7 വന്നു, പിന്നെ ഒരു നമ്പർ വന്നു. സോ മോർ ദാൻ വൺസ് ഒരു നമ്പർ വരാൻ പറ്റില്ല. സോ ഓൾറെഡി 8 ഒരു നമ്പർ വന്നു കഴിഞ്ഞു. പിന്നെ ഈ 8 നമ്പറിൽ ഒരാൾ പോയി. 6ഉം 7ഉം വന്നു കഴിഞ്ഞു. പിന്നെ 8 നമ്പറിൽ സപ്പോസ് ഇവിടെ 0 വന്നെന്ന് വെച്ചോ. സോ ഇനി 0ക്ക് ചാൻസ് ഇല്ല. പിന്നെ ബാക്കി 7 നമ്പേഴ്സ് ഉണ്ട്. ആ 7 നമ്പേഴ്സിൽ ആർക്ക് വേണേ വരാം. ഇനി ലാസ്റ്റ് പൊസിഷനിൽ ആർക്ക് മാത്രമേ ചാൻസ് ഉള്ളൂ? ലാസ്റ്റ് പൊസിഷനിൽ 6നും വരാൻ പറ്റില്ല, 7നും വരാൻ പറ്റില്ല. പിന്നെ ഇവിടെ വന്ന 2 നമ്പേഴ്സ്, ഏതെങ്കിലും 2 നമ്പേഴ്സ്, 0യോ 1ഓ വോട്ടെവർ. പിന്നെ ആർക്ക് വരാം? പിന്നെ ബാക്കി 6 നമ്പേഴ്സിൽ ആർക്കെങ്കിലും ഒരാൾക്കേ വരാൻ പറ്റുള്ളൂ. ദിസ് പ്രോബ്ലം ഓൾസോ വി ഹാവ് ഡൺ ഇൻ ദ ക്ലാസ്. ഓക്കെ, അപ്പം 8, 7, 6, 8 into 7 into 6 ആണ് അതിന്റെ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ റൈറ്റ് in another way as 8 into 7 into 6. ഈ സെയിം സംഭവത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? Out of the 8 numbers we can choose, there are 3 possibilities. Out of 8 numbers there are 3 possibilities, which means the repetition, when the repetition is not allowed. നിങ്ങൾ ഇത് 5-digit number എന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി 2 പ്ലേസ് 6ഉം 7ഉം ഒക്കുപ്പൈ ചെയ്തു. പിന്നെ ബാക്കി നമുക്ക് അറിയേണ്ടത് 6ഉം 7ഉം പോയി, അവിടെ ഇല്ല, അത് തീർന്നു. പിന്നെ 3 പ്ലേസസ് 0 to 9 വരെയുള്ള 10 നമ്പേഴ്സിൽ 2 നമ്പേഴ്സ് കൊണ്ടുപോയി, 6ഉം 7ഉം കൊണ്ടുപോയി. പിന്നുള്ള 8 നമ്പേഴ്സാ. ഔട്ട് ഓഫ് the 8 numbers 3 places can be occupied in. So without repetition allowed അല്ലെങ്കിൽ it is NPR.
ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ പാടുള്ളവർക്ക് നമ്മളിപ്പോൾ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ചെയ്തു പോകാം. ഈ ഒരു ഐഡിയ വെച്ചിട്ട് ലോജിക്കലി വേണമെങ്കിലും ചെയ്തു പോകാം. യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. ഓക്കെ, ഇനി ഇവാലുവേറ്റ് 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ. 7 ഫാക്ടോറിയൽ എന്താണ്? 7 into 6 into 5 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ. ഇങ്ങനെ ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? 7 into 5 ഫാക്ടോറിയൽ കോമൺ ആണ്, സോ നമുക്ക് വെളിയിലെടുക്കാം. 5 ഫാക്ടോറിയൽ into 7 into 6 മൈനസ് 1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ആൻസർ. ഇങ്ങനെ ചോദിക്കാറുണ്ട്. Then 1/6 factorial plus 1/7 factorial is equal to x/8 factorial and find the value of x. ഇതാണ് ചോദ്യം. Find the value of x. ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. അറിയാം 1/6 factorial 6 factorial എഴുതാം. 7 factorial എങ്ങനെ എഴുതാം? 7 into 6 factorial എഴുതാം. 8 factorial എങ്ങനെ എഴുതാം? 8 into 7 into 6 factorial. So 6 factorial 6 factorial 6 factorial common. 6 factorial വെട്ടിപ്പോയി. പിന്നെ എന്ത് ചെയ്യുക? 1 plus 1/7 is equal to x/8 into 7. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, LCM എടുക്കുക, സോൾവ് ചെയ്യുക. You will get the value of x. Then ഈ മോഡൽ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടാൽ തന്നെ അറിയാം ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. സോ വി ഗോ ഫോർ പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ചെയ്യും? നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, പെർമ്യൂട്ടേഷൻ അറേഞ്ച്മെന്റ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഇൻഡിപെൻഡൻസ്. ഇത് ക്ലാസ് ചെയ്യിപ്പിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ ഡോട്ടർ, ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ ഡോട്ടർ. ഈ 3 വേർഡ്സ് ആണ് റിപ്പീറ്റഡ് ആണ് ചോദിക്കുന്നത്. ഇതിനെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതിനെ വെച്ചിട്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ള ചോദ്യങ്ങളാണ് സ്ഥിരം വരുന്നത്. ഇൻഡിപെൻഡൻസ് അസാസിനേഷൻ ഡോട്ടർ. ഓക്കെ, ഇൻ ഹൗ മെനി ഓഫ് ദീസ് അറേഞ്ച്മെന്റ്സ് do the word start with P? First of all, first of all, independence 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 letters ഉണ്ട് ഇൻഡിപെൻഡൻസിന്. ഇൻഡിപെൻഡൻസിന് 12 letters ഉണ്ട്. അതിൽ N 1, 2, 3 3 times, N repeated 3 times, D repeated 2 times, E repeated 4 times. വേറെ repetitions ഉണ്ടോ നോക്കിക്കേ? ഇല്ല. P ഒരു തവണ, I ഒരു തവണ, yes, and C ഒരു തവണ. So N, D, E repeat ചെയ്തിട്ടുണ്ട്. So എന്ത് ചെയ്യണം? All objects are not distinct. എല്ലാം ഡിഫറെന്റ് അല്ല, സെയിം ആണ്. So N repeat ചെയ്തിട്ടുണ്ട്, D repeat ചെയ്തിട്ടുണ്ട്, E repeat ചെയ്തിട്ടുണ്ട്. So this is our equation. Out of 12, so number of arrangements, so the number of possibilities is 12 factorial divided by 3 factorial into 2 factorial into 4 factorial. Okay, repeat ചെയ്തിട്ടുണ്ടെങ്കിൽ എലമെന്റ്സ് ഡിഫറെന്റ് അല്ലെങ്കിൽ എലമെന്റ്സ് സെയിം ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് 12 എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസിന്റെ ലെറ്റേഴ്സ് ആണ് ഡിവൈഡഡ് ബൈ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം ഫാക്ടോറിയൽ. ഇത് സോൾവ് ചെയ്ത് ഫൈനൽ ആൻസർ എഴുതണം. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ, ഇൻ ഹൗ മെനി ഓഫ് ദീസ് ഡു ദ വേർഡ് സ്റ്റാർട്ട് വിത്ത് പി? പി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? പി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി പോസിബിലിറ്റീസ്, ഫസ്റ്റ് വൺ ഈസ് ഓൾറെഡി സ്റ്റാർട്ടിംഗ് വിത്ത് പി. ഇനി ബാക്കി എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? 11 പോസിബിലിറ്റീസ് ഉണ്ട്. സോ ഔട്ട് ഓഫ് 11 again 2 factorial into 3 factorial into 4 factorial. Out of 11 means നോക്കിക്കേ, പി അല്ലാതെ ബാക്കി എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഇ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാം നല്ല എൻ, ഡി ആൻഡ് ഇ റിപ്പീറ്റ്. 2 factorial into 3 factorial into 4 factorial. ഫസ്റ്റ് പൊസിഷൻ പി ഓക്കുപൈ ചെയ്തു. ബാക്കി 11 പൊസിഷൻ ഉണ്ട്. ഔട്ട് ഓഫ് 11 പൊസിഷൻ D is repeating 2 times, N is repeating, yes, D is repeating 2 times, N is repeating 3 times and E is repeating 4 times. So അതുപോലെ റിപ്പീറ്റ് അടിച്ചത് എഴുതി. Then second part, first part ഇതാണ്. Second part, do all the vowels always occur together. ഒരിക്കൽ ഈ പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. അന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഐ തിങ്ക് 1 മണിക്കൂറോളം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ പറഞ്ഞാണ്. യെസ്, all the vowels occur together. അപ്പൊ വവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്തു? ഏതൊക്കെയാ വവൽസിന്റെ അകത്ത്? I ഉണ്ട്, പിന്നെ 4 E ഉണ്ട്.
വേറെ വവൽ ഉണ്ടോ? എ ഇ ഐ ഒ യു ആണ്. സോ ഇവർ 5 പേരെയും കൂടെ ഒരു ഒറ്റ എലമെന്റ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്തു. അന്ന് ഒറ്റ എലമെന്റ് ആക്കി കൺസിഡർ ചെയ്തു. അപ്പോൾ 12 എലമെന്റ്സിൽ ഇവർ 5 പേരെയും കൂടെ ഒറ്റ എലമെന്റ്സ് ആക്കി കൺസിഡർ ചെയ്തു. ബാക്കി എത്ര പേരുണ്ട്? 7 പേരുണ്ട്. ഔട്ട് ഓഫ് 12 ഇവർ 5 പേരെയും കൂടെ ഒറ്റ എലമെന്റ് ആക്കി കൺസിഡർ ചെയ്തു. പിന്നെ 7 പേരുണ്ട്. ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ഒരു എലമെന്റ് ആക്കി കൺസിഡർ ചെയ്തു. സോ 7 + 1 = 8. അപ്പൊ എന്ത് വരും? 8 ഫാക്ടോറിയലിൽ എന്ത് സംഭവിക്കും? 8 ഫാക്ടോറിയൽ 8 എലമെന്റ്സിൽ ആരൊക്കെ റിപ്പീറ്റ് ചെയ്യും? n റിപ്പീറ്റ് ചെയ്യും 2 ടൈംസ്, d റിപ്പീറ്റ് ചെയ്യും d റിപ്പീറ്റ് ചെയ്യും 2 ടൈംസ്, n റിപ്പീറ്റ് ചെയ്യും 3 ടൈംസ്, ആൻഡ് ഇനി എന്താ ഉള്ളേ? ആൻഡ് ഇൻടു വേറെന്താ പോസിബിലിറ്റി? ഇതിൽ ഈ 5 പേരിൽ ഈ റിപ്പീറ്റ് ചെയ്യും 4 ടൈംസ്. സോ ദിസ് ഇസ് ദ വേ ഓഫ് റൈറ്റിംഗ് പെർമിഷൻ. അതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് ഇൻറ്റു വന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. 8 ഫാക്ടോറിയൽ എങ്ങനെ വന്നു? 12 ലെറ്റേഴ്സിൽ നമ്മൾ വവൽസിൽ എല്ലാം കൂടെ ഒരുമിച്ചാക്കി. സോ 5 പേരുണ്ടായിരുന്നു, അവരെ ഒരുമിച്ചാക്കി. ബാക്കി 7 ലെറ്റേഴ്സ് ആണുള്ളത്. 12 - 5 = 7. പിന്നെ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ എലമെന്റ് ആക്കി എഴുതിയപ്പോൾ വി ഗോട്ട് 7 + 1 = ടോട്ടൽ 8 എലമെന്റ്സ്. ആ 8 എലമെന്റ്സിൽ തന്നെ ആരൊക്കെ റിപ്പീറ്റഡ് ആയിട്ടുണ്ട്? റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ആരൊക്കെയാ? എന്നും ഡിയും. ഈ 8 എലമെന്റ്സ് എന്ന് പറയുന്നതാ ഇവരെ ഒറ്റ എലമെന്റ് ആക്കി കൺസിഡർ ചെയ്തേ. അപ്പൊ ഇവര് 5 പേരിൽ ആരൊക്കെ റിപ്പീറ്റഡ്? ഇവർ 5 പേരിൽ ഈ 4 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ്. ഡു ദ വവൽസ് ഓൾവേസ് ഒക്കർ ടുഗദർ. ഈ തേർഡ് പാർട്ട്, ഡു ദ വവൽസ് നെവർ ഒക്കർ ടുഗദർ. അപ്പൊ എന്ത് ചെയ്യാം? ടോട്ടലിൽ നിന്ന് ഓൾവേസ് ഒക്കറിനെ സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നെവർ ഒക്കർ ടുഗദർ എന്ന കേസ് കിട്ടും. സോ ടോട്ടൽ എന്തായിരുന്നു? ഫസ്റ്റ് നമ്മൾ എഴുതിയതായിരുന്നു ടോട്ടൽ. 12 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ആയിരുന്നു നമ്മുടെ ടോട്ടൽ അറേഞ്ച്മെന്റ്സ്. അതിൽ നിന്നും വവൽസ് ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന പോസിബിലിറ്റി, വവൽസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒക്കർ ചെയ്യുന്ന പോസിബിലിറ്റി ഇത്, അതിനെ സബ്ട്രാക്ട് ചെയ്താൽ we get vowels never occur together എന്ന പോസിബിലിറ്റി. ലാസ്റ്റ് വൺ, do the words begin with I and end in P. അപ്പോൾ വേർഡ്സ് ഐയിൽ എൻഡ് ചെയ്ത്, ഐയിൽ സ്റ്റാർട്ട് ചെയ്ത് പിയിൽ അവസാനിക്കുന്നു ആണല്ലോ. ഐ ഒരു തവണയേ ഉള്ളൂ, പിയും ഒരു തവണയേ ഉള്ളൂ, നോ റെപ്പറ്റീഷൻ. ഇനി ഐയുടെയും പിയുടെ ഇടയ്ക്ക് ബാക്കി എത്ര പേരുണ്ട്? ടോട്ടൽ 12 ലെറ്റേഴ്സ് ആയിരുന്നു. ഐയും പോയി പിയും പോയി, അത് ഫിക്സ്ഡ് ആണ്, അതിനെക്കുറിച്ച് നമ്മൾ ബോധറാവണ്ട. ബാക്കി എത്ര പേരുണ്ട്? 10 ലെറ്റേഴ്സ് ഉണ്ട്. സോ ഈ 10 ലെറ്റേഴ്സിൽ n will repeat 3 times, d will repeat 2 times, and e will repeat 4 times. Again, out of the 10 letters, d will repeat 2 times, n will repeat 3 times, and e will repeat 4 times. 10 factorial by 2 factorial into 3 factorial into 4 factorial. So ഇതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മുടെ ക്ലാസ്സിൽ നടത്തിയതാണ്. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can ask for that recorded class and എന്ത് ചെയ്യുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, or else you can message to our +1 phone number and I will make it clear to you. Okay. പിന്നെ if NC8 is equal to NC2, find NC3. We know that NCR is equal to NCn-R. Provided, നോക്കിക്കേ, സിയുടെ മുകളിലുള്ള n രണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ ഇക്വേഷൻ യൂസ് ചെയ്യുള്ളൂ. Which means what? NCR is equal to NCn-R ആണെങ്കിൽ R equal to n-R എന്ന് നമുക്ക് എഴുതാം. We can equate the subscripts. അപ്പോൾ എന്ത് വരും? 8 is equal to n-2, which means n is equal to 8 + 2, which is 10. അപ്പോൾ NC3 എങ്ങനെ എഴുതാം? NC3 is equal to 10C3. സോൾവ് ചെയ്യുക. 10 factorial divided by 3 factorial into 7 factorial. 10 - 3 factorial. 10 into 9 into 8 divided by 6. 10 into 3 into 8. 4. 10 into 3 into 4. Yes, you will get 120 as the final answer. ഫൈനൽ ആൻസർ ആയിട്ട് 120 കിട്ടും. ഇതും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. ഇതുവരെ നമ്മൾ കണ്ട എല്ലാ പ്രോബ്ലംസും നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ്. either you have your notebook or you have your recorded class with you, you can easily go through that, or else if you have any doubts please message to the +1 phone number. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അല്ലെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, പഠിക്കാം. പിന്നെ ക്യാപ്സ്യൂൾ നോട്ട്സ് ഉണ്ട്, ക്യാപ്സ്യൂൾ നോട്ട്സ് നോക്കാതെ പോകരുത്. പിന്നെ സെയിം മോഡൽ ക്വസ്റ്റ്യൻ നോക്കി, ഡോട്ടർ നമ്മൾ എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ചെയ്ത് അത്രയും കോംപ്ലിക്കേഷൻ ഇല്ല. വവൽസ് ഒക്കെ ടുഗദർ. സോ ആദ്യമേ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ്, 8 ലെറ്റർ അറേഞ്ച്മെന്റ്സ് നോക്കുക. പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്യാം? വവൽസ് ടുഗദർ ഒക്കെ ചെയ്യുന്ന കേസ് മുമ്പ് എടുത്ത പോലെ എടുക്കുക.
പിന്നെ ടോട്ടലിൽ നിന്നും വവൽസ് ഒക്കെ ടുഗദറിനെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ അറേഞ്ച്മെന്റ്സ് ഇൻ വിച്ച് ഓൾ വവൽസ് ഡു നോട്ട് ഒക്കെ ടുഗദർ. എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ചെയ്തത് അതേപോലെ തന്നെ നമുക്കുള്ളതാണ് ഡോട്ടർ ആൻഡ് അസാസിനേഷൻ വരുന്നുണ്ട്. ദിസ് വൺ ഓക്കെ. ഫൈൻഡ് ദ നമ്പർ ഓഫ് വേസ് ഓഫ് ചൂസിങ് 4 cards ഫ്രം. ചൂസിങ് ഓർ സിലക്ടിങ് എന്താണ്? കോമ്പിനേഷൻ ആണ്. 4 cards ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. എന്തുവരും? 52 പ്ലേയിങ് കാർഡ്സ്. സോ ദിസ് ഇസ് സിലക്ഷൻ. നോക്കിക്കേ, 52 പ്ലേയിങ് കാർഡ്സ് 52 പേരിൽ നിന്ന് 4 പേരെ ചൂസ് ചെയ്യണം. ഇറ്റ് ഈസ് 52C4, നോ ഡൗട്ട്. 52 പേരിൽ നിന്ന് 4 പേരെ ചൂസ് ചെയ്യണം. ഇനി 4 cards ഓഫ് സെയിം സ്യൂട്ട്. നമുക്ക് എത്ര പേരെ ചൂസ് ചെയ്യാൻ പറ്റും? 4 പേരെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 പേരെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഔട്ട് ഓഫ് വാട്ട്? ഇനി ഔട്ട് ഓഫ് എന്ത്? സെയിം സ്യൂട്ട്. ഒരു സ്യൂട്ടിൽ എത്ര പേരുണ്ട്? ഏസ്, സ്പേഡ്സ്, ക്ലബ്സ് ആൻഡ് ഹേർട്സ്. 4 സ്യൂട്ടാണുള്ളത്. സോ ഓരോ സ്യൂട്ടിലും 13 പേര് വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി ഐദർ 4 ഫ്രം ക്ലബ്സ് or 4 from spades or 4 from ace, not ace, 4 from clubs, 4 from spades, 4 from clubs or 4 from spades or 4 from hearts or 4 from diamonds. ഈ 4 പേരിൽ നിന്നും either it can be 13 clubs in the 4 clubs ആയിരിക്കാം, 13 spades in the 4 spades ആയിരിക്കാം, 13 hearts in the 4 hearts ആയിരിക്കാം, അല്ലെങ്കിൽ 13 diamonds in the 4 diamonds ആയിരിക്കാം. ഇതിലേതെങ്കിലും or വന്നു കഴിഞ്ഞാൽ we use plus sign, and വന്നു കഴിഞ്ഞാൽ we use multiplication sign. So ഇതിൽ ഏതെങ്കിലും ഒന്ന് ആകാം. Now the B part. 4 cards belong to 4 different suits. So 4 പേരും 4 സ്യൂട്ടിൽ നിന്നാണ്. ഫസ്റ്റ് സ്യൂട്ടിൽ നിന്ന് ഒരാൾ, and സെക്കൻഡ് സ്യൂട്ടിൽ നിന്നും ഒരാൾ, and തേർഡ് സ്യൂട്ടിൽ നിന്നും ഒരാൾ, and ഫോർത്ത് സ്യൂട്ടിൽ നിന്നും ഒരാൾ. നോക്കിക്കേ, ഇപ്പോഴും അഗെയിൻ 4 പേർ. 1 2 3 4. ഓരോന്നിന്നും ഓരോന്ന് വെച്ച് മസ്റ്റ് ആയിട്ടും എടുത്തിരിക്കണം. ഇറ്റ്സ് എ മസ്റ്റ്. ഇറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഹാപ്പൻ, ആൻഡ് ദാറ്റ് ഈസ് മൾട്ടിപ്ലിക്കേഷൻ. ഓർ വരുമ്പോൾ ഇറ്റ്സ് അഡീഷൻ, ആൻഡ് വരുമ്പോൾ മസ്റ്റ് ആയിരിക്കുന്ന കാര്യം വരുമ്പോൾ ഇറ്റ്സ് മൾട്ടിപ്ലിക്കേഷൻ. നൗ ഫേസ് കാർഡ്സ്. എത്ര ഫേസ് ആണുള്ളത്? ഔട്ട് ഓഫ് 52 cards we have എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? യെസ്, 12. കിങ്, ക്വീൻ ആൻഡ് ജാക്ക് ഫ്രം ഈച്ച് സ്യൂട്ട്. സോ 4 സ്യൂട്ടിൽ നിന്നും 3 ഫേസ് കാർഡ്സ് ഉണ്ട്. സോ 12 ഉണ്ട്. സോ ഈ 12ൽ നിന്നും 4 cards. ഒരു ഫേസ് കാർഡ് ആയിരിക്കണം എന്നുള്ള. ഔട്ട് ഓഫ് 12 we take 4 cards. നോക്കിക്കേ, നമ്പർ ഓഫ് ഫേസ് ഓഫ് ചൂസിങ് 4 cards എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും 4 cards പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ. This is C part. Now what is D part? 2 red cards and 2 black cards. How many red cards and how many black cards? 26 red and 26 black and 26. So എന്താണ്? 26ൽ നിന്നും 2 red card and 26ൽ നിന്നും 2 black card. And എന്ന് പറഞ്ഞാൽ it is multiplication. നോക്കിക്കേ, again 2 plus 2 4. അവിടെയും 4 കാർഡ്സേ വരാവുള്ളൂ, സെലക്ട് ചെയ്യാവുള്ളൂ. ഔട്ട് ഓഫ് 26 2 സെലക്ട് ചെയ്തു, ആൻഡ് ഔട്ട് ഓഫ് 26 2 സെലക്ട് ചെയ്തു. Then last part, cards of the same color. സെയിം കളർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയുണ്ട്? ആകെ 2 കളറേ ഉള്ളൂ, റെഡും ബ്ലാക്കും. സോ cards of the same color. Either the 4 can be red or the 4 can be black. Out of 26 cards, the 4 cards can be either red or 4 plus, and out of 26 the 4 cards can be black. Okay, 4 or 4. ഇവിടെ 2 into 2 4. ഇവിടെ 4. So എപ്പോഴും ബേസ് 4 ആയിട്ട് വരണം, because we are choosing 4 cards out of the 52 cards. I hope this is clear to you. പിന്നെന്താ കണ്ടേ? Group consists of, okay, ഗ്രൂപ്പിൽ നിന്ന് സെലക്ഷൻ ചെയ്യുന്നത് is always combination. Consists of 4 girls and 7 boys. In how many ways can a team of 5 members be selected if the team has at least 1 boy and girl? അപ്പോൾ എന്താണ് 1 boy and girl എന്ന് പറഞ്ഞാൽ team of 5 members. So ഒരു boy and ഒരു girl നിർബന്ധമാണ്, 5 പേര്. So if 1 boy ആണെങ്കിൽ എത്ര പേരായിരിക്കും? 1 boyയും 4 girlsഉം, അല്ലെങ്കിൽ 2 boys and 3 girls. Total 5. അല്ലെങ്കിൽ 3 boys and 2 girls, അല്ലെങ്കിൽ 4 boys and 1 girl. 5 boys and 0 girl പറ്റുമോ? ഇല്ല. Why? At least 1 boy and a girl.
ടീം ഹാസ് അറ്റ്ലീസ്റ്റ് 1 boy and girl. ഒരാണും ഒരു പെണ്ണും നിർബന്ധമാണ്. മിനിമം അറ്റ്ലീസ്റ്റ് 1 boy and a girl. സോ ഈ 4 കോമ്പിനേഷൻസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ഇനി എങ്ങനെ എഴുതാം? ബോയ് ആൻഡ് ഗേൾ. ഔട്ട് ഓഫ് 7 boys we can choose 1 boy and into and out of 4 girls we can choose 4 girls. In total we have 5. Or this is one case. Allengil out of 7 boys we can choose 2 and out of 4 girls we can choose 3. Or pinnatha possibility eda, out of 7 boys we can choose 3 and out of 4 girls we can choose 2. Or out of 7 boys we can choose 4 and out of 4 girls we can choose 1. So ഇതാണ് 4 കോമ്പിനേഷൻ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you will get the answer. എന്താണ്? 5 പേരുടെ ടീമാണ്. 4 + 1 5, 2 + 3 5, 3 + 2 5, 4 + 1 5. സോ 5 പേരുടെ ടീമാണ് ഔട്ട് ഓഫ് 7 boys and 4 girls. ആൻഡ് എപ്പോഴാ വരുന്നത്? നിർബന്ധമായിട്ടും വേണ്ട കാര്യത്തിനാണ് ആൻഡ് വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴാണ് ഓർ അല്ലെങ്കിൽ പ്ലസ് വരുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ഫോർ ആൻഡ് പ്ലസ് ഫോർ ഓർ. ഓക്കെ, ഇതും ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. ഔട്ട് ഓഫ് 4 girls 1 girl, 2 girl, 3 girl, 4 girl, out of 7 boys 1 boy. Okay, this is also previous year question. ഇതിന്റെ പല കേസ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നോ ബോയ് 1 boy, ഐ തിങ്ക് നോ ഗേൾ, അങ്ങനത്തെ ABC സബ്സെക്ഷൻ ആയിട്ട് പല കേസസ് നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. Then find the value of n. If n minus 1 p3 is to n p4 is equal to 1:9. is to എന്ന് പറഞ്ഞാൽ എന്താ? ഡിവിഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആ. 1:9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ്സ് 1/9. ഇറ്റ്സ് ഫ്രാക്ഷൻ. റേഷ്യോ ആണെങ്കിൽ ഇറ്റ്സ് ഫ്രാക്ഷൻ. സോ n minus 1 p3 എന്ന് പറഞ്ഞാൽ എന്താ? n minus 1 p3 എന്ന് പറഞ്ഞാൽ n minus 1 factorial divided by n minus 1 minus 3 factorial. n factorial divided by n minus r factorial. The whole divided by is 2 എന്ന് പറഞ്ഞാൽ എന്താണ്? whole divided by n p4. n factorial divided by n minus 4 factorial is equal to 1:9 equal to 1/9. സോൾവ് ചെയ്ത് എന്ത് വരും? n minus 1 factorial divided by n minus 1 minus 3 is n minus 4 factorial divided by n factorial by n minus 4. n minus 4 factorial is equal to 1/9. n minus 4 factorial and n minus 4 factorial will get cancelled and you get എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? n minus 1 factorial divided by n factorial is equal to 1/9 എന്ന് കിട്ടും. എന്ത് ചെയ്യാം? n minus 1 factorial അങ്ങനെ തന്നെ എഴുതുക. n factorial can be written as n into n minus 1 factorial equal to 1/9. So n minus 1 factorial and n minus 1 factorial cancel. 1/n is equal to 1/9 which implies n is equal to 9 എന്ന് കിട്ടും. So equation ഡയറക്റ്റ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക and you should know the rules and regulations. Assassination സെയിം. ഇൻഡിപെൻഡൻസ് എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ഡോട്ടർ ആൻഡ് അസാസിനേഷൻ ഡിഫറെന്റ് വേസ് ലെറ്റേഴ്സ് ക്യാൻ ബി അറേഞ്ച്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓടിച്ചിടുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഈ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ക്ലാസ് ചെയ്താണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ റെഫർ ത്രൂ ദോസ് നോട്ട്സ്. നൗ ഐ എം ജസ്റ്റ് ബ്രഷിംഗ് അപ്പ് ഓൾ ദോസ് വാട്ട് യു ഹാവ് ലേൺഡ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്തെടുക്കുകയാണ്. സോ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്ട്ലി ഗോ ത്രൂ യുവർ നോട്ട്സ്. ഓക്കെ, അസാസിനേഷൻ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇൻഡിപെൻഡൻസ്, ഡോട്ടർ ആൻഡ് അസാസിനേഷൻ ആണ് മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഫോർ പെർമ്യൂട്ടേഷൻ, ഇതെല്ലാം പെർമ്യൂട്ടേഷൻ ആണ്. കോമ്പിനേഷൻ ഇസ് ഫോർ സെലക്ഷൻ, ബോയ്സ് ആൻഡ് ഗേൾസിൽ നിന്ന് സെലക്ഷൻ വരുന്നത്. ദെൻ ഡെക്ക് ഓഫ് 52 കാർഡ്സിൽ നിന്ന് സെലക്ഷൻ വരുന്നത്. ടീം ഫോം ചെയ്യാൻ നേരം സെലക്ഷൻ വരുന്നത്. ഒരു സർക്കിളിൽ എത്ര പോയിന്റും കൊണ്ട്, ട്രയാങ്കിൾസിൽ എത്ര പോയിന്റും കൊണ്ട് ജോയിൻ ചെയ്യാം, ഇങ്ങനത്തെ സെലക്ഷൻ ഒക്കെ വരുന്നത് എല്ലാം കോമ്പിനേഷൻ ആണ്. വേർഡ്സ്, നമ്പേഴ്സ്, ലെറ്റേഴ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്ന ഓർഡർ ഇസ് പെർമ്യൂട്ടേഷൻ. പെർമ്യൂട്ടേഷൻ തന്നെ 3 cases: when the elements do not repeat and when the elements repeat. Okay, when all the elements are distinct and not distinct. ഇനി നോട്ട് ഡിസ്റ്റിങ്ക്റ്റ് തന്നെ റിപ്പീറ്റ് ആൻഡ് നോട്ട് റിപ്പീറ്റ്. ഈ 3 ഇക്വേഷൻ ഫോർ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷന്റെ ഒരു ഇക്വേഷൻ. ഇത് മാത്രം അറിഞ്ഞു വെക്കുക. അതാണ് പെർമ്യൂട്ടേഷൻ മെയിൻ ആയിട്ടുള്ളത്. ആൻഡ് അവർ 8th ചാപ്റ്റർ ഇസ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം ആണ് നമ്മുടെ 8th ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ ആകെ 2 കാര്യം അറിഞ്ഞാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് വൺ, this equation a plus b whole raised to n is equal to n c0 a raised to n plus n plus 1 a raised to n minus 1 b plus
ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്താണ് നോക്കിക്കേ, ഹോൾ റേസ് ടു എൻ, എൻ ആണ് ഇൻഡെക്സ് എങ്കിൽ ഫസ്റ്റ് എലമെന്റ് എയുടെ ഇൻഡെക്സ് ഓരോന്നായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും, ബിയുടെ ഇൻഡെക്സ് ഓരോന്നോരോന്നായിട്ട് കൂടി വരും. n n-1 n-2 ഇങ്ങനെ n നിന്ന് കുറഞ്ഞ് 0 വരെ എത്തും. ബിയുടെ പവർ ആണെങ്കിലോ 0 1 2 3 4 കൂടിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് വൺ കുറയുന്നു, സെക്കൻഡ് വൺ കൂടുന്നു, അങ്ങനെ വളരുകയും ഞാൻ കുറയുകയും വേണം. ഓക്കെ, പിന്നെ ഈ ഒരു കാര്യം n-1 ടേംസിന്റെ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ഈ ടൈപ്പ് പ്രോബ്ലംസ് n+1 ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n, that is 1 more than the index. x plus 3y whole raised to 5 in the number of terms in the expansion of x plus 3y whole raised to 5 is 5 plus 1 which is equal to 6. അതായത് n-നെക്കാട്ടിലും ഒരു ഇൻഡെക്സിനെക്കാട്ടിലും അല്ലെങ്കിൽ പവറിനെക്കാട്ടിലും ഒരു നമ്പർ കൂടിയതായിരിക്കും എന്ത്, എന്റെ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ്, ഇനി a plus b whole raised to n ന്റെ എക്സ്പാൻഷനിലാണ് ഈ കേസ്. a plus b whole raised to n എന്ന് പറഞ്ഞ കേസിലാണ് ഈ ഒരു എക്സ്പാൻഷൻ യൂസ് ചെയ്തത്. അല്ലാത്ത കേസിൽ നമ്മൾ a plus b whole raised to n ഫോമിലാക്കണം. അത് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കാണാം. യെസ്, അതിന് മുൻപ് yes, this is a problem. nc0 minus nc1 plus nc2 ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു. നമ്മൾ ഈ ചാപ്റ്ററിൽ കുറെ സ്പെഷ്യൽ കേസ് കണ്ടിരുന്നു. 1 plus x whole raised to n, 1 minus x whole raised to n, അതിന്റെ ഒക്കെ കുറെ സ്പെഷ്യൽ കേസസ് ഈ ചാപ്റ്ററിൽ കണ്ടിരുന്നു. അതൊന്നും പറഞ്ഞില്ലെങ്കിൽ വിഷയമില്ല. if we have this equation we can survive. a plus b whole raised to n, നമ്മുടെ ഇക്വേഷൻ എന്താ, a plus b whole raised to n എന്ന് പറയുന്നത് is equal to nc0 a raised to n plus nc1 a raised to n minus 1 b raised to n x plus etc plus ncn b raised to n a raised to n minus 1 b, not b raised to n, this is a raised to n minus 1 b plus etc ncn b raised to n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് കാണാം nc0 മൈനസ് nc1 പ്ലസ് nc2 a raised to n b raised to n, എയുടെ പവറോ ബിയുടെ പവറോ ഒന്നും കാണുന്നില്ല അല്ലെ. a raised to something b raised to something എന്ന് പറഞ്ഞ ഒന്നും കാണില്ല. വിച്ച് മീൻസ് 0 കൊടുത്ത് എന്ത് സംഭവിക്കും, മൊത്തം 0 ആയി പോകും. 1 കൊടുത്താലോ, 1 കൊടുത്താൽ അതിനർത്ഥം എന്താ, 1 കൊടുത്താൽ അതിന്റെ അർത്ഥം 1 raised to any number is 1 itself അല്ലെ. 1 raised to any number is 1 itself. സോ എന്താ, എയുടെ സ്ഥാനത്ത് 1ഉം എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് 1ഉം a equal to 1ഉം b equal to 1ഉം കൊടുത്ത് എന്ത് സംഭവിക്കും, a 1ഉം b 1ഉം കൊടുത്താൽ എന്ത് സംഭവിക്കും, ഈ ഇക്വേഷൻ എന്തായി മാറും, നമ്മുടെ മെയിൻ ഇക്വേഷൻ എന്തായി മാറും, എയും 1 ബിയും 1, a equal to 1 and b equal to 1 കൊടുത്ത് എന്ത് സംഭവിക്കും, 1 plus 1 whole raised to n എന്ന് പറയുന്നത് nc0 1 raised to n is 1 itself plus nc1 1 raised to n minus 1 is 1 itself, b is 1 1 raised to any power is 1 itself plus etc plus ncn. നമുക്ക് വേണ്ടത് nc0 minus nc1 plus nc2 minus nc3 plus. സോ പ്ലസും മൈനസും ഓൾട്ടർനേറ്റ് ആയിട്ട് വരണം. അപ്പൊ എന്ത് ചെയ്യാം, a is equal to 1 and b is equal to minus 1 എടുത്തേ. a is equal to 1 and b is equal to minus 1. So nc0 a raised to 1 raised to any number is 1 itself. nc1 a raised to a ഇനി കൺസിഡർ ചെയ്യണ്ട, കാരണം 1 raised to any number is 1 itself. b യുടെ വാല്യൂ എത്രയാ, minus 1. സോ ഇവിടെ എന്ത് വരും, സെക്കൻഡ് ടൈം എന്താവും, second term will become minus, third term again plus b square വരും, 1 square is nc2 a raised to n minus 2 b square is the third term. So minus 1 square എന്ത് വരും, minus 1 square is plus 1, so here it is plus, so 4 term minus alternate ആയിട്ട് minus വരും. So the value of a is equal to 1 and b is equal to minus 1 കൊടുത്തു. a is equal to 1 and b is equal to minus 1 ആണെന്ന് മനസ്സിലായി. ഇതും ക്ലാസ് ചെയ്യിപ്പിച്ച പ്രോബ്ലം ആണ്. സോ a 1ഉം b minus 1ഉം കൊടുത്തു. a plus b whole raised to n ന്റെ എക്സ്പാൻഷൻ ആണ്. എന്ത് സംഭവിച്ചു, 1 minus 1 whole raised to n. What is 1 minus 1? 0. So nc0 minus nc1 plus etc plus ncn ന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര കിട്ടി, is equal to 0 എന്ന് നമുക്ക് കിട്ടി. പല വാല്യൂസ് 1 minus 1 ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ you will get the answer. Okay. Expand 1 plus 1 by x the whole raised to 6. ഒന്നുമില്ല, nc0 yes
a plus b whole raised to n ന്റെ expansion എഴുതുക. First of all, you have to write this equation. Question ചോദിച്ചു കഴിഞ്ഞാൽ first of all, a plus b whole raised to n ന്റെ expansion nc0 a raised to n plus nc1 a raised to n minus 1 b plus etc. എന്ന് പറഞ്ഞ് nCn b raised to n എന്ന് പറഞ്ഞ് equation എഴുതുക. And in the place of a we have x, and in the place of b we have 1 by x, and in the place of n we have 6. Direct substitution. Values കൊണ്ട് substitute ചെയ്യുക, common factors ഒക്കെ വെട്ടിക്കളയുക, ബ്രാക്കറ്റ് ഒക്കെ വൃത്തിയായിട്ട് ഓപ്പൺ ചെയ്യുക. x square the whole cube എന്നുള്ള x raised to 5 എന്ന് എഴുതി വെച്ചേക്കരുത്, തെറ്റി. x square the whole cube is x raised to 6, x raised to 2 into 3 which is x raised to 6. So അതൊക്കെ ക്ലിയർ ആയിട്ട് എഴുതുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫൈനൽ ആൻസർ എഴുതുക, അണ്ടർലൈൻ ചെയ്യുക. Number of terms in the expansion of x square minus 2x plus 1 whole raised to 20 is equal to, കണ്ണടച്ച് 20 plus 1 is equal to 21 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ that is wrong. a plus b whole raised to n ന്റെ എക്സ്പാൻഷനിലാണ് number of terms is n plus 1. ഇതെങ്ങനെയാ കിടക്കുന്നത്? x square minus 2x plus 1 whole raised to 20 നടക്കുന്നത് a plus b whole raised to n ഫോമിലാണോ? അല്ല. സോ എന്ത് ചെയ്യണം? a square minus 2ab plus b square എന്ന് പറഞ്ഞ സാധനത്തിനെ നമുക്ക് എന്താക്കണം? a minus b the whole square എന്ന ഫോമിലാക്കണം. എങ്ങനെ ആക്കുന്നേ? a യുടെ സ്ഥാനത്ത് x. നോക്കിക്കേ, അതെങ്ങനെയാ നിങ്ങൾക്ക് ഇക്വേഷൻ കാണുമ്പോൾ മനസ്സിലാകുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ മൈനസ് ഉണ്ട് അല്ലേ? സോ a plus b whole raised to n അല്ല, a മൈനസ് ആയിരിക്കും. a plus b ആണെങ്കിൽ a മൈനസ് ആണെന്ന് കുഴപ്പമില്ല. കാരണം എന്താ? a plus minus b എന്ന് പറയുന്നതാണ് a minus b ആണല്ലോ. സോ ബിയുടെ സ്ഥാനത്ത് മൈനസ് ബി ആയെന്നേ ഉള്ളൂ. ഇനി x square minus 2x plus 1 എന്നതാണ് നമ്മുടെ ഇക്വേഷൻ ആണല്ലോ. a square minus 2ab plus b സ്ക്വയറിനെ എങ്ങനെ എഴുതാം? a minus b whole square എഴുതാം. അപ്പൊ ഇവിടെ a യുടെ സ്ഥാനത്ത് എന്താ ഉള്ളേ? കമ്പയർ ചെയ്തേ, a square minus 2ab plus b square. സോ b സ്ക്വയറിന്റെ സ്ഥാനത്ത് 1 ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. ഇനി 2ab നോക്കിക്കേ, മൈനസ് ഉണ്ട്, 2ab ഉണ്ട്. എ ബിയുടെ സ്ഥാനത്ത് x ആണ് ആണല്ലോ. b 1 ആണെന്നറിയാം. സോ a equal to x. അപ്പൊ എന്താ വരുന്നത്? x minus 1 the whole square എന്ന് വരും. x minus 1 ഈ ഇക്വേഷനെ x square minus 2x plus 1 the whole raised to 20 എങ്ങനെ എഴുതാം? x minus 1 the whole square the whole raised to 20 എന്ന് എഴുതാം. x minus 1 the whole square whole raised to 20. a raised to m the whole square is equal to a raised to m into n. എന്ത് വരും? x minus 1 whole raised to 2 into 20 is 14. So number of terms in the expansion of x square minus 2x plus 1 whole raised to 20 is 40 plus 1 which is equal to 41, not 21. So a plus b whole raised to n ഫോമിലാണ് നോക്കുക. സോ ഈ ചാപ്റ്ററിൽ ആകെ ശ്രദ്ധിക്കാനുള്ള കാര്യം a plus b whole raised to n ന്റെ എക്സ്പാൻഷൻ ആൻഡ് നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ. സോ a plus b whole raised to n ഫോമിലായിരിക്കണം. a minus b എന്ന് പറഞ്ഞാൽ എന്താ? a plus minus b ആണ്. സോ a plus b അല്ലെങ്കിൽ a minus b whole raised to n ഫോമിലായിരിക്കണം. ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി കൊണ്ട് എഴുതരുത്. സോ n plus 1 ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ. ഇതും നമ്മൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. ദിസ് വൺ റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ്, പലതവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റൻ ആണ്. എന്താ? a plus b whole raised to 4 മൈനസ് a minus b whole raised to 4. ആദ്യം എന്ത് ചെയ്യണം? a plus b whole raised to 4 സോൾവ് ചെയ്യണം. ബൈനോമിയൽ തിയറി ഉപയോഗിച്ചിട്ട് a plus b whole raised to 4 സോൾവ് ചെയ്യണം. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? nc0 plus n minus 1 അങ്ങനെ. എന്നിട്ട് a minus b whole raised to 4 സോൾവ് ചെയ്യണം. ഫുള്ള് സോൾവ് ചെയ്യാൻ നിൽക്കരുത്. വൈ? ബിക്കോസ് a plus b whole raised to 4 മൈനസ് a minus b whole raised to 4 എടുക്കുമ്പോൾ പല കോമൺ ഫാക്ടേഴ്സും ക്യാൻസൽ ആയി പോകും. ശ്രദ്ധിക്കുക, a plus b whole raised to 4 ഉം a minus b whole raised to 4 ഉം. ഇത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവണം. എങ്ങനെ പോയാലും ഈ ചെറിയ സൈനിന്റെ വ്യത്യാസമുള്ളൂ. നോക്കിക്കേ, a plus b a minus b സൈനിന്റെ വ്യത്യാസമുള്ളൂ. സോ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പല കാര്യങ്ങളും മൈനസ് ആയതുകൊണ്ട് പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. സോ ഫൈനൽ സ്റ്റെപ്പ് വരെ എത്തിക്കാൻ നിൽക്കരുത്. ഒരു പരുവത്തിലായിട്ട് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാ? 4c0 a raised to 4 plus 4c1 a cube b plus 4c2 a square b square plus 4c3 ab cube plus 4c4 b raised to 4. ഇതാണ് a plus b whole raised to 4 ന്റെ എക്സ്പാൻഷൻ. ഇനി a minus b whole raised to 4 എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസ് മൈനസും വരും. എന്നിട്ട് ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പല ടേംസ് ക്യാൻസൽ ആയി പോകും. എന്നിട്ട് മാത്രം 4c0 ഒക്കെ സോൾവ് ചെയ്യുക, എല്ലാം സോൾവ് ചെയ്ത് എഴുതുക.
എന്നിട്ട് അങ്ങനെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ആൻ ഇക്വേഷൻ. ആ ഇക്വേഷൻ നോക്കി ഹെൻസ് ഇവാലുവേറ്റ്, അതായത് ഫസ്റ്റ് പാർട്ടിൽ എന്ത് കിട്ടിയോ അതിനെ വെച്ചിട്ട് വേണം സെക്കൻഡ് പാർട്ട് ചെയ്യാൻ. സോ സെക്കൻഡ് പാർട്ട് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ a+b² എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ഫസ്റ്റ് പാർട്ടിൽ എന്ത് കിട്ടിയോ അതിൽ എയുടെ സ്ഥാനത്ത് √3 ബിയുടെ സ്ഥാനത്ത് √2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത് സോൾവ് ചെയ്യുക, ആൻഡ് യു വിൽ ഗെറ്റ് ദ ഫൈനൽ വാല്യൂ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിംഗ് ബൈനോമിയൽ തിയറം ഇവാലുവേറ്റ് 102 whole raised to 5. സോ ബൈനോമിയൽ തിയറം നമുക്കറിയാം a+b² ന്റെ എക്സ്പാൻഷൻ ആണ് ബൈനോമിയൽ തിയറം. സോ നമുക്ക് എയും വേണം ബിയും വേണം whole raised to n എന്ന് പറഞ്ഞ whole raised to n എന്ന് പറഞ്ഞ ഒരു n-ന്റെ പവറും വേണം. സോ 102 എങ്ങനെ എഴുതാം? 102 whole raised to 5 എങ്ങനെ എഴുതാം? 100 + 2. ഇതെന്തിനാ ടീച്ചർ 100 എടുത്തേ? 10ന്റെ പവർ ആയിരിക്കുമ്പോൾ എളുപ്പമാണ് സോൾവ് ചെയ്യാൻ. ഇപ്പൊ whole raised to 5. ഇനി ബൈനോമിയൽ തിയറി യൂസ് ചെയ്യുക, a+b² ന്റെ എക്സ്പാൻഷൻ യൂസ് ചെയ്യുക. 10 + 2 whole raised to 5 എന്ന് പറഞ്ഞ 100 + 2 whole raised to 5 എത്രയാ? 5c0 100 raised to 5 plus 5c1 അങ്ങനെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ഒരു 98 ചോദിച്ചെങ്കിലോ 98 raised to 4 ചോദിച്ചു. ബൈനോമിയൽ തിയറി എങ്ങനെ യൂസ് ചെയ്യാം? 100 - 2 whole raised to 4 എന്ന് എഴുതാം. സോ 100 ഒക്കെ എഴുതുമ്പോൾ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലർക്ക് തോന്നും, എന്ത് തോന്നും? ചിലർക്ക് തോന്നും എന്നാ പിന്നെ 90 + 8 whole raised to 4 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാലും ശരിയാണ്, കുഴപ്പമൊന്നുമില്ല. ബൈനോമിയൽ തിയറി യൂസ് ചെയ്യുമ്പോൾ എയും ബിയും വേണമെന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ 90 + 8 whole raised to 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 100 - 2 whole raised to 4 എന്ന് എഴുതാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 90 raised to 4 ഒക്കെ എടുക്കുന്നതാണോ എളുപ്പം, അതോ 100 raised to 4 എടുക്കുന്നതാണോ എളുപ്പം? ഏതായിരിക്കും എളുപ്പം? 100 raised to 4, 100ന്റെ പവർ എടുക്കുന്നതായിരിക്കും എളുപ്പം. സോ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും പ്രിഫറബിളി നല്ലത്. അല്ലെങ്കിൽ 90 + 8 ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ ബൈനോമിയൽ തിയറി യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ മാരത്തോൺ, മാത്സ് മെഗാ മാരത്തോൺ പാർട്ട് 1. നമ്മൾ ആദ്യത്തെ 7 ചാപ്റ്റേഴ്സ് 3 മണിക്കൂറിന് മുൻപേ തീർത്തു. നാളെ ഇതുപോലെ തീരുന്നു വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഇത് ഓൾറെഡി ഫസ്റ്റ് 8 ചാപ്റ്റേഴ്സ് നമ്മൾ ക്രിസ്മസ് എക്സാമിനും മോഡൽ എക്സാമിനും പല തവണയായിട്ട് കണ്ടതാണ്. സോ നിങ്ങൾ ഇത് പല തവണയായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്തേ ഉള്ളൂ. ഇനി ഈ കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് ഇക്വേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞു, ഇത് പഠിക്കാതെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഗ്രാഫ്സ് ഞാൻ പറഞ്ഞു പഠിക്കാതെ പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതൊന്നും പഠിക്കാതെ പോകരുത്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ചോദിക്കും. റിപ്പീറ്റഡ് ആയിട്ടില്ല, ബട്ട് സെയിം മോഡൽ തന്നെ ചോദിക്കാറുള്ളൂ. ആകെ ആ 3-4 ഇക്വേഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതെങ്ങനെയാ വരുന്നതെന്ന് അപ്ലൈ ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്യുന്നതാണ്. ബൈനോമിയൽ തിയറത്തിൽ രണ്ടേ കാര്യമുള്ളൂ. ഒന്ന് n+1 a+b² ന്റെ എക്സ്പാൻഷൻ, പിന്നെ a+b² n+1 ടേംസ് ഉണ്ടായിരിക്കും. ഈ രണ്ടേ കാര്യങ്ങൾ. ലീനിയർ ഇനിക്വാലിറ്റിയിൽ ഒന്നുമില്ല. മൈനസും കൊണ്ട് ഒരു നെഗറ്റീവ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാലിറ്റിയുടെ സൈൻ ചേഞ്ച് ചെയ്യും. ഓപ്പൺ ഇന്റർവെൽ ആണെങ്കിൽ ഗ്രാഫ് നമ്പർ ലൈനിൽ വരയ്ക്കുമ്പോൾ ഓപ്പൺ ഇന്റർവെല്ലിൽ വട്ടത്തിലായിരിക്കും. ക്ലോസ് ഇന്റർവെൽ > ആണെങ്കിൽ കളർ അടിച്ചു വെക്കും. അത്രേ ഉള്ളൂ വ്യത്യാസം. ആ ചാപ്റ്റർ പോയി. പിന്നെ ട്രിഗ്നോമെട്രിയിൽ ഞാൻ 2-3 സെറ്റ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ASTC + പൈസ റൂൾ, ASTC ആൻഡ് പൈസ റൂൾ വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ ക്വസ്റ്റ്യൻസിന്റെ വാല്യൂ കുറെ ക്വസ്റ്റ്യൻസ് വാല്യൂ കിട്ടും. ഡിഗ്രി മെഷർ, റേഡിയൻ മെഷർ, കൺവേർഷൻ. റേഡിയൻ കിട്ടണമെങ്കിൽ ന്യൂമറേറ്ററിൽ നമുക്ക് പൈ വേണം, π/4, π/6 എക്സെട്ര. സോ ന്യൂമറേറ്ററിൽ റേഡിയൻ വേണമെങ്കിൽ നമുക്ക് ന്യൂമറേറ്ററിൽ പൈ ഉണ്ട്. റേഡിയൻ ഡിഗ്രി മെഷറിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. സെറ്റ്സ് ഒന്നുമില്ല പഠിക്കാൻ. സെറ്റ്സ് എന്തെങ്കിലും പഠിക്കാനുണ്ടോ? വെറുതെ കൊണ്ടേ വാല്യൂസ് a - b, a (b) എല്ലാം കൂടെ ജോയിൻ ചെയ്തൊക്കെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒന്നും പഠിക്കാനില്ല ബേസിക്കലി. പിന്നെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഞാൻ പറഞ്ഞതുപോലെ എന്താണ് ഫംഗ്ഷൻസിന്റെ പോർഷൻ, ആ ഗ്രാഫിന്റെ പോർഷൻ വെരി ഇമ്പോർട്ടന്റ്. അത് പഠിക്കാതെ പോകരുത്. ഡൊമൈൻ എന്ന് പറയുന്നതായിരിക്കും എക്സിന്റെ വാല്യൂ, പോസിബിൾ ആയിട്ട് ഏതൊക്കെ എക്സിന് വരാമോ അതൊക്കെ. റേഞ്ച് എന്ന് പറയുന്നതായിരിക്കും f(x)ന്റെ വാല്യൂ. എക്സിന് പലതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ f(x)ന് എന്തൊക്കെ കിട്ടുമോ അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ചാപ്റ്റർ 1i, ചാപ്റ്റർ 2i, ചാപ്റ്റർ 3i, ചാപ്റ്റർ 5 കോംപ്ലക്സ് നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് 1/, ആ നമ്പറാണ് അതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ്. പിന്നെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടിന്റെ നെഗറ്റീവ്, മോഡുലസ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ട് സ്ക്വയർ. ഇതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. അത് കഴിഞ്ഞു പിന്നെ പവർ ഓഫ് i തന്നെ √(-1), i² is -1, i³ is -i, and i⁻⁴ is 1. ഈ 4 കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ വൃത്തിയായിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പഠിക്കണം. ആൻഡ് ഓൾവേസ് കോംപ്ലക്സ് നമ്പറിൽ ഡിനോമിനേറ്ററിൽ i കാണാൻ പാടില്ല. ഡിനോമിനേറ്ററിൽ i കണ്ട അപ്പൊ തന്നെ എന്റെ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തോണം. ന്യൂമറേറ്ററും i കൊണ്ട് അപ്പൊ തന്നെ മൾട്ടിപ്ലൈ ചെയ്തോണം. ഇതാണ് കോംപ്ലക്സ് നമ്പറിലുള്ള കാര്യം.
ആഗം പ്ലെയിൻ റെപ്രസെന്റേഷൻ ചോദിക്കുമെന്ന് അറിയില്ല, കാരണം ഇത്തവണ കുറെ ക്വസ്റ്റൻസ് ഡിലീറ്റഡ് ആയതുകൊണ്ട് ആഗം പ്ലെയിൻ എടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം വേറെ ചാപ്റ്ററിൽ എന്തെങ്കിലും ചോദിക്കാനില്ല. സോ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാൻ അറിയാമല്ലോ, റിയൽ ആക്സിസ് എക്സ് ആക്സിസും ഇമാജിനറി ആക്സിസ് വൈ ആക്സിസും, അത്രേ ഉള്ളൂ. ചാപ്റ്റർ 6 ലീനിയർ ഇക്വാലിറ്റീസ്, പെർമ്യൂട്ടേഷൻസ് പറഞ്ഞു, ബയോമിലും പറഞ്ഞു. സോ ഇതാണ് നമ്മുടെ 7 ചാപ്റ്റേഴ്സ്. സോ 7 ചാപ്റ്റേഴ്സ് 3 hours അല്ല, അതിനെക്കാട്ടിലും മുൻപേ നമ്മൾ 2 hours 40 minutes കൊണ്ട് നമ്മൾ തീർത്തു. ഓൾറെഡി കണ്ട ചാപ്റ്റേഴ്സ് ആയതുകൊണ്ടാണ് നാളെ നമ്മൾ സെക്കൻഡ് ഹാഫ് ആണ് കാണാൻ പോകുന്നത്. ചാപ്റ്റേഴ്സ് 9 to 16, ചാപ്റ്റേഴ്സ് 9 to 16 ഉള്ള 7 ചാപ്റ്റേഴ്സ് ആണ് കാണാൻ പോകുന്നത്. സോ നമുക്കറിയാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്, കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. സോ എന്ത് ചെയ്യണം, നിങ്ങൾ എൻ്റെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കണം, നന്നായിട്ട് പഠിച്ചിട്ട് വരിക. ഇത് നിങ്ങൾ പഠിച്ച് പലതവണ കണ്ട പോർഷൻസ് ആയി ഇപ്പം എടുത്ത ചാപ്റ്റേഴ്സ്. ബട്ട് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നിങ്ങൾ നല്ല തറവായിട്ട് വരണം, നമുക്ക് ഇതുപോലെ ഒപ്പം പോകേണ്ടതാണ്. അപ്പം എല്ലാവരും നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോ, പകല് ഫുൾ സമയമുണ്ട്, നന്നായിട്ടിരുന്ന് പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ട്, നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക, ഞാൻ നോക്കുന്നതായിരിക്കും. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. പിന്നെ നോട്ട്സ് ഒക്കെ ഓടിച്ച് നോക്കുക, ക്യാപ്സ്യൂൾ നോട്ട്സ് മിസ് ചെയ്യരുത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് പോയി കിടക്കുക, നല്ല സ്വപ്നങ്ങൾ കാണുക. യെസ്, ഹാവ് എ ഗ്രേറ്റ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ.